അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യകുലത്തെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി 1,24,000 പ്രവാചകന്മാർ ഈ ഭൂമിയിൽ അവതരിച്ചു. അവരിൽ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ 25 പ്രവാചകന്മാർ വളരെ ബഹുമതികൾ അർഹിക്കുന്നവരാണ്. ആ 25 പേരിൽ ഏറ്റവും ബഹുമതി നിറഞ്ഞവരായ ഉലുൽ അസ്മികൾ അഥവാ അതിരറ്റ മനോധൈര്യമുള്ളവർ എന്ന വിശേഷണത്തിന് അർഹരായ 5 പേരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവബഹുലമായ ചരിത്രത്തിൽ നിന്ന് ഏതാനും ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അഹങ്കാരത്തിൻ്റെ ആകത്തുകയായ ഫിർഔൻ, ഈജിപ്തിൻ്റെ സർവാധിപൻ. വിശപ്പടക്കാനുള്ള ആഹാരത്തിന് വകയില്ലാതിരുന്ന അയാളെങ്ങനെ രാജാവായി? അതറിയുന്നത് രസാവഹമായിരിക്കും. അത് വിവരിക്കുന്നതിന് മുമ്പ് അല്പം മുൻ ചരിത്രം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ഈജിപ്ത് എന്ന പേരിലറിയപ്പെടുന്ന മിസ്ർ രാജ്യത്തിനാണ് കഥ നടക്കുന്നത്. അവിടെ അക്കാലത്ത് 2 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പരമ്പരയിൽപ്പെട്ട അമാലിഖ വർഗ്ഗക്കാർ, മറ്റൊന്ന് ഖിബ്തികൾ. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് ഈജിപ്ത് ഭരിച്ചിരുന്ന റയ്യാൻ ബിൻ വലീദ് ഖിബ്തി വംശക്കാരനായിരുന്നു. റയ്യാനിൻ്റെ സന്തതികളിൽപ്പെട്ട ഒരു രാജാവിൻ്റെ ഭരണകാലത്ത് ഈജിപ്തിൽ ഒരു ചെറുപ്പക്കാരൻ എത്തിച്ചേർന്നു. തൻ്റെ സ്വതസിദ്ധമായ സംഭാഷണ ശൈലി കൊണ്ട് ആരെയും വശത്താക്കാനുള്ള കഴിവ് അയാൾക്കുണ്ടായിരുന്നു. ഈജിപ്തിലെ കുഷ്ഹാന എന്ന സ്ഥലത്ത് വെച്ച് അവിടുത്തെ നാട്ടുപ്രമാണിയായ ഹാമാനെ ആ യുവാവ് പരിചയപ്പെട്ടു. ദിവസങ്ങൾക്കകം അവർ ആത്മസുഹൃത്തുക്കളായി മാറി. ഹാമാന് രാജസദസ്സിൽ അത്യുന്നത സ്ഥാനമുണ്ടായിരുന്നു. ആ സ്ഥാനം ഉപയോഗപ്പെടുത്തി രാജാവുമായി പരിചയപ്പെടാനും അയാൾക്ക് കഴിഞ്ഞു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ യുവാവ് രാജസന്നിധിയിൽ വന്ന് വളരെ താഴ്മയോടുകൂടി ഉണർത്തി, തിരുമേനി, അടിയൻ ഈ രാജ്യത്ത് വന്നിട്ട് നാളുകൾ ഏറെയായി. മറ്റുള്ളവരുടെ ഔദാര്യത്തിൻ്റെ തണലിൽ എത്ര നാളാണിങ്ങനെ ജീവിക്കുന്നത്? നിങ്ങൾക്കെന്താണ് ആവശ്യം? രാജാവ് ചോദിച്ചു. ആ സമയത്ത് യുവാവ് പറഞ്ഞു, ഒരു തൊഴിൽ വേണം, ജീവിക്കാൻ വേണ്ടി മാത്രം. രാജാവ്, എന്ത് തൊഴിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? യുവാവ് പറഞ്ഞു, വളരെ നിസ്സാരമായ തൊഴിൽ. ഇവിടുത്തെ ശ്മശാന കാവലിന് എന്നെ ഏൽപ്പിച്ചാൽ മതി. രാജാവ് സമ്മതിച്ചു. ഇന്നു മുതൽ നിങ്ങൾ രാജ്യത്തിൻ്റെ ശ്മശാന സൂക്ഷിപ്പുകാരനാണ്. ആദ്യം സൗമ്യനായി കണ്ട യുവാവിൻ്റെ തനിനിറം പുറത്ത് ചാടിത്തുടങ്ങുകയായിരുന്നു. ശ്മശാനത്തിൽ കബറടക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന മയ്യത്തുകൾക്ക് അയാൾ നികുതി വസൂലാക്കാൻ തുടങ്ങി. ആദ്യം ചെറിയ സംഖ്യ, പിന്നീടതൊരു ബിസിനസ്സായി. പലരിൽ നിന്നും ഭീമമായ സംഖ്യ തന്നെ അയാൾ ആവശ്യപ്പെട്ടു. അങ്ങനെ ശ്മശാനം കാക്കുന്നത് അയാൾക്കൊരു വലിയ വരുമാന മാർഗമായി തീർന്നു. അയിടക്കാണ് നാട്ടിൽ ഭയാനകമായൊരു പകർച്ചവ്യാധി പടർന്നു പിടിച്ചത്. ദൈനംദിനം ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീഴാൻ തുടങ്ങി. മയ്യത്തുകൾ കൊണ്ട് ശ്മശാനത്തിലേക്കുള്ള ഘോഷയാത്ര നിത്യസംഭവമായി തീർന്നു. ശ്മശാന സൂക്ഷിപ്പുകാരൻ ആ അവസരം ശരിക്കും മുതലെടുത്തു. ആളും തരവും നോക്കി മയ്യത്ത് മറവ് ചെയ്യുന്നതിന് അയാൾ നികുതി വസൂൽ ചെയ്തു. അയാളുടെ ദിവസവരുമാനം 10,000-കണക്കിനായി ഉയർന്നു. ആ പകർച്ചവ്യാധിയുടെ വിളയാട്ടം അവസാനിച്ചപ്പോഴേക്കും അയാൾ കോടീശ്വരനായി തീർന്നിരുന്നു. ഇഷ്ടം പോലെ സമ്പത്തായി. ഇനി ജനങ്ങളുടെ മേൽ തനിക്ക് അധികാരം ലഭിക്കണം. അതായിരുന്നു പിന്നീട് അയാൾക്കുള്ള ചിന്ത. ഊണിലും ഉറക്കത്തിലും ആ സൂത്രശാലി അതിനുള്ള മാർഗങ്ങൾ ആരാഞ്ഞു. അതിനുവേണ്ടി അയാൾ പണം കോരിച്ചൊരിഞ്ഞു. പണത്തിനും ഇതേ പരുന്തും പറക്കുകയില്ല എന്ന പഴമൊഴി അന്വർത്ഥമാക്കുമാറ് അയാളുടെ ജനസ്വാധീനം വർദ്ധിക്കാൻ തുടങ്ങി. രാജാവിനും അയാളോട് താൽപ്പര്യമായി. ഇന്നും പണമാണല്ലോ മനുഷ്യനെ വലിയവനും ചെറിയവനുമാക്കുന്നത്. പണമുണ്ടെങ്കിൽ മറ്റെല്ലാ സ്ഥാനമാനങ്ങളും പിറകെ വന്നു ചേരും. അന്നത്തെ അവസ്ഥയും അതിന് വിപരീതമായിരുന്നില്ല. അയാളെക്കുറിച്ച് എന്ത് അവലാതി പറഞ്ഞിട്ടും രാജാവ് അത് മുഖവിലക്കെടുക്കാൻ തയ്യാറായില്ല.
അത്ര കണ്ട് രാജാവിന് അയാളിൽ മതിപ്പുളവായി കഴിഞ്ഞിരുന്നു. കരുത്തനും തൻ്റെടിയുമെന്ന് രാജാവിന് അയാളെക്കുറിച്ച് ധാരണയുണ്ടായി. താമസം വിന അയാളെ പട്ടാള മേധാവിയായി തിരഞ്ഞെടുത്തു. പട്ടാളവും കൂടി അധീനതയിലായപ്പോൾ അയാളുടെ അഹങ്കാരം ഇരട്ടിച്ചു. എന്ത് തോന്നിവാസം ചെയ്യാൻ മടിക്കാത്ത അഹങ്കാരി. അയാൾ വളർന്നു ഈജിപ്തിലെ രാജാധികാരത്തോളമെത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവ ബഹുലമായ ചരിത്രത്തിൻ്റെ ആമുഖത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കാലക്രമേണ രാജാവും മന്ത്രിയും മറ്റ് ഉദ്യോഗസ്ഥരും നമ്മുടെ യുവാവിൻ്റെ കളിപ്പാവകളായി മാറി. അയാൾ പറയുന്നതിനനുസരിച്ച് ഭരണചക്രം തിരിഞ്ഞു. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം നികുതി. പ്രജകൾ ആകെ വലഞ്ഞു. അവർ അസംതൃപ്തരായി. പക്ഷേ തിരുവായ്ക്കെതിരുവായില്ലെന്ന രാജനീതി അവരുടെ വായ് അടക്കിക്കളഞ്ഞു. അവസാനകാലം ജനങ്ങളുടെ വെറുപ്പിനും ശാപത്തിനും ഇരയായി ആ രാജാവ് മരിച്ചു. ഇതുതന്നെ തക്കം എന്നു കരുതി യുവാവ് പ്രധാനമന്ത്രിയെയും മറ്റു ഉദ്യോഗസ്ഥ പ്രമുഖരെയും തൻ്റെ പ്രലോഭനങ്ങളിൽ മയക്കി സ്വയം രാജാവായി. ഈജിപ്തിൻ്റെ പുതിയ രാജാവ് അയാളായിരുന്നു ഫിർഔൻ. രാജാവായ ഫിർഔൻ അതുവരെ കണ്ടതിൻ്റെ 10 മടങ്ങ് ദുഷ്ടനായി രൂപം പ്രാപിച്ചു. അയാളെ വിശ്വസിച്ചുകൊണ്ട് ഭരണത്തിലേറ്റിയ മന്ത്രിയെയും ഉദ്യോഗസ്ഥന്മാരെ പോലും തഴഞ്ഞു. പ്രധാനമന്ത്രിയെ നീക്കി പകരം തൻ്റെ ആദ്യ സഹായിയായ ഹാമാനെ പ്രധാനമന്ത്രിയാക്കി. തനിക്കതീതമായി ഭൂമിയിൽ ഒന്നും ഉണ്ടാകരുത്. ഫിർഔൻ്റെ അഹങ്കാരം അത്രത്തോളം വളർച്ച പ്രാപിച്ചു. രാജ്യത്തുള്ളവരെല്ലാം തൻ്റെ പരിധിക്കുള്ളിൽ ജീവിക്കണം. തന്നെ അനുസരിച്ചാൽ മാത്രം പോരാ, ആരാധിക്കണം എന്നുവരെ അയാൾ ശഠിച്ചു. അന റബ്ബുക്കുമുൽ അഅ്ല, ഞാനാണ് നിങ്ങളുടെ വലിയ റബ്ബ് എന്ന് പോലും അയാൾ പറഞ്ഞു കളഞ്ഞു. മൂഢരും ഉദരപൂരണം മാത്രം ജീവിത ലക്ഷ്യമാക്കിയവരും രാജാവിനെ അന്ധമായി അനുസരിച്ചു. എന്നാൽ ബനു ഇസ്രായേൽക്കാർ അതിനു തയ്യാറായില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകനായിരുന്ന യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് ഇസ്രായേൽ എന്നൊരു പേരുകൂടി ഉണ്ടായിരുന്നു. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്തതികളെയാണ് ബനു ഇസ്രായേൽ എന്ന് വിളിച്ചു വരുന്നത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഈജിപ്തിലെ രാജാവായതിനു ശേഷം യാക്കൂബ് നബി അലൈഹി ഇസ്ലാമും സന്തതികളും ഷാമിൽ നിന്ന് അവിടെ വന്ന് കുടിയേറി പാർത്തിരുന്നു. രാജാവ് രാജാവായാൽ മതി, ഇലാഹാകാൻ വരേണ്ട, അതായിരുന്നു ബനു ഇസ്രായേലിയരുടെ വാദം. പ്രവാചക സന്തതികളിൽപ്പെട്ട അവർ സർവ്വലോക സംരക്ഷകനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിച്ചു. അവരുടെ എല്ലാ കാര്യങ്ങളും റബ്ബുൽ ആലമീനായ തമ്പുരാനിൽ ഭരമേൽപ്പിച്ചു. ഫിർഔൻ്റെ അനധികൃതമായ ആജ്ഞകൾ സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. അത് രാജാവിനെ രോഷാകുലനാക്കി. എന്നെ ധിക്കരിക്കുകയോ? ഇല്ല, ഇതൊരിക്കലും പൊറുപ്പിച്ചു കൊടുക്കുകയില്ല. പിന്നീട് അങ്ങോട്ടുള്ള നീക്കം മർദ്ദനത്തിലൂടെയായിരുന്നു. ബനു ഇസ്രായേൽക്കാരെ രാജാവ് കഠിനമായി മർദ്ദിച്ചു. ചിലരെ നാടുകടത്തി. മറ്റു ചിലർക്ക് മരണശിക്ഷ പോലും നൽകാൻ ആ അഹങ്കാരി മടിച്ചില്ല. ഇസ്രായേൽ സന്തതികളെ കൊണ്ട് അയാൾ അടിമകളെപ്പോലെ വേലയെടുപ്പിച്ചു. ഇല്ലാത്ത കുറ്റങ്ങൾ ആരോപിച്ച് കാരാഗൃഹത്തിലടച്ചു. അങ്ങനെ ആ ഭീകരഭരണം തുടർന്നുകൊണ്ടിരുന്നു. രാജാവിൻ്റെ അമിതമായ ഇസ്രായേലി വിരോധം കൊണ്ട് ഒരവസരത്തിൽ മന്ത്രി ഹാമാൻ പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, പ്രവാചക സന്തതികളിൽപ്പെട്ടവരാണ് ബനു ഇസ്രായേൽക്കാർ. അവർ കാലാകാലങ്ങളായി ആരാധിച്ചു പോന്നിരുന്ന ഏക ഇലാഹിനെ ഉപേക്ഷിക്കാൻ ഒറ്റയടിക്ക് പറയുന്നത് ബുദ്ധിമോശമല്ലേ? അവരെ നയപരമായി സമീപിച്ച് ക്രമേണ വളച്ചെടുക്കുകയല്ലേ ബുദ്ധി? അതിന് മറുപടിയായി ഫിർഔൻ പറഞ്ഞു, പ്രവാചകന്മാരെക്കുറിച്ചും ഏക ഇലാഹിനെക്കുറിച്ചും ജനങ്ങൾക്കുള്ള അറിവാണ് എല്ലാം അവതാളത്തിലാക്കുന്നത്. അതുകൊണ്ട് മേലിൽ അത്തരം വിദ്യാഭ്യാസം നമ്മുടെ രാജ്യത്ത് പാടില്ല. ഉടൻ വിളംബരം ചെയ്യുക. നിമിഷങ്ങൾക്കകം രാജകൽപ്പന നടപ്പിലായി. അന്നു മുതൽ മതവിജ്ഞാനം നിഷിദ്ധമാക്കപ്പെട്ടു. ഫിർഔനല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിക്കുന്നത് തടയപ്പെട്ടു. ക്രമേണ ജനങ്ങളിൽ ഏക ഇലാഹിനെക്കുറിച്ചുള്ള അറിവ് ഇല്ലാതായി. അറിയുന്നവർക്ക് തന്നെ പരസ്യമായി തങ്ങളുടെ റബ്ബിന് ആരാധന ചെയ്യുവാൻ നിർവാഹമില്ലാതായി. എന്നിട്ടും സത്യവിശ്വാസികളായ ബനു ഇസ്രായേൽക്കാർ അയാളോട് എതിരിട്ടു നിന്നു. പലരും അയാളുടെ മർദ്ദനങ്ങളേറ്റ് ഷഹീദായി. ഖിബ്തികളുടെ രാജാവിൻ്റെ ഇഷ്ടജനങ്ങളായിരുന്നു. കാരണം അവർ ഒരു സംശയവും കൂടാതെ ഫിർഔൻ്റെ ആജ്ഞകൾ ശിരസാവഹിച്ചു. അവനെ ദൈവത്തെപ്പോലെ പൂജിച്ചു. അയാളുടെ കൽപ്പനയ്ക്ക് വിധേയമായി ഇസ്രായേല്യരെ മർദ്ദിച്ചു. കാണുന്നിടത്ത് വെച്ചെല്ലാം പരമാവധി ദ്രോഹിച്ചു. ബനു ഇസ്രായേൽക്കാർ എല്ലാ മർദ്ദനവും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ക്ഷമിച്ചു. ആഴ്ചകളും മാസങ്ങളുമായി കാലം ഒരുപാട് കഴിഞ്ഞുപോയി. നരകയാതനയിൽ കിടന്ന് ബനു ഇസ്രായേൽക്കാർ പിടഞ്ഞു. അവരുടെ മോക്ഷം എവിടെയാണ്? അവർക്കൊരു വിമോചകൻ വരുന്നതെന്നാണ്? ഫിർഔൻ്റെ ആധിപത്യം തകരുന്നതെന്നാണ്? നമുക്ക് കാത്തിരിക്കാം. ബൈത്തുൽ മുഖദ്ദസ് വിശുദ്ധ ഖിബലയല്ലേ കാണുന്നത്? അതെ, ഖിബല തന്നെ. അതിൽ നിന്നും വലിയൊരു പ്രകാശഗോളം ഉയരുന്നു. അതൊരു തീഗോളമായി ഉയർന്നു വരികയാണ്. ഇതാ ഇങ്ങോട്ട്
തൻ്റെ കൊട്ടാരത്തിൻ്റെ മുകളിലേക്ക്. ഒരു നിമിഷം ആ വലിയ അഗ്നികുണ്ഡം കൊട്ടാരത്തിന്മേൽ ആഞ്ഞു പതിച്ചു. എങ്ങും തീജ്വാലകൾ ആളിപ്പടർന്നു. തീജ്വാലയേറ്റ് ഫിർഔൻ ചാടി പിടഞ്ഞെഴുന്നേറ്റു. എന്ത്, താൻ സ്വപ്നം കാണുകയായിരുന്നോ? അയാൾ ശരീരത്തിൽ മെല്ലെ നുള്ളി നോക്കി. ഉണ്ട്, നോവുന്നുണ്ട്. താൻ ഉണർന്നിരിക്കുന്നു. ഇതുവരെ കണ്ടത് സ്വപ്നമാണ്. വീരശൂര പരാക്രമിയായ ഫിർഔനെ എന്തെന്നില്ലാത്തൊരു ഭയം വലയം ചെയ്തു. എന്തായിരിക്കും ഈ സ്വപ്നത്തിൻ്റെ പൊരുൾ? എത്ര ചിന്തിച്ചിട്ടും അയാൾക്ക് പിടികിട്ടിയില്ല. വളരെ കാലമായി താൻ ഈജിപ്തിൻ്റെ ചക്രവർത്തിയായിട്ട് മറ്റുള്ളവരെ ഭയപ്പെടുത്തുകയല്ലാതെ തനിക്ക് ഭയപ്പെടേണ്ട ഒരവസരം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ സ്വപ്നം തന്നെ ഭയപ്പെടുത്തുകയോ? പോട്ടെ, സാരമില്ല. അയാൾ അത് നിസ്സാരമാക്കാൻ ശ്രമിച്ചു. തൻ്റെ ദൗർബല്യമാണെന്ന് തെറ്റിദ്ധരിക്കുമെന്നോർത്ത് രഹസ്യ സൂക്ഷിപ്പുകാരനായ മന്ത്രിയോട് പോലും അത് പറഞ്ഞില്ല. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അയാൾ അത് മറന്നു. അന്നും പതിവ് പോലെ രാജാവ് സുഖനിദ്രയിൽ ലയിച്ചു. ഉറക്കത്തിൽ മറ്റൊരു സ്വപ്നം കൂടി അയാൾ കണ്ടു. ഉഗ്രരൂപിയായ ഒരു വിഷസർപ്പം ബനു ഇസ്രായേൽക്കാരുടെ താവളത്തിൽ നിന്നാണ് അതിൻ്റെ ആവിർഭാവം. സർപ്പം രാജകൊട്ടാരത്തിലേക്ക് ഓടിയെടുക്കുന്നു. യാതൊരു സംശയവും കൂടാതെ സിംഹാസനത്തിൽ കയറിയിരിക്കുന്നു. രണ്ടാമത്തെ സ്വപ്നം കൂടിയായപ്പോൾ ഫിർഔന്റെ ഹൃദയം വല്ലാതെ പിടച്ചു. തുടരെ കണ്ട ഈ സ്വപ്നങ്ങൾ തൻ്റെ ഭാവിയെക്കുറിച്ച വല്ല സൂചനയുമായിരിക്കുമോ? പിന്നീട് അയാൾക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. അയാൾ ഹാമാനെ വിളിച്ച് കിനാവിൻ്റെ വ്യാഖ്യാനം പറയുന്ന പണ്ഡിതന്മാരെ ക്ഷണിച്ചു വരുത്താൻ ഉത്തരവിട്ടു. നിമിഷങ്ങൾക്കകം രാജ്യത്തുള്ള സ്വപ്ന വ്യാഖ്യാതാക്കളെല്ലാം ദർബാറിൽ എത്തിച്ചേർന്നു. ഫിർഔൻ താൻ കണ്ട സ്വപ്നങ്ങളെക്കുറിച്ച് അവരോടുണർത്തി. അവിടെ സന്നിഹിതരായ പണ്ഡിതന്മാരെല്ലാം അതിനെക്കുറിച്ച് കൂലങ്കുഷമായി ചിന്തിച്ചു. അവസാനം എല്ലാവരും ഒരേ നിഗമനത്തിലെത്തി. കാര്യം ഗൗരവമുള്ളതാണ്. രാജാവിനെ സംബന്ധിച്ചിടത്തോളം ആപൽക്കരവും. തിരുസന്നിധിയിൽ അക്കാര്യം എങ്ങനെ വെളിപ്പെടുത്തും, എങ്ങനെ വെളിപ്പെടുത്താതെയിരിക്കും? ആ ശാസ്ത്രപടുക്കന്മാർ ആകെ ചിന്താക്കുഴപ്പത്തിലായി. അവസാനം അവരിൽ ഏറ്റവും പ്രായം ചെന്ന ഒരാൾ ഭയത്തോടു കൂടിയാണെങ്കിലും ധൈര്യം അവലംബിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: അഭിമന്യരായ മഹാരാജാവേ, അങ്ങ് കണ്ട സ്വപ്നങ്ങൾ വളരെ അർത്ഥവ്യാപ്തിയുള്ളതാണ്. വരാൻ പോകുന്ന സംഭവത്തെക്കുറിച്ച് മുന്നറിയിപ്പ് തന്നില്ലെങ്കിൽ ഞങ്ങൾ കുറ്റക്കാരാകുമല്ലോ എന്നോർത്ത് പറയുകയാണ്. അങ്ങ് ശ്രദ്ധിച്ചു കേൾക്കണം. ബനു ഇസ്രായേൽക്കാരിൽ നിന്ന് ഒരു സന്തതി ജനിക്കാൻ പോകുന്നു. ആ കുട്ടി വലുതായാൽ അങ്ങയുടെ സിംഹാസനത്തിനുടമയാകും. സ്വപ്നവ്യാഖ്യാതാവിൻ്റെ പ്രഖ്യാപനം രാജാവിനെ കൂടുതൽ ഭയാകുലനാക്കി. ഈ ദുരവസ്ഥയിൽ നിന്ന് മോചനം നേടുവാൻ എന്താണൊരു പോംവഴി? മണിക്കൂറുകളോളം അയാൾ ചിന്തിച്ചു. രാജ്യത്തെ കിടിലം കൊള്ളിച്ച ചക്രവർത്തിക്ക് മനസ്സമാധാനവും ഉറക്കവും നഷ്ടപ്പെട്ടു. തൻ്റെ പ്രശ്നത്തിന് പരിഹാരമെന്ത് എന്ന് ചിന്തിച്ചയാൾ നാളുകൾ തള്ളി നീക്കി. അങ്ങനെയിരിക്കെ വീണ്ടും അതാ മറ്റൊരു സ്വപ്നം. 2 വൻവടവൃക്ഷങ്ങൾ. അവ ആകാശം മുട്ടെ വളരുകയാണ്. ലോകം മുഴുവൻ ആ മരങ്ങളുടെ മറവിൽ അദൃശ്യമായി. ഇതും കൂടിയായപ്പോൾ ഫിർഔന്റെ മനസ്സാന്നിധ്യം നഷ്ടപ്പെട്ടു. അയാൾ വീണ്ടും സ്വപ്ന വ്യാഖ്യാതാക്കളുടെ സഹായം തേടി. മുമ്പത്തെ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനത്തിന് ഒന്നുകൂടി അടിവരയിടുന്നതായിരുന്നു ഇപ്പോഴത്തെ അവരുടെ വ്യാഖ്യാനം. അവർ പറഞ്ഞു: തിരുമേനി, ജനിക്കാൻ പോകുന്ന ഒരു ഇസ്രായേൽ സന്തതിയാണ് അങ്ങയുടെ സ്വപ്നങ്ങൾക്ക് കാരണം. ആസന്ന ഭാവിയിൽ അവൻ പിറവിയെടുക്കും. ആ കുഞ്ഞ് അങ്ങേക്ക് ഭീഷണിയാണ്. ഒരിടിനാദം പോലെയാണ് വ്യാഖ്യാതാക്കളുടെ വാക്കുകൾ രാജാവിൻ്റെ കാതിൽ പതിച്ചത്. അദ്ദേഹം വിയർത്തുകുളിച്ച് പരവശനായി ചോദിച്ചു: ആ കുഞ്ഞിൻ്റെ ജനനത്തിന് ഇനി എത്ര കാലതാമസമുണ്ട്? 10 മാസം മാത്രം. 2-3 ദിവസങ്ങൾക്കകം മാതാവ് അവനെ ഗർഭം ധരിക്കും. ആ വാക്കുകൾ മുഴുവൻ കേൾക്കാനുള്ള കരുത്ത് ഫിർഔനിനുണ്ടായിരുന്നില്ല. കേവലം 3 ദിവസം മാത്രം. അതിനുള്ളിൽ ആ ബീജം ഗർഭപാത്രത്തിലേക്ക് പ്രവഹിക്കപ്പെടും. ഇല്ല, അത് പാടില്ല. തൻ്റെ നിലനിൽപ്പിന് അത് തടഞ്ഞേ തീരൂ. ആരവിടെ? രാജാവ് കിങ്കരന്മാരെ വിളിച്ചു. നിമിഷങ്ങൾക്കകം അയാളുടെ ഏതാജ്ഞയും നിർവഹിക്കാൻ വേണ്ടി ഭടന്മാർ അണിനിരന്നു. ഇന്നു മുതൽ ഈ രാജ്യത്ത് ഒരൊറ്റ ഇസ്രായേൽ സന്തതിയും തൻ്റെ ഭാര്യയെ സമീപിച്ചുകൂടാ. ഇതിന് വിപരീതം പ്രവർത്തിക്കുന്നവൻ്റെ തല ഉടലിൽ കാണുകയില്ല. ഈ കൽപ്പന ഉടൻ നാടൊട്ടുക്കും അറിയിക്കട്ടെ. രാജകൽപ്പന കേൾക്കേണ്ട താമസം ഭടന്മാർ നാനാഭാഗത്തേക്കും ഓടി. വിരോധാഭാസമെന്ന് തോന്നിയേക്കാവുന്ന ഈ രാജകൽപ്പന പെരുമ്പറകുട്ടി അറിയിച്ചു. ബനു ഇസ്രായേൽക്കാർ ഭയന്നു വിറച്ചു. അവരെല്ലാം തങ്ങളുടെ ഭാര്യമാരെ വിട്ട് മാറിക്കിടന്നു. എന്നിട്ടെന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അലംഘനീയമായ വിധിയെ മറികടക്കാൻ സാധിച്ചുവോ? കലീമുല്ലാഹ് എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്ന മഹാപ്രവാചകനാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ 7-ാമത്തെയും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ 26-ാമത്തെയും പൗത്രനാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പുത്രൻ, ലാവയുടെ മകൻ, ആദിറിൻ്റെ മകൻ, ലാഹബിൻ്റെ മകൻ ഇമ്രാനാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിതാവ്.
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിൻ്റെ ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പ് BC 1527 1407 ഇടക്കാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതകാലം. കലീമുള്ള എന്ന സ്ഥാനപ്പേരുള്ള മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശുദ്ധ ഖുർആനിൽ 136 സ്ഥലങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചരിത്രത്തിലേക്ക് വരാം. രാജകൽപ്പന അതെത്ര വിഷമകരമായാലും അനുസരിക്കുകയെ പ്രജകൾക്ക് നിർവാഹമുള്ളൂ. അതുകൊണ്ട് തന്നെ മാനുഷിക വികാരങ്ങൾ അടക്കിവെച്ച് പ്രേമഭാജനങ്ങളെ വേർപിരിഞ്ഞ് ഇസ്രായേൽ സന്തതികൾ രാവുകൾ കഴിച്ചുകൂട്ടി. ആ കൽപ്പന പുറപ്പെടുവിച്ച 3-ാം ദിവസം സമയം പാതിരാ കഴിഞ്ഞു. രാജകൽപ്പനയെ ആരെങ്കിലും മറികടക്കുന്നുണ്ടോ എന്നറിയാൻ ഭടന്മാർ 4 പാടും റോന്തു ചുറ്റുന്നുണ്ടായിരുന്നു. ലോകമൊട്ടുക്കും സുഖനിദ്രയിൽ അമർന്നു കഴിഞ്ഞിട്ടും അവർ ജാഗരൂകരായി ചുറ്റിക്കറങ്ങുകയാണ്. കറുത്ത കരിമ്പിടം കൊണ്ട് മൂടിയ ഒരു രൂപം നമുക്ക് ആ രൂപത്തെ പിന്തുടരാം. അത് നടന്നു പോകുന്നത് നേരെ രാജകൊട്ടാരത്തിലേക്കാണല്ലോ. റോന്തു ചുറ്റുന്ന ഭടന്മാരൊന്നും അതിനെ കാണുന്നില്ലെന്നോ? ആ രൂപം നടന്ന് കൊട്ടാരവാതിലിലെത്തി. അത്ഭുതം! വാതിൽ അതിന് നേരെ മലർക്കെ തുറക്കപ്പെടുന്നു. അവിടെയും കാവൽക്കാരുണ്ട്. പക്ഷേ അവരെല്ലാം ഒരുതരം മോഹനിദ്രയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ആ രൂപം നടന്ന് മഹാരാജ് ശയിക്കുന്ന അന്തഃപുരവാതിക്കലെത്തി. അവിടെയുള്ളവരും നിദ്രയിൽ തന്നെ. ഇരിക്കുന്നവരും നിൽക്കുന്നവരും നടക്കുന്നവരും കിടക്കുന്നവരും ഒരുപോലെ ഗാഠനിദ്രയിൽ അകപ്പെടാൻ എന്താവാം കാരണം? വന്ന രൂപം വല്ല മാന്ത്രിക ശക്തിയുമുള്ള ആളായിരിക്കുമോ? ആവോ, കാത്തിരുന്ന് കാണാം. എന്നാൽ അവിടെ കണ്ടതിന് വിപരീതമായി ഒരാൾ മാത്രം ഉണർന്നിരിക്കുന്നു. കരിമ്പിടത്തിൽ പൊതിഞ്ഞ ആ രൂപം അയാളെ സമീപിച്ചു. പുതച്ച് മൂടിയിരുന്ന കരിമ്പിടം എടുത്തുമാറ്റി. ഇപ്പോൾ അയാളെപ്പോലെ നമ്മൾ അത്ഭുതപ്പെട്ടു പോയി അല്ലേ? സുന്ദരിയ ഒരു തരുണീമണി. പിന്നെ പറയാനുണ്ടോ? നിമിഷനേരം കൊണ്ട് എല്ലാം സംഭവിച്ചു. ആരായിരുന്നവർ? ഫിർഔൻ്റെ അംഗരക്ഷകനായ ഇമ്രാൻ. അയാൾ ഇസ്രായേൽ സന്തതിയാണ്. തൻ്റെ ഭാര്യയെ കാണാൻ അത്യധികം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അയാൾ. അപ്പോഴാണ് ആ സ്ത്രീ അങ്ങോട്ട് കയറി വന്നത്. അച്ഛൻ നിശ്ചയിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് തന്നെ. വന്നത് അയാളുടെ ഭാര്യയായിരുന്നു. അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത അഭിലാഷം, ഭർത്താവിനെ കാണണം, അദ്ദേഹത്തോടൊന്നിച്ച് കഴിയണം. മറ്റൊരു വിചാരം അവർക്കുണ്ടായിരുന്നില്ല. രാജകൽപ്പനയുണ്ട്, അത് ധിക്കരിച്ചാൽ മരണമാണ് ഫലം. അതൊന്നും അപ്പോൾ ആ മഹതി ചിന്തിച്ചില്ല. അവർ എഴുന്നേറ്റ് നേരെ രാജധാനിയിലേക്കു നടന്നു. ഒരു പ്രതിബന്ധവും അവർക്കു നേരെയുണ്ടായിരുന്നില്ല. ഭർത്താവിനെ കണ്ടു കൂടെ ക്ഷയിച്ചു. പരിശുദ്ധമായ ആ ബീജം തൻ്റെ ഉദരത്തിലേക്ക് ഏറ്റുവാങ്ങി. അഹംഭാവിയായ ഫിർഔൻ്റെ അന്തകൻ ബീജാഭാവം നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനംഘനീയമായ വിധി. അത് തടയാൻ കഴിയുന്ന ഏത് ഫിർഔന്മാരാണ് ലോകത്ത് ജനിച്ചത്, ഇനി ജനിക്കുന്നത്? തൻ്റെ കൽപ്പന ധിക്കരിക്കപ്പെടുന്നുണ്ടോ? അതറിയാൻ ഫിർഔന് വലിയ ആകാംക്ഷയുണ്ടായിരുന്നു. കൽപ്പന കൊടുത്ത ദിവസം തൊട്ടടുത്ത ദിവസം അയാൾ കൊട്ടാരം ജ്യോത്സ്യരെ കൊണ്ട് പ്രശ്നം വപ്പിച്ചു. ഇല്ല, രാജകൽപ്പന ധിക്കരിക്കപ്പെട്ടിട്ടില്ല. ഫിർഔൻ സന്തോഷമായി. ഇനിയൊരു ദിവസവും കൂടി, അത് കഴിഞ്ഞാൽ ഭയപ്പെടേണ്ടതില്ല. അങ്ങനെ 3-ാം ദിവസം കഴിഞ്ഞു. 4-ാം ദിവസം വീണ്ടും രാജാവ് ജ്യോത്സ്യനെ വിളിപ്പിച്ചു. അയാൾ പ്രശ്നം വെച്ചു. അലംഘനീയമായ ആ വിധി നടക്കപ്പെട്ട സത്യം അറിഞ്ഞു. ജ്യോത്സ്യൻ വളരെ വിനയത്തോടെ പറഞ്ഞു, മഹാരാജാവേ, ഇത്രയൊക്കെ സൂക്ഷിച്ചിട്ടും നാം ഭയപ്പെട്ടത് സംഭവിച്ചിരിക്കുന്നു. എങ്ങനെയാണെന്നറിയില്ല. ആ കുഞ്ഞിൻ്റെ ബീജം മാതാവിൻ്റെ ഉദരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. കോപവും ഭയവും നൈരാശ്യവും എല്ലാം കൂടി രാജാവിനെ തളർത്തി. പല്ലുകൾ കൂട്ടിയുറുമ്മി, കാലുകൾ നിലത്തടിച്ച് കോപം പ്രകടിപ്പിച്ചു. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടോ? താനിങ്ങനെ ചഞ്ചലനായിക്കൂടാ. പ്രായോഗിക നടപടികളാണ് കണ്ടുപിടിക്കേണ്ടത്. അയാൾ ചിന്തിച്ചു. ചിന്തയിൽ ക്രൂരമൊരാശയം ഉടലെടുത്തു. നിരപരാധികളെ, അതും വെറും പിഞ്ചോമനകളെ കൊലക്ക് കൊടുക്കുന്ന നിഷ്ഠൂരമായ ഒരു ഉത്തരവ് അയാൾ പുറപ്പെടുവിച്ചു. ബനു ഇസ്രായേൽക്കാരിൽ ഇന്നു മുതൽ ജനിക്കുന്ന ഒരൊറ്റ ആൺകുഞ്ഞിനെയും ജീവിക്കാൻ അനുവദിക്കരുത്. കറുപ്പും വെളുപ്പും തിരിച്ചറിയാത്ത, നിഷ്കളങ്കരായ, കാലിലെ ചുവപ്പ് മാറാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ നിഷ്കരണം അറുകൊല ചെയ്യുവാൻ ഉത്തരവ് കൊടുത്ത ഫിർഔൻ്റെ പൈശാചിക മനോഭാവം ഹൃദയമുള്ളവരെ ഒന്നടങ്കം കരയിച്ചു. അന്നു മുതൽ രാജഭടന്മാർ ഓരോ വീടും കയറിയിറങ്ങി. ആരെല്ലാമാണ് ഗർഭിണികൾ എന്ന് മനസ്സിലാക്കി വെച്ചു. ഓരോരുത്തരും പ്രസവിക്കാൻ ഏകദേശം അടുക്കുമ്പോൾ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കും. പ്രസവിച്ച ഉടനെ ആൺകുട്ടിയാണെങ്കിൽ നിഷ്കരണം അതിൻ്റെ ശിരസ്സറുക്കും. അതിനിടെ ഫിർഔൻ പുതിയൊരു ഉത്തരവ് കൂടി പുറപ്പെടുവിച്ചു. പ്രസവിച്ച ഉടനെ സ്വന്തം മക്കളെ രാജസന്നിധിയിലെത്തിച്ചാൽ അങ്ങനെയുള്ള മാതാക്കൾക്ക് തക്കതായ പ്രതിഫലം നൽകുന്നതാണ്. ദാരിദ്ര്യത്തിൽ നട്ടം തിരിയുന്ന പലരും ഈ കൽപ്പനയ്ക്ക് വിധേയരായി സ്വന്തം പിഞ്ചോമനകളെ രാജാവിന് കാഴ്ചവെച്ചു.
ദിവസങ്ങൾക്കകം തന്നെ ആയിരക്കണക്കിന് ചോരക്കിടങ്ങൾ അയാളുടെ ഉത്തരവിനിരയായി. ഒരു കൊലപാതകം കാണേണ്ടി വരുമെന്നതിന് ഭയന്ന് പല ദമ്പതികളും പരസ്പരം സമ്പർക്കം തന്നെ വേണ്ടെന്ന് വെച്ചു. ഗർഭം ധരിച്ച മാതാക്കന്മാർ ഭയന്ന് വിറച്ചു. അവർ പല നിലയിലും ഒളിച്ചു കഴിഞ്ഞുകൂടി. എത്രയൊക്കെ ഒളിപ്പിച്ചാലും രാജാവിൻ്റെ ചാരന്മാർ അത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് സ്വന്തം പൊന്നോമന മക്കളെ കൊലക്കളത്തിലേക്ക് എറിഞ്ഞു കൊടുത്തു അലമുറയിടാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ. 10,000 കൊലക്ക് കൊടുത്തിട്ടെന്താ, ഫിർഔൻ ഭയപ്പെട്ടത് സംഭവിച്ചിരിക്കുന്നു. അവൻ്റെ പേടി സ്വപ്നം ഒരു വെള്ളി നക്ഷത്രമായി ഉദയം ചെയ്തിരിക്കുന്നു. രാജകൊട്ടാരത്തിലെ രഹസ്യ സമ്പർക്കത്തിൽ നിന്ന് ഇമ്രാൻ്റെ ഭാര്യ യുഹാനിദ് ഗർഭിണിയായി. മാസങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നു. ഗർഭസ്ഥ ശിശു വളരുകയാണ്. എങ്കിലും സാധാരണ സ്ത്രീകളെ പോലെ അവരുടെ വയറിന് ഒരു രൂപഭേദവും ഉണ്ടായില്ല. ഓരോ ദിവസം ഭീതിയോടെയാണ് ആ മഹിള തള്ളി നീക്കുന്നത്. വേട്ടനായ്ക്കളെപ്പോലെ ഓടി നടക്കുന്ന രാജഭടന്മാർ. അവരെങ്ങാനും ഈ രഹസ്യം കണ്ടുപിടിച്ചാൽ തൻ്റെ പൊന്നോമനെ ഗളച്ഛേദം ചെയ്യുന്നത് സഹിക്കാൻ ഒരിക്കലും തനിക്കാവില്ല. അതിനു മുമ്പ് മരിച്ചാലും തരക്കേടില്ല. ദിവസങ്ങൾ പിന്നെയും നീങ്ങി. യുഹാനിദിന് പ്രസവ വേദന തുടങ്ങി. നിമിഷങ്ങൾക്കകം അവർ സുന്ദരനായ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. ശപിക്കപ്പെട്ട ഫിർഔന്റെ ക്രൂരതകളിൽ നിന്ന് ഇസ്രായേൽ സന്തതികൾക്ക് രക്ഷയാകാനുള്ള വിമോചകൻ പിറന്നു വീണു. ബീവിയുടെ ഭയം ഇരട്ടിച്ചു. പൂർണ്ണചന്ദ്രനെ പോലെ പുഞ്ചിരി തൂക്കുന്ന തങ്കക്കുടത്തിൻ്റെ മുഖത്തേക്ക് നോക്കും തോറും അവരുടെ ഹൃദയത്തിൽ തീയാളി. അല്ലാഹുവേ, എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ നീ മാത്രമേയുള്ളൂ. അവർ ഇടയ്ക്കിടെ സർവശക്തനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ബീവിയുടെ പ്രാർത്ഥനയുടെ ഫലം രാജകിങ്കരന്മാരൊന്നും അങ്ങോട്ടെത്തി നോക്കിയില്ല. അവർ മനസ്സമാധാനത്തോടെ ഇരിക്കുന്ന അവസരത്തിൽ പെട്ടെന്നൊരു ദിവസം കുറേ ഭടന്മാർ അങ്ങോട്ട് കയറി വന്നു. പെട്ടെന്ന് എന്തെങ്കിലും പ്രവർത്തിച്ചില്ലെങ്കിൽ അവർ പൊന്നോമന മകനെ കണ്ടുകളയും. അതോർത്ത് ആ മാതാവിൻ്റെ ഉള്ളം പിടഞ്ഞു. നാഥാ, എൻ്റെ കുഞ്ഞിനെ കാത്തുകൊള്ളണമേ. അത്രയും പറഞ്ഞ് ഒരു തുണിക്കഷ്ണത്തിൽ പൊതിഞ്ഞ് തൻ്റെ പൊന്നിൻകട്ടയെ അവർ ആളിക്കൊണ്ടിരുന്ന അടുപ്പിലേക്കിട്ടു. കുന്തം പോയാൽ കുടത്തിലും തിരയണം. പക്ഷേ കുട്ടികളെ ആരും അടുപ്പിൽ തിരയാറില്ലല്ലോ. ആ വീട്ടിൽ ഒരു പ്രസവം നടന്നിരിക്കുന്നു എന്ന വാർത്ത രാജകിങ്കരന്മാർ എങ്ങനെയോ മണത്തറിഞ്ഞിരിക്കുന്നു. രക്തത്തിന് കൊതിക്കുന്ന കുലക്കത്തിയുമായി അതറിഞ്ഞയുടനെ ആ ശിലാഹൃദയർ അങ്ങോട്ടോടിയെടുത്തതാണ്. അടുപ്പല്ലാത്ത എല്ലാ സ്ഥലവും നോക്കി, കണ്ടില്ല. തങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. രാജാവിൻ്റെ ഇഷ്ടത്തോയനായ ഇമ്രാനെ രാജാവിൽ നിന്നും അകറ്റുവാൻ ഈ വാർത്ത ആരോ കെട്ടിച്ചമച്ചതാണ് എന്ന് വിചാരിച്ച് ആ ഭടന്മാർ ഇമ്രാൻ്റെ വസതിയിൽ നിന്ന് നിരാശയോടെ ഇറങ്ങിപ്പോയി. ഭടന്മാർ കണ്ണിൽ നിന്ന് മറയേണ്ട താമസം. ബീവി അടുപ്പിലേക്കോടി. എന്തൊരു സാഹസമാണ് താൻ കാണിച്ചത്! രാജഭടന്മാരെ കണ്ടപ്പോൾ മുന്നും പിന്നും നോക്കിയില്ല. തോന്നിയത് ചെയ്തു. അത്ര തന്നെ. സ്വന്തം മുന്നിൽ വെച്ച് കുഞ്ഞിനെ കഴുത്തിറക്കുന്നത് കണ്ടു നിൽക്കുന്നതിലും ഭേദം തീയിൽ ഇടുക തന്നെ. അങ്ങനെയാണ് അത് ചെയ്തത്. ഇപ്പോൾ സുബോധം തിരിച്ചു കിട്ടി. പിന്നെ ഒരോട്ടമായിരുന്നു. ആളിക്കത്തുന്ന തീ വകവെക്കാതെ കുഞ്ഞിനെ വാരിയെടുത്തു. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം. കുഞ്ഞിന് ഒരു പോറലുപോലും ഏറ്റിട്ടില്ല. അത് പുഞ്ചിരി തൂകി ഒന്നും അറിയാതെ കിടക്കുകയായിരുന്നു. ഒരു അഗ്നിപരീക്ഷണത്തിൽ നിന്ന് തൽക്കാലം രക്ഷ പ്രാപിച്ചിരിക്കുകയാണ്. ഇനി എത്ര പരീക്ഷണങ്ങൾക്ക് വിധേയരാകണം. ഈ കുഞ്ഞെന്ന് വളർന്ന് വലുതാകാൻ അതോർത്ത് ആ മാതാപിതാക്കളുടെ ഹൃദയം നീറി. രാവും പകലും ഒരേ ചിന്ത. കുഞ്ഞിൻ്റെ ജീവനെക്കുറിച്ചുള്ള ഉത്കണ്ഠ. എപ്പോഴാണ് ഏത് ഭാഗത്തു നിന്നാണ് ആപത്ത് വന്നു ചേരുക എന്നറിയാത്തതിലുള്ള പേടി. പേടിയോടെ ഉത്കണ്ഠയോടെ ആ മാതാവ് പ്രാർത്ഥിച്ചു. സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന അല്ലാഹുവേ, നിൻ്റെ അപാരമായ അനുഗ്രഹം ഇതുവരെയും എൻ്റെ പൊന്നുമോനെ രക്ഷിച്ചു. ദിവസവും ഇങ്ങനെ തീ തിന്ന് ജീവിക്കാൻ എനിക്കാവില്ല. കുഞ്ഞിനെ ശാശ്വതമായി രക്ഷിക്കുവാൻ ഒരു മാർഗം നീ കാണിച്ചു തരണമേ. ബീവിയുടെ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ പ്രത്യക്ഷപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന അവരെ അറിയിച്ചു. ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അത്ര കണ്ട് ഭയപ്പെടുന്നുവെങ്കിൽ അതിനെ പെട്ടിയിലാക്കി നൈൽ നദിയിൽ ഒഴുക്കിക്കളയുക. നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടുകയോ വ്യസനിക്കുകയോ ചെയ്യേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുഞ്ഞിനെ നിങ്ങൾക്ക് തിരിച്ചു നൽകുമെന്ന് മാത്രമല്ല, അവൻ്റെ പ്രവാചകന്മാരിൽ ആ കുട്ടിയെ ഉൾപ്പെടുത്തുക കൂടി ചെയ്യുന്നതാണ്. സന്തോഷം സന്താപം രണ്ടും കൂടി ഒത്തുചേർന്ന ഒരു സമ്മിശ്ര വികാരമാണ് ബീവിയിൽ ആ വചനങ്ങൾ കേട്ടപ്പോൾ ഉണ്ടായത്. ആറ്റുനോറ്റുണ്ടായ പൊന്നോമനെ ഭീകരരൂപിയായ നൈൽ നദിയുടെ വേരിമാറിലേക്ക് ഒഴുക്കുക. ഓർക്കും തോറും ഭയം. പക്ഷേ സർവശക്തൻ്റെ കൽപ്പനയാണ്, അവൻ്റെ വാഗ്ദാനമാണ്. ആ കുഞ്ഞിനെ തനിക്ക് തന്നെ തിരിച്ചു തരുമത്രേ, പ്രവാചകന്മാരിൽ ഉൾപ്പെടുത്തുമത്രേ. പിന്നെ എന്തിനു ശങ്കിക്കണം, ഭയപ്പെടണം? അവർ പൂർണ്ണസമ്മതത്തോടെ തന്നെ ആ കൃത്യത്തിനൊരുങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശം കുട്ടിയെ ഒരു പെട്ടിയിലാക്കി നൈൽ നദിയിൽ ഒഴുക്കാനാണ്. അതിന് പെട്ടിയെവിടെ? അവർക്ക് അധികം പരതേണ്ടി വന്നില്ല.
ഒരു മരപ്പണിക്കാരൻ അവരുടെ സമീപത്തെത്തി. ബീവിയുടെ നിർദ്ദേശപ്രകാരം മനോഹരമായ ഒരു പേടകം അയാൾ പണിതുണ്ടാക്കി. പെട്ടിയുടെ അഴക് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. മനോഹരമായ കുഞ്ഞിന് ചേർന്ന മനോഹരമായ പെട്ടി. ആത്മഗതമെന്നോണം അവർ പറഞ്ഞു. പെട്ടി തയ്യാറായി. തുടർന്ന് യാത്രയാക്കാനുള്ള പുറപ്പാടാണ്. അവർ കുട്ടിയെ കുളിപ്പിച്ചു, ഭംഗിയുള്ള വസ്ത്രങ്ങൾ അണിയിച്ചു, മുലപ്പാൽ നൽകി പെട്ടിയിൽ കിടത്തി. പെട്ടിയിൽ കിടന്ന് ആ പാലൊളി വദനൻ പുഞ്ചിരിച്ചു. ഒരിക്കൽ കൂടി ആ പിഞ്ചു കവളിൽ മുത്തങ്ങൾ അർപ്പിച്ച ശേഷം അവർ പെട്ടിയുടെ മൂടിയെടുത്തിട്ടു. എല്ലാ കാര്യങ്ങളും റബ്ബുൽ ആലമീനായ തമ്പുരാനെ ഭരമേൽപ്പിച്ചിരുന്നത് കൊണ്ടവർക്ക് തെല്ലും ചാഞ്ചല്യമുണ്ടായിരുന്നില്ല. പ്രസവിച്ച മാതാവ് ആ ഓമനക്കുഞ്ഞൻ നൈൽ നദിയിലേക്ക് ഒഴുക്കി. ആ പേടകം ഓളങ്ങളുടെ താരാട്ട് കേട്ട് മന്ദം മന്ദം നീങ്ങുകയാണ് താഴോട്ട് അകലങ്ങളിലേക്ക്. നൈൽ നദിയുടെ തീരത്ത് മനോഹരമായൊരു ഉദ്യാനം. തൻ്റെ പ്രിയതമ ആസിയ ബീവിയോടത്ത് അവിടെ സായാഹ്ന വിശ്രമത്തിനെത്തിയിരിക്കുകയാണ് ഈജിപ്ത് ചക്രവർത്തി ഫിർഔൻ. പുഴയിൽ നിന്ന് ഇളം കാറ്റ് ഒഴുകി വന്ന് ആ ദമ്പതികളെ കിളിപ്പെടുത്തി. അപ്പോഴാണ് അവരുടെ ദൃഷ്ടിയിൽ അത് പെട്ടത്. നൈൽ നദിയുടെ കുഞ്ഞോളങ്ങളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് എന്തോ ഒന്ന് അടുത്ത് വരുന്നു. ഓളങ്ങളുടെ നിമ്നോന്നതങ്ങളിൽ ചാഞ്ചാടിക്കൊണ്ട് ഒഴുകി വരുന്ന വസ്തു ഒരു മരപ്പെട്ടിയാണെന്നവർക്ക് മനസ്സിലായി. പെട്ടിക്കകത്ത് എന്തായിരിക്കും? അതറിയാനുള്ള ജിജ്ഞാസയായി ഫിർഔനും ആസിയ ബീവിക്കും. അവർ ഇരിക്കുന്ന കരയുടെ സമീപത്തായി അതെത്തിയപ്പോൾ ഫിർഔൻ ചാടിയിറങ്ങി. പെട്ടി പിടിക്കാൻ ശ്രമിക്കുന്തോറും അത് കൈകളിൽ നിന്ന് വഴുതിപ്പോയി. അവസാനം അയാൾ അതെടുക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ചു. ഭർത്താവിൻ്റെ പരാജയം കണ്ട് ആസിയ ബീവി ഇരിപ്പിടത്തു നിന്ന് പെട്ടി പിടിച്ചു. അത്ഭുതം, അത് വഴുതിപ്പോയില്ല. അവർ പെട്ടി പൊക്കിയെടുത്ത് കരയിലെത്തിച്ചു. മനോഹരമായൊരു പേടകം കണ്ട് ഫിർഔൻ്റെ ഹൃദയത്തിൽ അത്ഭുതം അങ്കുരിച്ചു. ബീവി വളരെ ആകാംക്ഷയോടുകൂടി പെട്ടിയുടെ മൂടി തുറന്നു. പൂനിലാവിനെ വെല്ലുന്ന പ്രകാശത്തോടുകൂടി അതിരൂപലാവണ്യമുള്ള ഒരു കുഞ്ഞ് പുഞ്ചിരി തൂകിക്കൊണ്ട് പെട്ടിക്കകത്ത് കിടക്കുന്നു. വർണ്ണനാതീതമായ വിവിധ വികാരങ്ങൾ ഫിർഔനിൻ്റെ മനസ്സിൽ മിന്നിമറഞ്ഞു. ഈ കുഞ്ഞ് ആരായിരിക്കും? വളരെ അത്ഭുത സിദ്ധിയുള്ള ഇവൻ ഒരു പക്ഷേ താൻ ഭയപ്പെടുന്ന കുട്ടി തന്നെയായിരിക്കുമോ? ആയിരിക്കാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ അയാളുടെ മുഖം വിവരണമായി. കാർമേഘപടലങ്ങൾ ഇരുണ്ടുകൂടി ആകാശം പോലെ അവിടം കറുത്തിരുണ്ടു. അയാൾ ഉറയിൽ നിന്നും തൻ്റെ വാൾ വലിച്ചെടുത്തു. എന്തും സംഭവിക്കാവുന്ന നിമിഷങ്ങൾ. ആ കശ്മലൻ എന്തിനുള്ള പുറപ്പാടാണ്? ആ പൊന്നോമനെ വധിക്കാനോ? അതിൽ തന്നെ സംശയമില്ല. തൻ്റെ ശത്രു മുന്നിൽ വന്ന് പെട്ടതുപോലെയാണ് അയാൾ പെരുമാറുന്നത്. ഇല്ല, ഇവനെ ജീവനോടെ വെച്ചേക്കാനാവില്ല. കൊല്ലണം, ഇവനെ കൊല്ലണം. ഇത്രയും ആത്മഗതമെന്നോണം പറഞ്ഞുകൊണ്ട് ഫിർഔൻ കുഞ്ഞിൻ്റെ കഴുത്തിന് നേരെ വാളോങ്ങി. പെട്ടിയുടെ മൂടി തുറന്ന ഉടനെ അതിനകത്ത് കിടക്കുന്ന തങ്കക്കുടത്തിൻ്റെ മുഖത്തേക്ക് ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആസിയ ബീവി. ഇത്രയും കോമളനായ ഒരു ശിശുവിനെ അതിനു മുമ്പ് അവർ കണ്ടിരുന്നില്ല. നോക്കും തോറും കുഞ്ഞിനോടുള്ള വാത്സല്യം അവരുടെ ഹൃദയത്തിൽ കൂടിക്കൂടി വരാൻ തുടങ്ങി. ഈ കുഞ്ഞ് തനിക്ക് അറിയാതെ വീണു കിട്ടിയ നിധിയാണ്. ഇതിനെ കൈവിട്ടുകൂടാ. തനിക്കു തന്നെ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയത്തിൽ കുഞ്ഞിനോടുള്ള വാത്സല്യം നിറച്ചു കൊടുത്തു. കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്ന ബീവിക്ക് കുറേ നേരത്തേക്ക് പരിസരബോധമുണ്ടായില്ല. ഭർത്താവിൻ്റെ മുഖത്ത് മിന്നിമറിയുന്ന ഭാവഭേദങ്ങളൊന്നും അവർ കണ്ടില്ല. ഭർത്താവിൻ്റെ മുഖത്ത് രൗദ്രഭാവം ഉറഞ്ഞുകൂടുന്നത് ആ മഹദി അറിഞ്ഞില്ല. ആ പൊന്നോമനയുടെ മുഖം അത്ര കണ്ട് ബീവിയിൽ സ്വാധീനം ചെലുത്തിയിരുന്നു. ഈ കുഞ്ഞിനെ തനിക്ക് വിട്ടുതരണം എന്ന് ഭർത്താവിനോട് അപേക്ഷിക്കാൻ വേണ്ടി അവർ ഫിർഔൻ്റെ നേരെ തിരിഞ്ഞപ്പോൾ കണ്ടതെന്താണ്? ഭർത്താവ് കുട്ടിയുടെ നേരെ വാളുയർത്തിയിരിക്കുന്നു. അരുത്, ഈ കുഞ്ഞിനെ വധിക്കരുത്. ആസിയ ബീവി പെട്ടെന്ന് അയാളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ആസിയ ബീവിയോട് ഫിർഔനുള്ള സ്നേഹം സീമാതീതമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾ അയാൾക്ക് തള്ളാനായില്ല. എങ്കിലും അതൊരു ആൺകുട്ടിയാണല്ലോ എന്നോർത്ത് അയാൾ പറഞ്ഞു. ഈ കുട്ടി ഒരുപക്ഷെ നമ്മൾ ഭയപ്പെടുന്നവനാണെങ്കിലോ? ആസിയ ബീവി, എത്ര നിഷ്കളങ്കമാണ് ഈ മുഖം. ഇവൻ ഒരിക്കലും അങ്ങയുടെ ശത്രുവാകാൻ ഇടയില്ല. ആൺസന്തതികളില്ലാത്ത നമുക്ക് ഇവനെ ദത്തുപുത്രനായി വളർത്താം. അഥവാ ഇവൻ ഉപദ്രവകാരിയായി തീരുകയാണെങ്കിൽ അപ്പോൾ വേണ്ടത് ചെയ്യാമല്ലോ. ബീവിയുടെ വാക്കുകൾക്ക് അയാൾ മറുത്തൊന്നും പറഞ്ഞില്ല. മൗനം സമ്മതമാണെന്ന നിലയിൽ ബീവി ആ പിഞ്ചു കുഞ്ഞിനെ കോരിയെടുത്ത് കൊട്ടാരത്തിലേക്ക് നടന്നു. ഇളയമ്മ ഒരു കുഞ്ഞിനെയും എടുത്തു വരുന്നത് കണ്ട ഫിർഔൻ്റെ മറ്റൊരു ഭാര്യയുള്ള മകൾ ഓടിച്ചെന്ന് ആ കുഞ്ഞിനെ കോരിയെടുത്തു. ആ മകൾ രോഗിണിയായിരുന്നു. വളരെ കാലമായി പകർച്ചവ്യാധിക്ക് രാജകുമാരി വിധേയായിട്ട്. രാജ്യത്തുള്ള വിശ്വകരന്മാരെല്ലാം ചികിത്സിച്ചിട്ടും അത് ഭേദമായില്ല. അങ്ങനെ നിരാശയായി ജീവിക്കുകയാണവൾ. കുട്ടിയുടെ അതിരിട്ട അഴക് കണ്ട് അതിൻ്റെ കവളിൽ മുത്തമിട്ട് ലാളിക്കുകയായിരുന്നു കുമാരി. അപ്പോഴാണ് അത്ഭുതകരമായ ആ സംഭവം നടന്നത്. കുഞ്ഞിൻ്റെ വായിൽ നിന്നും ഉമിനീർ ഇറ്റി വീണു.
അത് കുമാരിയുടെ ദേഹത്ത് പതിച്ചു. തൽക്ഷണം അവളുടെ മാറാവ്യാധി അപ്രത്യക്ഷമായി. രാജകുമാരിയുടെ രോഗം ഭേദമാകുവാൻ കാരണക്കാരനായ കുട്ടി ഗുണത്തിന് വേണ്ടി ലഭിച്ചതാണെന്ന് ഫിർഔൻ വിശ്വസിച്ചു. അതോടുകൂടി കുട്ടിയോട് അയാൾക്കും വാത്സല്യം നാമ്പെടുത്തു. ആ കൊട്ടാരത്തിലെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി ആ പൊന്നോമന തിടമ്പ് മാറാൻ അധികം താമസമുണ്ടായില്ല. ആസിയ ബീവിയും ഇതര രാജ്ഞികളും രാജകുമാരിമാരും പരിചാരകരും ഫിർഔനും കുട്ടിയെ ലാളിക്കുന്നതിൽ മത്സരിച്ചു. അവരുടെയെല്ലാം സ്നേഹഭാജനമായി ആ കുട്ടി വളർന്നു. കുട്ടിക്ക് പാല് കൊടുക്കണം. അതിനു സന്നദ്ധരായ സ്ത്രീകളെ ഫിർഔൻ അന്വേഷിച്ചു തുടങ്ങി. പലരും വന്ന് മുലയൂട്ടി നോക്കി. ഒന്നും കുട്ടി കുടിക്കുന്നില്ല. ഇനി എന്തു ചെയ്യും? ഫിർഔനും ആസിയ ബീവിയും ആകെ വിഷമിച്ചു. അവരുടെ അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. ഈ വിവരം യുഹാനിദിൻ്റെ ചെവിയിലുമെത്തി. അവർ തൻ്റെ പൊന്നോമന മകനെ കാണുവാൻ കൊതിച്ചു. ഇത് പറ്റിയ സന്ദർഭം തന്നെയാണെന്ന് മനസ്സിലാക്കി ആ മാതാവ് രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചു. അവർ കുഞ്ഞിനെ വാരിയെടുത്ത് മാറോട് ചേർത്തു. കുട്ടി വളരെ ആവേശത്തോടെ പാല് കുടിച്ച് വിശപ്പ് തീർത്തു. ആസിയ ബീവിക്കും ഫിർഔനും വളരെ സന്തോഷമായി. എന്നും ഇവിടെ വന്ന് കുഞ്ഞിന് പാല് കൊടുക്കണം. അതിന് തക്കതായ പ്രതിഫലം ഞാൻ തരുന്നതാണ്, അയാൾ ബീവിയോട് പറഞ്ഞു. അവർ തലകുലുക്കി സമ്മതിച്ചു. ഉള്ളിൽ സന്തോഷം അണപൊട്ടി ഒഴുകുന്നുണ്ടെങ്കിലും പുറത്തേക്ക് അതൊന്നും പ്രകടിപ്പിച്ചില്ല. ഈ കുട്ടി തൻ്റേതാണെന്ന് രാജാവെങ്ങാനും അറിയാനിടയായാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആ മഹതി ശരിക്കും ബോധവതിയായിരുന്നു. ആർക്കും അവരെക്കുറിച്ച് ഒരു സംശയവും തോന്നിയില്ല. ഹാമാൻ മാത്രം ചോദിച്ചു, ഈ കുട്ടി നിങ്ങളുടേതാണോ? തികട്ടി വന്ന പരിഭ്രമം അടക്കിക്കൊണ്ട് പ്രസന്നത നടിച്ച് ബീവി പറഞ്ഞു, അല്ല, ഞാൻ ഈ കുഞ്ഞിനെ ആദ്യമായാണ് കാണുന്നത്. അയാൾ കൂടുതൽ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് ബീവി അവിടെ നിന്നും ഇറങ്ങി നടന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം നിറവേറ്റി. അവർക്ക് കുഞ്ഞിനെ തിരിച്ചു കിട്ടി. പിന്നീട് യുഹാനിദ് ദിവസവും വരും, കുഞ്ഞിന് പാല് കൊടുക്കും, പ്രതിഫലം വാങ്ങി പിരിഞ്ഞു പോകും. അങ്ങനെയിരിക്കെ കുട്ടിക്ക് പേരിടുന്ന പ്രശ്നം വന്നു. കുട്ടിക്ക് എന്ത് പേരിടണം? ഫിർഔൻ ആസിയ ബീവിയോട് ചോദിച്ചു. ആസിയ ബീവി ഒന്ന് ചിന്തിച്ചു. ഖിബ്തികളുടെ ഭാഷയായ അബ്രാനിയിൽ വെള്ളം എന്നർത്ഥം വരുന്ന മോ എന്ന പദവും മരം എന്നർത്ഥമുള്ള ഷെ എന്ന പദവും ലോപിച്ച് മോശെ അഥവാ മൂസ എന്ന പേർ അവർ നിർദ്ദേശിച്ചു. വൃക്ഷത്തിൻ്റെ തണലിൽ കാറ്റുകൊണ്ടിരിക്കുമ്പോൾ വെള്ളത്തിൽ നിന്ന് കിട്ടിയവൻ എന്നർത്ഥം. ഫിർഔന് ആ പേര് നന്നായി ബോധിച്ചു. ഒരു ദിവസം ഫിർഔൻ കുട്ടിയെ ലാളിക്കുകയായിരുന്നു. കളിച്ചിരികൾക്കിടയിൽ കുട്ടി അയാളുടെ കവിളത്ത് ഒരു അടി കൊടുത്തു. ആ താടിരോമങ്ങളിൽ പിടിച്ച് ശക്തിയായി വലിക്കുകയും ചെയ്തു. ഫിർഔന് ശരിക്കും വേദനിച്ചു. അയാൾ കുട്ടിയെ താഴേക്കിട്ടു. എന്ത്, എന്നെ വേദനിപ്പിക്കുകയോ? ഇവനെ വെറുതെ വിടാൻ പറ്റില്ല. ഇവൻ ശത്രു തന്നെ. ഞാൻ ഇവനെ ഇപ്പോൾ കൊല്ലും. ഇത്രയും പറഞ്ഞ് കോപത്തോടെ അയാൾ ചാടി എഴുന്നേറ്റു. ശബ്ദം കേട്ട് ആസിയ ബീവി അവിടെ എത്തി. ഭർത്താവിൻ്റെ ഭാവമാറ്റം അവരെ അമ്പരപ്പിച്ചു. അങ്ങെന്താണ് ഈ കാണിക്കുന്നത്? ബുദ്ധിയില്ലാത്ത കുട്ടികൾ അങ്ങനെയെല്ലാം ചെയ്യും. ഇത്തവണ ആസിയ ബീവിയുടെ സാന്ത്വനം ഫിർഔനിനെ ചലനം സൃഷ്ടിച്ചില്ല. അയാൾ പറഞ്ഞു, ഇവനത്ര ബുദ്ധിയില്ലാത്തവനൊന്നുമല്ല. കണ്ടില്ലേ അവൻ്റെ ഒരു ഭാവം? ഇവൻ ഇസ്രായേൽ സന്തതിയാണ്, എൻ്റെ ശത്രുവാണ്. ഇവനെ ഞാൻ ഇന്ന് തന്നെ കൊല്ലും. അപ്പോൾ ആസിയ ബീവി പറഞ്ഞു, ഇസ്രായേൽ വംശത്തെ മുഴുവൻ അങ്ങ് നശിപ്പിച്ച നിലക്ക് പിന്നെ എങ്ങനെ അവരിൽ നിന്നൊരു കുഞ്ഞുണ്ടാകും? ഈ കുഞ്ഞ് കിബ്തി വംശജനാണ്. അങ്ങ് അവിവേകമൊന്നും കാണിക്കരുത്. ബീവിയുടെ വാക്കുകൾ കേട്ട് അയാൾ അല്പമൊന്ന് സമാധാനിച്ചു. എങ്കിലും സംശയം ബാക്കി നിന്നു. രാജാവിൻ്റെ സംശയം തീർക്കാൻ മന്ത്രി ഹാമാൻ ഒരു നിർദ്ദേശം വെച്ചു. 2 പാത്രങ്ങളിൽ ഒന്നിൽ രത്നങ്ങളും മറ്റൊന്നിൽ തീക്കനലുകളും വെക്കുക. കുട്ടി രത്നം തൊടുന്നുവെങ്കിൽ അവൻ ഇസ്രായേൽ സന്തതിയാണ്. തീക്കനലാണ് എടുക്കുന്നതെങ്കിൽ കിബ്തിയും. അങ്ങനെയാവട്ടെ, രാജാവ് സമ്മതിച്ചു. തൽക്ഷണം ഒരു പാത്രത്തിൽ രത്നവും മറ്റൊന്നിൽ തീക്കനലും വെച്ച് കുട്ടിയെ അതിന് സമീപം ഇരുത്തി. ആ കുട്ടിയുടെ കരങ്ങൾ രത്നത്തിനു നേരെ നീളാൻ തുടങ്ങി. ആസിയ ബീവിയുടെ ഹൃദയം മിടിച്ചു. ഫിർഔൻ്റെ കണ്ണുകളിൽ തീയാളി. പെട്ടെന്ന് കുട്ടിയുടെ കരങ്ങൾ പിന്തിരിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാം ആ കൈകൾ തട്ടി നീക്കിയതായിരുന്നു. അത് തീക്കണൽ വാരിയെടുത്തു. ആസിയ ബീവി ചിരിച്ചു. കൂടെ ഫിർഔനും. കയ്യും വായും പൊള്ളിയ ആ പിഞ്ചു കുഞ്ഞു ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. ബീവി ഭർത്താവിനോട് തട്ടിക്കയറി, അങ്ങയുടെ ഒരു പരീക്ഷണം. എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു ഈ കുട്ടി പാവമാണെന്ന്. ഇപ്പോൾ അതിൻ്റെ പിഞ്ചു കരങ്ങൾ പൊള്ളിയില്ലേ? ഭാര്യയുടെ വാക്കുകൾ കേട്ട് എന്ത് മറുപടി പറയണമെന്നറിയാതെ ഫിർഔൻ മൗനം അവലംബിച്ചു. ആസിയ ബീവി കുഞ്ഞിനെ എടുത്ത് താരാട്ട് പാടി ഉറക്കി. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ ശത്രുവിൻ്റെ അന്തപുരത്തിൽ സകലവിധ പരിലാളനകളേറ്റു വളർന്നു വർഷങ്ങളോളം. കാലചക്രം കറങ്ങി. ഫിർഔൻ്റെ കൊട്ടാരത്തിൽ ഇവിടുത്തെ ഒരംഗമായി മൂസാ നബി അലൈഹിസ്സലാം അലിഞ്ഞു ചേർന്നു. പിന്നെ ആ കുട്ടിയെക്കുറിച്ച് ഫിർഔന് സംശയമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയിരിക്കെ കുട്ടിയുടെ മുലകുടി മാറ്റാനുള്ള കാലമായി.
കൊട്ടാരത്തിലെ നിത്യസന്ദർശകയായ യുഹാനിദിന് തൻ്റെ കുഞ്ഞിനെ കാണാനുള്ള അവസരം കുറയുകയായിരുന്നു. മുലകുടി നിർത്തിയ ദിവസം നിരവധി പാരിതോഷികങ്ങളുമായി ആസിയ ബീവി അവരെ യാത്ര അയച്ചു. എങ്കിലും കുട്ടിയെ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കാനുള്ള അനുവാദം അവർക്ക് നൽകി. അങ്ങനെ പെറ്റുമ്മ പോറ്റുമ്മയായി. ഇടയ്ക്കിടെ കുട്ടിയെ വന്ന് കണ്ടുകൊണ്ടിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകന്മാർക്ക് ചില അമാനുഷിക കഴിവുകൾ നൽകിയിട്ടുണ്ട്. ജനനം മുതൽക്കു തന്നെ അവരത് പ്രകടിപ്പിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈസാ നബി അലൈഹി സ്വലാം തൊട്ടിൽ കിടന്ന് സംസാരിച്ചത് ഒരു ഉദാഹരണം മാത്രം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെറുപ്പത്തിൽ തന്നെ തൻ്റെ മുഅ്ജിസത്തുകളിലൂടെ ജനങ്ങളെ ആകർഷിച്ചു. രാജകുമാരിയുടെ മാറാവ്യാധി സുഖപ്പെടുത്തിയത് മുമ്പ് പ്രസ്താവിച്ചുവല്ലോ. മൂസാ നബി അലൈഹി സ്വലാമിന് 8 വയസ്സ് പ്രായമുള്ള കാലം ഒരു പക്ഷിക്കൂടുമായി ഒരാൾ കൊട്ടാരവാതിൽക്കലെത്തി. പക്ഷിയെ കളിപ്പിക്കാൻ തുടങ്ങി. കൊട്ടാരത്തിലുള്ളവരെല്ലാം ആ കളിയിൽ ലയിച്ച് ഇരിപ്പാണ്. ആ സന്ദർഭത്തിൽ പറവ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ നേരെ തിരിഞ്ഞ് ചിറകുകൾ വിടർത്തി എന്തോ ചില ആംഗ്യങ്ങൾ കാണിച്ചു. നബി ഉടൻ അതെ അതെ എന്ന് പറഞ്ഞു. കണ്ടവരും കേട്ടവരും അത്ഭുതപ്പെട്ടു. നീ എന്താണ് അതെ അതെ എന്ന് പറഞ്ഞത്? ഫിർഔൻ കുട്ടിയോട് ചോദിച്ചു. ഏറ്റവും താഴ്ന്നവനെ സമുന്നത പദവിയിലെത്തിച്ച സർവശക്തന് സ്തുതി എന്ന് പറവ പറഞ്ഞപ്പോൾ ഞാനതിനെ ശരിവെക്കുകയായിരുന്നു. ഇതായിരുന്നു കുട്ടിയുടെ മറുപടി. ആ മറുപടി ഫിർഔനെ സംതൃപ്തനാക്കിയില്ല. അയാൾ വീണ്ടും ചോദിച്ചു, നീ അങ്ങനെ പറയാൻ കാര്യമെന്ത്? ഈ പക്ഷി തന്നെ വിവരിച്ചു തരും. നബി പറഞ്ഞു തീരേണ്ട താമസം ആ കിളി സംസാരിക്കാൻ തുടങ്ങി. ഫിർഔൻ്റെ ജീവിതാരംഭം മുതൽ അന്നുവരെയുള്ള കഥകൾ. വിചിത്രമായ ആ സംഭവം രാജാവിനെയും മന്ത്രിയെയും മറ്റെല്ലാവരെയും അമ്പരപ്പിച്ചു. ഈ കിളി ഒരു മാന്ത്രിക പക്ഷിയാണ്, അതിനെ വകവരുത്തുന്നതാണ് നല്ലത്. ഹാമാൻ പറഞ്ഞു. മന്ത്രിയുടെ നിർദ്ദേശം രാജാവ് ശരിവച്ചു. നിമിഷങ്ങൾക്കകം പക്ഷിയുടെ ഉടലും തലയും വേർപെട്ടു. എന്നാൽ ആ പക്ഷി അധിക സമയം അങ്ങനെ കിടന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹമെന്നോ പറയട്ടെ, അവ കൂടിച്ചേർന്നു. കണ്ടു നിന്നവരെയെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കിളി അനന്തവിഹായസിലേക്ക് പറന്നുപോയി. മൂസാ നബി അലൈഹി സ്വലാമിന് 9 വയസ്സായപ്പോൾ മറ്റൊരു സംഭവം കൂടി നടന്നു. ഫിർഔൻ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. പതിവ് പോലെ നബിയോട് അയാൾ കുസൃതികൾ പറയുന്നുണ്ട്. ഇടയ്ക്ക് നബിയെ പരിഹസിച്ചുകൊണ്ട് എന്തോ ഒരു വാചകം പറഞ്ഞു. അത് കേട്ട് മൂസാ നബി അലൈഹി സ്വലാം രോഷാകുലനായി. ആ കസേരയ്ക്ക് ഒരു ചവിട്ട് വെച്ചു കൊടുത്തു. കസേരയുടെ കാലുകൾ ഒടിഞ്ഞു. രാജാവ് മൂക്കുകുത്തി നിലത്ത് വീണു. അയാളുടെ മൂക്ക് മുറിഞ്ഞ് രക്തം വാർന്നൊഴുകി. ഫിർഔന് അടക്കാൻ വയ്യാത്ത ദേഷ്യമുണ്ടായി. അപ്പോഴേക്കും ആസിയ ബീവി ഇടപെട്ടു. ബുദ്ധിയുറക്കാത്ത കുഞ്ഞ്, അവൻ ചെയ്യുന്നതൊന്നും അങ്ങ് കാര്യമാക്കേണ്ടതില്ല, ക്ഷമിച്ചു കളഞ്ഞേക്കൂ. അത് കേട്ട് അയാൾ അടങ്ങി. തൻ്റെ ശത്രു തനിക്കെതിരെ ഓരോ ദൃഷ്ടാന്തങ്ങൾ കാണിക്കുന്നത് കണ്ടിട്ടും ആ ദുഷ്ടന് യാഥാർത്ഥ്യം ഗ്രഹിക്കാനായില്ല. അയാൾ യാഥാർത്ഥ്യം ഗ്രഹിച്ചാൽ പിന്നെ കഥയില്ലല്ലോ. മറ്റൊരു ദിവസം രാജകുടുംബം ഭക്ഷണം കഴിക്കാനിരുന്നു. ചട്ടിയിൽ പൊരിച്ച ആട്, ഫിർഔന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം. അയാളുടെ കൈ അതിനു നേരെ നീളാൻ തുടങ്ങിയതേയുള്ളൂ. അപ്പോഴേക്കും മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, എൻ്റെ റബ്ബിൻ്റെ കുദ്റത്ത് കൊണ്ട് നീ എഴുന്നേൽക്കുക. അത് പറഞ്ഞു കഴിയേണ്ട താമസം ആട് എഴുന്നേറ്റ് ഓടിപ്പോയി. ആശ്ചര്യജനകമായ ആ സംഭവം കണ്ട് മീച്ചു നിൽക്കുന്ന രാജാവിനെ നോക്കി ആസിയ ബീവി പറഞ്ഞു, ഈ കുട്ടി അത്ഭുതസിദ്ധിയുള്ളവനാണ്. ഒരു പക്ഷേ അങ്ങയുടെ ശത്രുവിനെ നേരിടാൻ ഇവന് സാധിച്ചേക്കാം. ഭാര്യയുടെ മൊഴി കേട്ടപ്പോൾ ഫിർഔൻ മൂസാ നബി അലൈഹി സ്വലാമിനുള്ള സ്നേഹം ഒന്നുകൂടി വർദ്ധിച്ചു. രാജാവിൻ്റെ പ്രീതിപാത്രമായ ആ കുട്ടി ക്രമേണ പ്രജകളുടെയെല്ലാം ആദരവിനും സ്നേഹത്തിനും പാത്രീഭൂതനായിരുന്നു. വളർത്തുപുത്രനെ ഫിർഔൻ ദൂരസ്ഥലങ്ങളിൽ പോലും പറഞ്ഞയച്ച് പല വിദ്യകളും അഭ്യസിപ്പിച്ചു. സ്വന്തം പുത്രനെപ്പോലെ തന്നെ എല്ലാവിധ പരിഗണനകളും നൽകി മൂസാ നബി അലൈഹി സ്വലാമിനെ അയാൾ വളർത്തി. നബി ബാല്യവും കൗമാരവും പിന്നിട്ടു. യൗവനത്തിൻ്റെ പടിവാതിൽക്കലെത്തി. ഇപ്പോൾ അദ്ദേഹത്തിന് നാടിനെക്കുറിച്ചും നാട്ടുകാരെക്കുറിച്ചും നല്ല അറിവുണ്ട്, ബോധ്യമുണ്ട്. വർഷങ്ങളായി ഇസ്രായേല്യരെ കഷ്ടപ്പെടുത്തുന്ന കാഴ്ച നിത്യം മൂസാ നബി അലൈഹി സ്വലാം നേരിൽ കണ്ടു. ഇസ്രായേല്യർ കഴുതകളെപ്പോലെ ജോലി ചെയ്യണം, അടിമകളെപ്പോലെ തല്ലുകൊള്ളണം, കിബുത്തികളുടെ മർദ്ദനങ്ങൾ സഹിക്കണം. ഈ ദുരവസ്ഥയ്ക്ക് എന്താണൊരു പരിഹാരം? ആ യുവാവിൻ്റെ ചിന്ത ആ വഴിക്കായി. മൂസാ നബി അലൈഹി സ്വലാം പകലെല്ലാം പട്ടണത്തിലും പരിസര പ്രദേശങ്ങളിലും ചുറ്റി സഞ്ചരിക്കുമായിരുന്നു. തൻ്റെ സഞ്ചാരത്തിനിടയിൽ വേദനിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ബനു ഇസ്രായേൽ വംശത്തിലെ പഴയ തലമുറക്കാരിൽ നിന്ന് ഫിർഔൻ ഭരണത്തിലുണ്ടായ ഒരുപാട് തിക്താനുഭവങ്ങൾ അദ്ദേഹം ചോദിച്ചറിഞ്ഞു. ഞെട്ടിപ്പിക്കുന്ന ആ വാർത്തകൾ കേട്ട് ഒരു പുതുവിപ്ലവത്തിൻ്റെ നാമ്പുകൾ ആ യുവ ഹൃദയത്തിൽ മുളയെടുക്കാൻ തുടങ്ങി. അദ്ദേഹം തൻ്റെ ജനങ്ങളെ സ്വാന്തനപ്പെടുത്തി, നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുവിൻ,
എല്ലാ കാര്യവും സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഭരമേൽപ്പിക്കുവിൻ. സത്യവിശ്വാസികൾക്ക് ഇതെല്ലാം ഓരോ അഗ്നിപരീക്ഷണങ്ങളാണ്. അവ നിലനിൽക്കുന്ന കാലത്തോളം ഈമാനിൻ്റെ മാറ്റ് കൂടിക്കൊണ്ടിരിക്കും. ആ യുവാവിൻ്റെ വാക്കുകൾ ഇസ്രായേല്യരെ സമാധാനപ്പെടുത്തി. മൂസാ നബി അലൈഹിസ്സലാം വളരെ രഹസ്യമായി സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുമായിരുന്നു. ഒരു ദിവസം ഈ രഹസ്യം ഒരു ഖിബ്തി മനസ്സിലാക്കി. രാജാവിൻ്റെ വളർത്തുപുത്രൻ മറ്റൊരു ഇലാഹിനെ ആരാധിക്കുകയോ അയാൾക്ക് ഉണ്ടായ അമ്പരപ്പിനതിരുണ്ടായിരുന്നില്ല. അയാൾ തൽക്ഷണം ഈ വിവരം രാജാവിൻ്റെ കാതിലെത്തിച്ചു. ആസിയ ബീവി മൂസാ നബിക്ക് എപ്പോഴും താങ്ങും തണലുമായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാമിനെക്കുറിച്ച് എന്തു കേട്ടാലും രാജാവ് ചോദിക്കുക ബീവിയോടായിരിക്കും. ചോദ്യങ്ങൾക്കെല്ലാം ഒഴിവ് കഴിവുകൾ പറഞ്ഞ് നബിയെ അവർ രക്ഷപ്പെടുത്തും. എന്നാൽ മൂസാ നബി അലൈഹി ഇസ്ലാമിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ രാജാവിൻ്റെ മുമ്പിൽ പലതും വരാൻ തുടങ്ങി. അങ്ങയുടെ വളർത്തുമകൻ മറ്റൊരില്ലാഹിനെ വണങ്ങുന്നത് കണ്ടു. ഇങ്ങനെ പല ആക്ഷേപങ്ങൾ. അവസാനം മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചെയ്തികൾ മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യുവാൻ കുറേ രഹസ്യ പോലീസുകാരെ അയാൾ നിയമിച്ചു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കിങ്കരൻ ഓടിച്ചെന്ന് രാജാവിനോട് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ പുത്രനെ കയ്യോടെ പിടികൂടണമെങ്കിൽ വരൂ. രാജാവ് അയാളെ അനുഗമിച്ചു. നബി അപ്പോൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് രാജാവിൻ്റെ എഴുന്നള്ളിപ്പ്. അദ്ദേഹം ഒരു ചാഞ്ചല്യവും കൂടാതെ നിസ്കാരം പൂർത്തിയാക്കി. തത്സമയം ഫിർഔൻ ചോദിച്ചു, മൂസ, നീ എന്താണ് ഈ കാണിക്കുന്നത്? മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഞാൻ എൻ്റെ റബ്ബിനെ ആരാധിക്കുകയാണ്. ഫിർഔൻ ചോദിച്ചു, ഞാനല്ലാതെ നിനക്കൊരു റബ്ബോ? മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, അതെ, എൻ്റെയും നിൻ്റെയും രക്ഷിതാവ് സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അവന് മാത്രമേ ആരാധന ചെയ്യാവൂ. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ദൃഢസ്വരം കേട്ട് ഫിർഔൻ ഞെട്ടിത്തെറിച്ചു. അയാൾക്ക് എന്തെന്നില്ലാത്ത ഉൾഭയമുണ്ടായി. ഇവൻ എൻ്റെ ശത്രുവായിരിക്കുമോ? ഒരു പെക്കിനാവ് പോലെ ആ ചിന്ത അയാളെ വീണ്ടും വേട്ടയാടാൻ തുടങ്ങി. മൂസാ നബി അലൈഹി സ്വലാം തൻ്റെ പതിവ് സവാരിക്ക് ഇറങ്ങി. മനസ്സിൽ പലവിധ ചിന്തകളുമായി അദ്ദേഹം ഈജിപ്തിലെ തെരുവുകളിലൂടെ നടന്നു. അന്നേരം അല്പം അകലെ നിന്നൊരു രോദനം മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാതിലെത്തി. നബി ശബ്ദം കേട്ടിടത്തേക്ക് വേഗം നടന്നു. സാമിരി എന്നു പേരുള്ള ഒരു ബനു ഇസ്രായേൽക്കാരൻ കാട്ടിൽ നിന്നും വിറക് ശേഖരിച്ചു കൊണ്ടുവരികയായിരുന്നു. രാജകൊട്ടാരത്തിലെ സേവകനായൊരു ഖിബ്തി അത് ബലം പ്രയോഗിച്ച് അവനിൽ നിന്ന് വാങ്ങുകയാണ്. ആ സമയത്ത് സാമിരി ഉറക്കെ കരഞ്ഞു. ആ ശബ്ദമാണ് മൂസാ നബി അലൈഹി സ്വലാം കേട്ടത്. അദ്ദേഹം അവരെ സമീപിച്ചു. മൂസാ നബി അലൈഹി സ്വലാമിനെ കണ്ടപ്പോൾ സാമിരി തൻ്റെ സങ്കടം അദ്ദേഹത്തോട് ബോധിപ്പിച്ചു. നീ എന്തിനാണ് അവൻ്റെ വിറക് കെട്ട് ബലം പ്രയോഗിച്ചെടുക്കുന്നത്? മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു. അത് കൊട്ടാരത്തിലെ ആവശ്യത്തിന് വേണ്ടിയാണെന്ന് ഖിബ്തി മറുപടി പറഞ്ഞു. മൂസാ അലൈഹി സ്വലാം ചോദിച്ചു, കൊട്ടാരത്തിലെ ആവശ്യത്തിനാണെന്ന് വെച്ച് അന്യരുടെ സാധനങ്ങൾ കവർച്ച ചെയ്യാമെന്നോ? ഖിബ്തി പറഞ്ഞു, ബനു ഇസ്രായേൽക്കാരുടേത് എന്തും പിടിച്ചെടുക്കാൻ രാജാവിൻ്റെ ഉത്തരവുണ്ട്. പിന്നെ ആരെ പേടിക്കണം? ഖിബ്തിയുടെ ധിക്കാരപൂർവമായ മറുപടി മൂസാ നബി ഇസ്ലാമിനെ രോഷം കൊള്ളിച്ചു. മൂസാ നബി അലൈഹി സ്വലാം അവനൊരു പ്രഹരം വെച്ചു കൊടുത്തു. അത് മർമ്മസ്ഥാനത്ത് തന്നെ കൊണ്ടു. ഖിബ്തി അവിടെ കിടന്ന് മരിച്ചു. നബി അലൈഹി സ്വലാം അദ്ദേഹത്തെ വധിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. മൂസാ അലൈഹി സ്വലാം സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് താൻ ചെയ്ത അപരാധത്തെക്കുറിച്ച് മാപ്പിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തു. ആ കൊലപാതകത്തിന് സാമിരിയല്ലാതെ മറ്റൊരു സാക്ഷിയുണ്ടായിരുന്നില്ല. തങ്ങളുടെ വർഗത്തിൽപ്പെട്ട ഒരുത്തൻ കൊല ചെയ്യപ്പെട്ടതറിഞ്ഞ് ഖിബ്തികൾ കോപിച്ചു. അവർ ഫിർഔനെ സമീപിച്ച് ഇപ്രകാരം ഉണർത്തിച്ചു, അല്ലയോ മഹാരാജാവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനെ ഏതോ ബനു ഇസ്രായേൽക്കാരൻ വധിച്ചു കളഞ്ഞിരിക്കുകയാണ്. കുറ്റവാളിയെ കണ്ടുപിടിച്ച് തക്കതാ ശിക്ഷ നൽകാൻ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. അവരുടെ അപേക്ഷ കേട്ട് ഫിർഔൻ രോഷാകുലനായി. കൊലയാളി ആരുതന്നെ ആയാലും ഉടനെ പിടിച്ചു കെട്ടി രാജസദസ്സിലെത്തിക്കുവാൻ അയാൾ ഉത്തരവിട്ടു. ഉദ്യോഗസ്ഥന്മാർ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അന്വേഷിച്ചു. പക്ഷേ അവർക്കൊരു വിവരം ലഭിച്ചില്ല. അടുത്ത ദിവസം മൂസാ നബി അലൈഹി സ്വലാം വീണ്ടും തെരുവിലൂടെ നടക്കുകയായിരുന്നു. തലേനാളത്തെ സംഭവം നബിയുടെ ഹൃദയത്തിൽ വല്ലാതെ കുറ്റബോധമുണ്ടാക്കി. നടന്നു കഴിഞ്ഞ ദിവസത്തെ കൊലപാതകം നടന്ന സ്ഥലത്ത് നബി എത്തിച്ചേർന്നു. അന്നും അവിടെ ഒരു വഴക്ക് നടക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടത്. ഒരാൾ സാമിരി തന്നെ, അപരൻ മറ്റൊരു ഖിബ്തിയും. നബിക്ക് സാമിരിയോടാണ് അപ്പോൾ ദേഷ്യം തോന്നിയത്. ഇവൻ എന്നും വഴക്കിനും വക്കാണത്തിനും തന്നെ നടക്കുകയാണോ? മൂസാ നബി അലൈഹി സ്വലാം സാമിരിയുടെ നേരെ തിരിഞ്ഞു ചോദിച്ചു, നിനക്ക് എന്നും ഇങ്ങനെ വഴക്കിനു നിൽക്കാനാണോ ഇഷ്ടം? മാറി നിൽക്ക്. നബി അവനെ പിടിച്ചു മാറ്റാനായി തുനിഞ്ഞു.
സാമിർ ശരിക്കും ഭയപ്പെട്ടു. തലേനാൾ കിബത്തിയെ ഒറ്റയടിക്ക് വധിച്ചത് കണ്ട് നബിയുടെ ശക്തി അയാൾക്ക് നേരിൽ ബോധ്യപ്പെട്ടതാണ്. അയാൾ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, നീ ഇന്നലെ ഒരുവനെ കൊല ചെയ്തു, ഇന്ന് എന്നെയും വധിക്കാനാണോ ഭാവം? ഇത് കേട്ടു നിന്ന മറ്റൊരു കിബത്തി ഇന്നലെ തൻ്റെ വർഗ്ഗക്കാരനെ കൊന്നത് മൂസാ നബി അലൈഹി ഇസ്ലാമാണെന്ന് മനസ്സിലാക്കി. ആ വിവരം ഫിർഔനെ ധരിപ്പിക്കാനായി വേഗം രാജകൊട്ടാരത്തിലേക്ക് ഓടി. സംഗതി അറിഞ്ഞ ഫിർഔൻ കോപഭ്രാന്തനായി താൻ സന്ദേഹിച്ചത് സംഭവിക്കാൻ പോകുന്നുവെന്ന ചിന്ത അയാളെ ഉണർന്നു പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ചു. ആരെവിടെ? ഉടൻ മൂസയെ പിടിച്ചുകെട്ടി എൻ്റെ മുമ്പിൽ ഹാജരാക്കൂ, അയാൾ ആക്രോശിച്ചു. മൂസാ നബി അലൈഹി ഇസ്ലാം വരാൻ പോകുന്ന ആപത്തുകളെക്കുറിച്ച് അല്പം പോലും ശങ്കയില്ലാതെ തൻ്റെ സവാരി തുടർന്നു. പെട്ടെന്നൊരാൾ ഓടിക്കിതച്ച് നബിയുടെ സമീപത്തെത്തി. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ വളരെയധികം സ്നേഹിക്കുന്നൊരു അഭ്യുതകാംക്ഷിയായിരുന്നു ആഗതൻ. അയാൾ വന്നപാടെ പറഞ്ഞു, താങ്കൾ ഉടനെ ഈ രാജ്യത്തു നിന്നും രക്ഷപ്പെടണം. ഫിർഔൻ്റെ കിങ്കരന്മാർ അങ്ങയെ തേടിപ്പിടിച്ച് വധിക്കാൻ ഓടി നടക്കുകയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിന് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായി. ബാധക വാർത്ത രാജാവിൻ്റെ ചെവിയിലെത്തിയിരിക്കും. ഇനിയിവിടെ നിന്നുകൂടാ, ഒരിക്കലും അവർക്ക് പിടികൊടുത്തുകൂടാ. പിന്നെ ചിന്തിച്ചു നിന്നില്ല. ക്ഷീണം വകവെക്കാതെ വിശപ്പും ദാഹത്തെക്കുറിച്ചുള്ള ചിന്തയില്ലാതെ നടന്നു. രക്ഷപ്പെടണം, അതുമാത്രമായിരുന്നു മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ ചിന്ത. നടന്നു രാജ്യാതിർത്തി പിന്നിട്ടു. വീണ്ടും ലക്ഷ്യമില്ലാതെ മൂസാ നബി അലൈഹി ഇസ്ലാം നടന്നു. കാനനത്തിൽ കൂടിയായിരുന്നു പിന്നീടുള്ള സഞ്ചാരം. കാട്ടുപഴങ്ങൾ പറിച്ചു തിന്ന് വിശപ്പ് മാറ്റി. കാട്ടരുവിയിലെ വെള്ളം കുടിച്ച് ദാഹം തീർത്തു. അങ്ങനെ രാവുകളും പകലുകളും പലതും കഴിഞ്ഞു. ആ യാത്ര തുടർന്നു. ജനസഞ്ചാരമുള്ള ഒരു പാത മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. അതിലൂടെ വീണ്ടും നടന്നു. അതൊരു ഗ്രാമമായിരുന്നു. അവിടെ ഒരു കിണറിൻ്റെ സമീപത്തുള്ള വൃക്ഷച്ചുവട്ടിൽ മൂസാ നബി അലൈഹി ഇസ്ലാം എത്തി. ഇനി ഒരടി നടക്കാൻ വയ്യാത്തത്ര ക്ഷീണാധിക്യം മരത്തിൻ്റെ തണലിൽ അദ്ദേഹം വിശ്രമിച്ചു. മന്ദമാരുതൻ്റെ തലോടലേറ്റ് ചെറിയ മയക്കത്തിലേക്ക് മൂസാ നബി അലൈഹി ഇസ്ലാം വഴുതി വീണു. ഒരു ശബ്ദകോലാഹലം കേട്ടാണ് മൂസാ നബി അലൈഹി ഇസ്ലാം മയക്കത്തിൽ നിന്ന് ഉണർന്നത്. ചെറിയതും വെള്ളം വളരെ കുറഞ്ഞതുമായ ഒരു കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ വേണ്ടി ജനങ്ങൾ തിക്കും തിരക്കും കൂട്ടുകയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാം കുറച്ചുനേരം ഈ ബഹളം ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പിന്നീട് നബി പരിസരമാകെ ഒരു വിഗ്രഹവീക്ഷണം നടത്തി. ബഹളത്തിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് വെള്ളക്കുടങ്ങളുമായി തെല്ലകലെ മാറി നിൽക്കുന്ന രണ്ട് യുവസുന്ദരികളെ മൂസാ നബി അലൈഹി ഇസ്ലാം കണ്ടു. സാധാരണ യുവാക്കൾ സ്ത്രീകളെ കണ്ടാൽ നോക്കുന്ന രൂപത്തിലല്ല മൂസാ നബി ഇസ്ലാം നോക്കിയത്. മൂസാ നബി ഇസ്ലാമിൻ്റെ നോട്ടത്തിൽ ഉദിച്ച വികാരം അനുകമ്പ മാത്രമായിരുന്നു. നബി അവരെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, എല്ലാവരും വെള്ളമെടുക്കാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടുന്നു. ഉള്ള വെള്ളം തീരുന്നതിന് മുമ്പ് എടുത്ത് പോകാതെ നിങ്ങൾ മാത്രം മാറി നിൽക്കുന്നതെന്താ? അത് കേട്ട് യുവതികളിൽ മൂത്തവളെന്ന് തോന്നിക്കുന്ന ഈ സ്ത്രീ പറഞ്ഞു, ആണുങ്ങൾക്കിടയിൽ തിക്കിത്തിരക്കി വെള്ളമെടുക്കാൻ ഞങ്ങൾക്കാവില്ല. അതുകൊണ്ട് തിരക്കൊഴിയുന്നത് വരെ മാറി നിൽക്കാമെന്ന് വിചാരിച്ചതാണ്. മൂസാ നബി ഇസ്ലാം ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ പുരുഷന്മാരില്ലേ? യുവതി പറഞ്ഞു, ഞങ്ങളുടെ വൃദ്ധനായ പിതാവ് മാത്രമേയുള്ളൂ. അദ്ദേഹത്തിന് വേണ്ടത്ര ആരോഗ്യമില്ല. നബി ചോദിച്ചു, ഇവിടെ ഈ ഒരു കിണർ മാത്രമേയുള്ളൂ? യുവതി പറഞ്ഞു, കുറച്ചകലെ വേറൊരു കിണറുണ്ട്. അതിൻ്റെ ഉടമസ്ഥൻ ഒരു വലിയ പാറക്കല്ല് കൊണ്ട് അത് മൂടിയിരിക്കുകയാണ്. ഒരു 10 പേരെങ്കിലും ഇല്ലാതെ ആ കല്ല് എടുത്തു മാറ്റാനാവില്ല. മൂസാ നബി ഇസ്ലാം ചോദിച്ചു, എവിടെയാണ് ആ കിണർ? അതൊന്ന് കാണട്ടെ. മൂസാ നബി ഇസ്ലാം ആ യുവതികൾക്കൊപ്പം അല്പം മാത്രം നടന്നു. ഒരു വലിയ പാറക്കല്ലുകൊണ്ട് മൂടിയ കിണർ അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടു. നബി നിഷ്പ്രയാസം ആ കല്ലെടുത്തു മാറ്റി. നിങ്ങൾ ഇഷ്ടം പോലെ കോരിയെടുത്തോളൂ. നബിയുടെ വാക്ക് കേട്ട് ആ പെൺകൊടികൾ ആവശ്യാനുസരണം വെള്ളം കോരിയെടുത്ത് അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പിരിഞ്ഞുപോയി. യുവതികൾ പോയി കഴിഞ്ഞപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം ഒരു മരത്തണലിൽ ചെന്നിരുന്നു. വിശപ്പ് കൊണ്ട് കുടൽ കത്തിയെരിയാൻ തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പരിതാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ബോധിപ്പിച്ച് ധ്യാന നിമഗ്നനായി അവിടെ തന്നെ ഇരുന്നു. മദിയൻ എന്ന പ്രദേശത്താണ് മൂസാ നബി അലൈഹി ഇസ്ലാം ഇരുന്നത്. അവിടെ വെള്ളത്തിന് വേണ്ടി വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകനായ ശുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്തതികളായ സഫൂറയും സബീറയും ആയിരുന്നു. ആ യുവതികൾ തങ്ങളെ സഹായിച്ച യുവാവിനെക്കുറിച്ച് പിതാവിനോട് പറയണമെന്നോർത്ത് വേഗത്തിൽ വീട്ടിലേക്ക് നടന്നു. ഇന്നെന്താ ഇത്ര നേരത്തെ എത്തിയത്? മക്കളെ കണ്ടപാടെ ശുഐബ് നബി അലൈഹി ഇസ്ലാം ചോദിച്ചു. നടന്ന സംഭവങ്ങളെല്ലാം അവർ ശുഐബ് നബി അലൈഹി ഇസ്ലാമിനെ അറിയിച്ചു. അതുകേട്ട് ആ യുവാവിനെ കാണാനും അദ്ദേഹം ചെയ്ത ഉപകാരത്തിന് നന്ദി പ്രകാശിപ്പിക്കാനും ശുഐബ് നബി അലൈഹി ഇസ്ലാമിന് തിടുക്കമായി. അദ്ദേഹം മൂത്തമകളായ സഫൂറയെ അരികിൽ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു, നീ പോയി ആ യുവാവിനെ ഉടൻ ഇവിടെ കൂട്ടിക്കൊണ്ടുവരണം.
അയാളെ കാണാൻ എൻ്റെ മനസ്സ് തുടിക്കുന്നു. പിതാവിൻ്റെ ആവശ്യപ്രകാരം ആ യുവതി മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഇരിക്കുന്ന മരത്തണലിലേക്ക് വന്നു. നീ എന്താ വീണ്ടും വന്നത്? യുവതിയെ കണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു. അങ്ങയെ കാണാൻ ബാപ്പാക്ക് ആഗ്രഹമുണ്ട്. അദ്ദേഹം കൂട്ടിക്കൊണ്ടു ചെല്ലാൻ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ വന്നത്. യുവതിയുടെ വാക്ക് കേട്ട് മൂസാ നബി അലൈഹി ഇസ്ലാം അവളോടൊപ്പം പുറപ്പെട്ടു. ആദ്യം സഫൂറ മുന്നിലാണ് നടന്നത്. ആ യുവതിയെ മുന്നിൽ നടത്തുന്നത് ശരിയല്ലെന്ന് നബിക്ക് തോന്നി. അദ്ദേഹം പറഞ്ഞു, ഭവതി പിറകിൽ നടന്നാൽ മതി, ഞാൻ മുന്നിൽ നടക്കാം. അങ്ങേക്ക് എൻ്റെ വീട്ടിലേക്കുള്ള വഴി അറിയുകയില്ലല്ലോ. ലജ്ജാവിവശയായി മുഖം കുനിച്ചുകൊണ്ട് സഫൂറ സന്ദേഹം പ്രകടിപ്പിച്ചു. വഴി പറഞ്ഞു തന്നാൽ മതി. അത്രയും പറഞ്ഞുകൊണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാം മുന്നിൽ കയറി നടന്നു. ഏകാന്തമായ സ്ഥലത്ത് വെച്ച് ഒരു യുവതിയെ തനിച്ച് കിട്ടിയാൽ അവളുടെ അഴക് കണ്ടാസ്വദിക്കുവാനും അതിലപ്പുറവും സാധാരണ ഒരു യുവാവാണെങ്കിൽ തുനിയും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകനായ മൂസാ നബി അലൈഹി ഇസ്ലാം അത്തരം കാര്യങ്ങൾക്കെല്ലാം അതീതനായിരുന്നു. അതുകൊണ്ടാണ് ആ സ്ത്രീയുടെ പിറകിൽ നടക്കാൻ മൂസാ നബി അലൈഹി ഇസ്ലാം ആവശ്യപ്പെട്ടത്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ സൂക്ഷ്മതയും ആദർശശുദ്ധിയും വിനയവുമെല്ലാം ആ പെൺകുടിയെ വല്ലാതെ ആകർഷിച്ചു. അല്പസമയങ്ങൾക്കകം അവർ വീട്ടിലെത്തിച്ചേർന്നു. വൃദ്ധനായ ശുഐബ് നബി അലൈഹി ഇസ്ലാമിന് യുവാവിനെ പ്രഥമ വീക്ഷണത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം അവിടെ എത്തിച്ചേരുവാനുണ്ടായ കാരണം ചോദിച്ചു. മൂസാ നബി അലൈഹി ഇസ്ലാം തൻ്റെ ജീവിതാനുഭവങ്ങൾ ഒന്നും മറച്ചു വെക്കാതെ തുറന്നു പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശുഐബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, താങ്കൾ സുരക്ഷിത സ്ഥാനത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ഫിർഔന്റെ ഉപദ്രവത്തിൽ നിന്ന് താങ്കൾ രക്ഷപ്പെട്ടിരിക്കുന്നു. സഫൂറ ആ യുവാവിൻ്റെ ഗുണഗണങ്ങളെ പിതാവിന് വിവരിച്ചു കൊടുത്തു. ശക്തിമാനാണ്, സംസ്കാര സമ്പന്നനാണ്. അങ്ങനെ എല്ലാം മുഴുവനും കേട്ടപ്പോൾ യുവാവിനെ ശുഐബ് നബി ഇസ്ലാമിന് പൂർവാധികം ഇഷ്ടമായി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എൻ്റെ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ എനിക്ക് സമ്മതമാണ്. എൻ്റെ ആടുകളെ മേയ്ക്കാനും മറ്റാവശ്യങ്ങൾക്കും ഒരാൺ തുണയില്ലാതെ ഞാൻ കഷ്ടപ്പെടുകയാണ്. ശുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ നിർദ്ദേശം അദ്ദേഹത്തിന് സമ്മതമായിരുന്നു. സമ്മതിക്കാതിരുന്നാൽ എങ്ങോട്ട് പോകും? പഴയ പോലെ ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്യാനോ? അതിനി ആവുകയില്ല. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാം ആ വീട്ടിൽ താമസം തുടങ്ങി. ദിവസങ്ങൾ നീങ്ങി. യുവാവിനെ ശുഐബ് നബി ഇസ്ലാമിന് നന്നേ ഇഷ്ടപ്പെട്ടു. തൻ്റെ മൂത്ത മകൾ സഫൂറയെ അദ്ദേഹത്തെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുവാൻ ശുഐബ് നബി അലൈഹി ഇസ്ലാം തീരുമാനിച്ചു. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് സമ്മതമാരാഞ്ഞു. അത് നല്ലതാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. 10 വർഷം അവിടെ താമസിച്ച് ശുഐബ് അലൈഹി ഇസ്ലാമിൻ്റെ ആടുകളെ മേക്കാമെന്ന കരാറിൽ ആ വിവാഹം നടന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമും സഫൂറയും ദമ്പതികളായി. ചില്ലുകൾ അടർത്തിക്കൊടുക്കുവാനും ഒരു വടി അത്യാവശ്യമാണല്ലോ. ശുഐബ് നബി അലൈഹി ഇസ്ലാം മകളെ വിളിച്ച് അകത്ത് മൂലയിൽ ചാരിവെച്ചിരുന്ന വടികളിലൊന്ന് എടുത്തു കൊണ്ടുവന്ന് കൊടുക്കാൻ പറഞ്ഞു. സഫൂറ അപ്രകാരം ചെയ്തു. മകൾ കൊണ്ടുകൊടുത്ത വടി കണ്ടപ്പോൾ അത് അവിടെ തന്നെ കൊണ്ടുവച്ച് മറ്റൊന്ന് കൊടുക്കാൻ പറഞ്ഞു. ആ വടി സ്വർഗത്തിൽ നിന്ന് ആദം നബി അലൈഹി ഇസ്ലാം കൊണ്ടുവന്നതായിരുന്നു. തലമുറകളായി ശുഐബ് നബി ഇസ്ലാമിൻ്റെ കൈകളിലെത്തിയതാണ്. അത്രയും വിശേഷപ്പെട്ട പല അത്ഭുത സിദ്ധികളുമുള്ള ആ വടി കൈവിട്ടു പോയാലോ എന്നുള്ള ഭയം കൊണ്ടാണ് ശുഐബ് നബി അലൈഹി ഇസ്ലാം അത് തിരിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞത്. തൻ്റെ കയ്യിൽ കിട്ടിയ വടി എന്തുകൊണ്ടോ തിരിച്ചു നൽകാൻ മൂസാ നബി അലൈഹി ഇസ്ലാമിന് തോന്നിയില്ല. ശുഐബ് നബി അലൈഹി ഇസ്ലാമിക്കാണെങ്കിൽ അത് തിരികെ കിട്ടുകയും വേണം. ആദ്യം തൻ്റെ അമ്മോശനും മരുമകനും തമ്മിൽ തർക്കത്തിനുള്ള പുറപ്പാടാണോ? എന്നാൽ അവർക്ക് വളരെയൊന്നും തർക്കിക്കേണ്ടി വന്നില്ല. രണ്ടും പ്രവാചകന്മാരല്ലേ. അവർക്കിടയിലെ തർക്കം തീർക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ തന്നെ മനുഷ്യരൂപത്തിൽ അയച്ചു. നിങ്ങളുടെ തർക്കമെന്താണ്? ആഗതൻ ചോദിച്ചു. അതിന് ശുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു. എൻ്റെ മരുമകന് ഇതല്ലാതെ മറ്റൊരു വടി കൊടുക്കാമെന്ന് ഞാൻ പറയുന്നു. പക്ഷേ അവന് ഈ വടി തന്നെ വേണം. ആ സമയത്ത് ആഗതൻ പറഞ്ഞു, അതിന് ഞാനൊരു പോംവഴി പറയാം. ആ വടി താഴെയിടുക. ആർക്കാണ് തറയിൽ നിന്ന് എടുക്കാൻ സാധിക്കുന്നത് അവർക്കുള്ളതാണ് ആ വടി. അത് 2 പേർക്കും സമ്മതമായിരുന്നു. മധ്യസ്ഥനെ അംഗീകരിച്ച് നബി ആ വടി തറയിലേക്കിട്ടു. 2 പേരും വടിയെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ മൂസാ നബി അലൈഹി ഇസ്ലാമിന് മാത്രമേ അതെടുക്കാൻ സാധിച്ചുള്ളൂ. അങ്ങനെ ആ വടി അദ്ദേഹത്തിൻ്റെതായി. മധ്യസ്ഥൻ സന്തോഷത്തോടെ പിരിഞ്ഞു പോവുകയും ചെയ്തു. മൂസാ നബി അലൈഹി ഇസ്ലാം പതിവായി ആടുകളെ മേയ്ക്കാൻ വനത്തിൽ പോയി തുടങ്ങി. വനത്തിലൊരിടത്ത് ഒരു സർപ്പവീരൻ്റെ ഉപദ്രവമുണ്ട്. അവൻ ആടുകളെ പിടിച്ച് ശാപ്പിടാറുണ്ട് എന്നെല്ലാം ശുഐബ് നബി അലൈഹി ഇസ്ലാം മരുമകന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒരു ദിവസം മൂസാ നബി അലൈഹി ഇസ്ലാം ആടുകളെ മേയ്ക്കാൻ വിട്ട് ഒരു മരത്തണലിൽ വിശ്രമിക്കാനിരുന്നു.
തളർച്ച കാരണം മൂസാ നബി അലൈഹി സ്വലാം പെട്ടെന്ന് നിദ്ര കൊണ്ടു. അപ്പോഴാണ് വിഷസർപ്പത്തിൻ്റെ വരവ്. അത് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ആടുകളെ വിഴുങ്ങുവാനുള്ള ഒരുക്കമാണ്. അത്ഭുതം തന്നെ. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ അരികിൽ കിടന്ന വടി ഭീമാകാരമായൊരു സർപ്പമായി മാറി. ആടുകളെ ആക്രമിക്കാനൊരുങ്ങിയ പാമ്പിനെ ക്ഷണനേരം കൊണ്ട് അത് വകവരുത്തി. മൂസാ നബി അലൈഹി സ്വലാം സംഭവമൊന്നും അറിയാതെ ഉറങ്ങുകയാണ്. ഉണർന്നു നോക്കുമ്പോൾ സമീപത്തായി ഒരു വലിയ സർപ്പം ചത്തുകിടക്കുന്നത് കണ്ടു. തൻ്റെ ആടുകൾക്ക് ഭീഷണിയായ സർപ്പം ചത്തുകഴിഞ്ഞപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം സന്തോഷിച്ചു. വീട്ടിൽ തിരിച്ചെത്തിയ ഉടനെ ഷുഐബ് നബി സ്വലാമിനോട് അക്കാര്യം പറഞ്ഞു. ഷുഐബ് നബി അലൈഹി സ്വലാമിന് മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ പ്രവാചകനായിരിക്കുമെന്ന് ഒരു ആദ്യമേ സംശയമുണ്ടായിരുന്നു. ഈ വിവരം കൂടി അറിഞ്ഞപ്പോൾ അത് ഉറപ്പായി. മൂസാ നബി അലൈഹി സ്വലാമിനോട് അദ്ദേഹത്തിൻ്റെ സ്നേഹം കൂടിക്കൂടി വന്നു. അങ്ങനെ 4 വർഷം കഴിഞ്ഞു. 5-ാം വർഷത്തിൽ തന്നെ ആടുകൾ പ്രസവിക്കുന്ന എല്ലാ ആണാടുകളെയും മരുമകന് നൽകാൻ നബി തീരുമാനിച്ചു. ആ കൊല്ലം ആടുകൾ പ്രസവിച്ചത് മുഴുവൻ ആണാടുകളെയായിരുന്നു. അടുത്ത വർഷം ജനിക്കുന്ന പെണ്ണാടുകളെയാണ് കൊടുക്കാൻ നബി നിശ്ചയിച്ചത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹമെന്നല്ലാതെ എന്തു പറയാൻ. ആ വർഷം പിറന്നത് മുഴുവൻ പെണ്ണാടുകൾ. പിന്നീടുള്ള വർഷങ്ങളിൽ കറുപ്പ് നിറവും വെളുപ്പ് നിറവും പുള്ളികളും അങ്ങനെ ഓരോ വിശേഷണങ്ങൾ പറഞ്ഞ് കൊണ്ടാണ് നബി മൂസാ നബി ഇസ്ലാമിന് വേണ്ടി ആടുകളെ നേർന്നത്. മരുമകന് ഏതു തരം ആടുകളെയാണോ നൽകാൻ നിശ്ചയിച്ചത് ആ ഇനങ്ങൾ തന്നെ നിശ്ചയിച്ച വർഷത്തിൽ ജനിക്കുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ 10 വർഷം പൂർത്തിയായപ്പോഴേക്കും മൂസാ നബി ഇസ്ലാം നല്ലൊരു ആട്ടിൻപറ്റത്തിൻ്റെ ഉടമയായി തീർന്നു. ഷുഐബ് നബി അലൈഹി സ്വലാമിനോടുള്ള കരാർ അവസാനിച്ചു. സ്വന്തം മാതാപിതാക്കളെയും സഹോദരന്മാരെയും കാണാനുള്ള അതിയായ ആഗ്രഹം നബിയിൽ അങ്കുരിച്ചു. അദ്ദേഹം ഷുഐബ് നബി അലൈഹി സ്വലാമിനോട് യാത്രക്കുള്ള അനുമതി തേടി. സമ്മതം കിട്ടിയ ഉടനെ ഗർഭിണിയായ ഭാര്യയെയും സ്വന്തമായുള്ള അടിമകളെയും ആടുകളെയും കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം ഈജിപ്ത് ലക്ഷ്യമാക്കി യാത്ര ചെയ്തു. അവർ നടന്നു കുറേ ദൂരം പിന്നിട്ടു. ശരിയായ മാർഗം ആർക്കും അറിയില്ലായിരുന്നു. കുറേ നടന്നൊരു മരുഭൂമിയിലെത്തി. വഴിയറിയാതെ 4-5 ദിവസം മരുഭൂമിയിലൂടെ അലഞ്ഞു. അവസാനം തൂരി സീനാ മലയുടെ താഴ്വാരത്താണ് അവർ എത്തിച്ചേർന്നത്. സമയം സന്ധ്യയായി. മഞ്ഞ് വീഴ്ച തുടങ്ങി. തണുപ്പ് അസഹ്യമായപ്പോൾ ആടുകളെല്ലാം നാനാഭാഗങ്ങളിലേക്കും ചിതറിയോടി. ആടുകളെ അന്വേഷിച്ച് ഭൃത്യന്മാരും. അവിടെ അവശേഷിച്ചത് മൂസാ നബി അലൈഹി സ്വലാമും പ്രിയ പത്നി സഫൂറയും മാത്രം. കൂനിന്മേൽ കുരു എന്ന പോലെ ബീവിക്ക് പ്രസവവേദനയും തുടങ്ങി. അടുത്തു നിൽക്കുന്ന ആ ഭാര്യാഭർത്താക്കന്മാർക്ക് പോലും തമ്മിൽ കാണാൻ വയ്യാത്തത്ര കൂരിരുട്ട്. അല്പം തീ കിട്ടിയിരുന്നെങ്കിൽ തണുപ്പിൻ്റെ കാഠിന്യത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് മൂസാ നബി അലൈഹി സ്വലാം ആശിച്ചു. അതിനും അന്വേഷിക്കണമെങ്കിൽ ഭാര്യയെ തനിച്ചിട്ട് പോകണം. പ്രസവവേദന കൊണ്ടവർ പുളയുകയാണ് എന്ന് വെച്ച് എങ്ങനെ പോകാതിരിക്കും. അവസാനം അദ്ദേഹം തന്നെ പോകാനുറച്ചു. മൂസാ നബി അലൈഹി സ്വലാം കുറച്ചു ദൂരം നടന്നു. പർവ്വതത്തിൻ്റെ മടക്കുകളിൽ ഒരിടത്ത് ഒരു വെളിച്ചം മൂസാ നബി അലൈഹി സ്വലാം കണ്ടു. വെളിച്ചം കണ്ട ഭാഗത്തേക്ക് അദ്ദേഹം നീങ്ങി. ഒരു മരത്തിൻ്റെ മുകൾ ഭാഗത്താണ് വെളിച്ചമെന്ന് മൂസാ നബി അലൈഹി സ്വലാമിന് ബോധ്യമായി. അടുക്കുംതോറും തീയല്ല മറ്റെന്തോ ദിവ്യപ്രകാശമാണെന്ന് നബിക്ക് ബോധ്യമാകാൻ തുടങ്ങി. അദ്ദേഹം ശങ്കിച്ചു നിന്നു. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം വ്യക്തമായി കേട്ടു സർവ്വലോകരക്ഷിതാവിൻ്റെ സ്വരം. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സംസാരിക്കാൻ ഭാഗ്യമുണ്ടായി. കരീമുല്ലാഹി, അള്ളാഹുവിനോട് സംസാരിച്ചവൻ എന്ന പേരിന് അർഹരായവരാണ് മൂസാ നബി അലൈഹി സ്വലാം. അല്ലയോ മൂസ, ഞാൻ നിങ്ങളുടെ രക്ഷിതാവാണ്. നിങ്ങളുടെ പാദങ്ങളിൽ നിന്ന് ചെരുപ്പുകൾ അഴിച്ചു വെക്കുക. നിങ്ങൾ നിൽക്കുന്നത് പരിശുദ്ധമായ താഴ്വരയിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശബ്ദം മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ പുളകം കൊള്ളിച്ചു. അദ്ദേഹം തൻ്റെ ചെരുപ്പുകൾ അഴിച്ച് താഴെയിട്ട് പ്രകാശത്തോട് കുറച്ചുകൂടി അടുത്തു നിന്നു. താങ്കളുടെ വലത് കൈയിൽ എന്താണ്? വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യം. വടി എന്ന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. വടിയാണെന്ന് രക്ഷിതാവിന് അറിയുകയും ചെയ്യാം. പക്ഷേ സംഭാഷണത്തിനൊരു തുടക്കമിട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സംസാരിച്ച് നിൽക്കുന്നതിനുള്ള അനിർവചനീയമായ ആനന്ദമാർത്ത് മൂസാ നബി അലൈഹി സ്വലാം നീട്ടി പറഞ്ഞു. ഇത് എൻ്റെ വടിയാണ്. ഇതുകൊണ്ട് ഞാൻ കുത്തിപ്പിടിച്ച് നടക്കുകയും എൻ്റെ ആടുകൾക്ക് പച്ചിലകൾ തല്ലി വീഴ്ത്തിക്കൊടുക്കുകയും ചെയ്യാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വടിയൊന്ന് താഴെയിടാൻ മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു. ആ വടി താഴെയിട്ടു. മൂസാ അലൈഹി സ്വലാം അതനുസരിച്ചു. അത്ഭുതം! പെട്ടെന്ന് തന്നെ അതൊരു പാമ്പായി മാറി. ഭീമാകാരനായ പാമ്പ്. നബി ഭയപ്പെട്ട് പിറകോട്ട് നടന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, താങ്കൾ ഭയപ്പെടേണ്ട, അതെടുക്കുക. പൂർവ്വസ്ഥിതിയിൽ വടിയായി മാറുന്നത് കാണാം.
അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന കേട്ട് മൂസാ നബി അലൈഹി സ്വലാം സംശയലേശമന്യേ പാമ്പിനെ പിടിക്കാനൊരുങ്ങി. അത് പഴയപടിയായി തന്നെ മാറി. താങ്കളുടെ കൈ കുപ്പായക്കീശയിൽ നിന്നും പുറത്തെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും കൽപ്പിച്ചു. നബി അതനുസരിച്ചു. പുറത്തെടുത്ത കൈ സൂര്യനെ പോലെ കത്തിത്തിളങ്ങുന്നു. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇത് രണ്ടും താങ്കൾക്ക് ഞാൻ നൽകുന്ന ദൃഷ്ടാന്തങ്ങളാണ്. പോകൂ, ഉടൻ തന്നെ ഫിർഔനെയും ജനങ്ങളെയും സത്യത്തിലേക്ക് ക്ഷണിക്കൂ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന കേട്ട് മൂസാ നബി അലൈഹി സ്വലാം അപേക്ഷിച്ചു, നാഥാ, ഫിർഔൻ ശക്തനാണ്, ധിക്കാരിയാണ്. അവനോട് ഏറ്റുമുട്ടാൻ എനിക്കൊരു സഹായി കൂടി ഉണ്ടാകുന്നത് നന്ന്. എൻ്റെ സഹോദരൻ ഹാറൂനെ കൂടി പ്രവാചകനായി എന്നോടൊപ്പം അയക്കാൻ കനിവുണ്ടാകണേ. അതുകേട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹാറൂൻ ഒരിക്കലും താങ്കളെക്കാൾ ശക്തനല്ല, എങ്കിലും അപേക്ഷ അംഗീകരിക്കുന്നു. അനർഘമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതിയോടെ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. തൻ്റെ പ്രാണപ്രേയസിയെക്കുറിച്ചുള്ള ചിന്ത അപ്പോഴാണ് അദ്ദേഹത്തിനുണ്ടായത്. ഉടൻ ഭാര്യയുടെ വിവരമറിയാനുള്ള ആകാംക്ഷയോടെ അങ്ങോട്ടോടി. ചെന്ന് നോക്കുമ്പോൾ ബീവി സുന്ദരനായ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചിരിക്കുന്നു. അവർക്ക് യാതൊരു കുഴപ്പവുമില്ല. മൂസാ നബിക്ക് സന്തോഷമായി. അദ്ദേഹം റബ്ബുൽ ആലമീനായ തമ്പുരാനെ സ്തുതികളർപ്പിച്ചു. ഭാര്യയോട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന അറിയിച്ചു. എനിക്കുടനെ പോകണം, അതുകൊണ്ട് ഭവതി നാട്ടിൽ പോവുക. അവർ സമ്മതിച്ചു. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം ഈജിപ്തിനെ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. പുത്രൻ്റെ സമാഗമം ഇമ്രാനെയും യുഹാനിദിനെയും സന്തോഷസാഗരത്തിൽ ആറാടിച്ചു. ഹാറൂനും മറിയമിനും അതിൽ അടക്കാനാവാത്ത ആഹ്ലാദമുണ്ടായി. അവരെല്ലാം മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ വേർപാടിൽ ദുഃഖിച്ച് വേദനിച്ച് കഴിയുകയായിരുന്നു. നബി താൻ ഈജിപ്തിൽ നിന്നും പലായനം ചെയ്തതു മുതൽ പ്രവാചകത്വ പദവി ലഭിച്ചത് വരെയുള്ള എല്ലാ അനുഭവങ്ങളും വീട്ടുകാരോട് പറഞ്ഞ് മനസ്സിലാക്കി. തങ്ങളുടെ 2 സന്തതികളും പ്രവാചകന്മാരായി തീർന്നതിൽ ആ ദമ്പതികൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിച്ചു. നൂറ്റാണ്ടുകളായി ബനു ഇസ്രായേൽക്കാർ അനുഭവിക്കുന്ന യാതനകൾക്ക് പരിഹാരം കാണുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച പ്രവാചകനാണ് മൂസാ നബി അലൈഹി സ്വലാമും ഹാറൂൻ നബി അലൈഹി സ്വലാമും. ഒരു ദിവസം മാതാപിതാക്കളോട് യാത്ര ചോദിച്ച് തങ്ങളുടെ ദൗത്യവുമായി പുറത്തിറങ്ങി. ഫിർഔനെ എങ്ങനെ സമീപിക്കണം, അവൻ്റെ കുൽസിത തന്ത്രങ്ങളെ എങ്ങനെ നേരിടണം എന്നെല്ലാം ആലോചിച്ചുകൊണ്ട് ആ സഹോദരന്മാർ ഈജിപ്തിൻ്റെ തെരുവീഥികളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. ഫിർഔൻ്റെ വളർത്തുപുത്രൻ അന്നാട്ടുകാർ മറന്നു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ തെരുവീഥികളിലൂടെ നടന്നു നീങ്ങുന്ന അപരിചിതനെ കണ്ടവരെല്ലാം ഒളിഞ്ഞു നോക്കി. ഇയാളാര്? ഈ പട്ടണത്തിൽ രാജാവിൻ്റെ അനുമതിയില്ലാതെ ഒരാൾക്കും സ്വൈരവിഹാരം നടത്താൻ അർഹതയില്ലല്ലോ. ഇങ്ങനെയുള്ള ചിന്തകളാണ് അണികളെ അലട്ടിയത്. ഹാറൂനിനെ അവർക്ക് പരിചയമുണ്ട്. പക്ഷേ കൂടെയുള്ളയാൾ ആരെന്ന് മനസ്സിലാക്കാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല. അവർ ഏകദേശം കൊട്ടാരത്തിൻ്റെ സമീപമെത്തി. ഒരു രാജഭടൻ്റെ ദൃഷ്ടിയിൽ അവർ പെട്ടു. നിങ്ങളാരാണ്? അപരിചിതരായ നിങ്ങൾ ഇവിടെ എന്തിന് ചുറ്റിക്കറങ്ങുന്നു? അയാൾ ചോദിച്ചു. അത് കേട്ട് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഞങ്ങൾ സർവ്വലോകരക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദൂതന്മാരാണ്. അപരിചിതൻ്റെ ഭയലേശമന്യേയുള്ള വാക്കുകൾ കേട്ട് ആ ഭൃത്യന് ശുണ്ഠി വന്നു. അയാൾ തിരക്കിട്ട് രാജധാനിയിലേക്ക് നടന്നു. ഫിർഔൻ്റെ മുമ്പിൽ ഇപ്രകാരം ബോധിപ്പിച്ചു, പ്രഭോ, ധിക്കാരികളായ 2 പേർ കൊട്ടാരത്തിന് സമീപം ചുറ്റിപ്പറ്റി നടക്കുന്നു. ആരാണെന്ന് ചോദിച്ചപ്പോൾ അവരുടെ രക്ഷിതാവിൻ്റെ ദൂതന്മാരാണെന്നുള്ള മറുപടിയാണ് അവർ തന്നത്. എത്ര ധൈര്യത്തോടു കൂടിയാണ് അങ്ങനെയല്ലാതെ ഒരു രക്ഷിതാവുണ്ടെന്ന് അവർ വീമ്പിളക്കിയത്. തൻ്റെ അധികാരപരിധിക്കുള്ളിൽ വന്ന് തന്നെ ധിക്കരിക്കുകയോ താനല്ലാതെ ഒരു പടച്ചവനുണ്ടെന്ന് വ്യാജ പ്രസ്താവന നടത്തുകയോ ആ അഹങ്കാരിക്ക് അതൊട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും അജ്ഞാതമായൊരു ഭയാശങ്ക അയാളെ വലയം ചെയ്തു. തന്നെ വെല്ലുവിളിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ അവർ സാധാരണക്കാരായിരിക്കില്ല. എന്തായിരിക്കും അവരുടെ ഉദ്ദേശം? ഇങ്ങനെ പലവിധ ചിന്തകൾക്ക് അധീനനായി ഫിർഔൻ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി ഉലാത്താൻ തുടങ്ങി. മൂസാ നബി അലൈഹി സ്വലാമും സഹോദരനും കൊട്ടാരവാതിൽക്കലെത്തി. അവർ ധൈര്യസമേതം ഫിർഔനെ കാണാൻ 2 പേർ വന്നിരിക്കുന്നുവെന്ന് കാവൽക്കാരനോട് അറിയിക്കുവാൻ ആവശ്യപ്പെട്ടു. കൊട്ടാരം കാവൽക്കാരൻ ഉടൻ തന്നെ വിവരം രാജാവിനെ ധരിപ്പിച്ചു. എന്ത്, അവർ തന്നെ തേടി ഇങ്ങെത്തിയോ? തീക്കൊള്ളിയിൽ ഉറുമ്പരിക്കാൻ തുടങ്ങിയെന്നോ? ഏതായാലും നേരിടുക തന്നെ, വരാൻ പറയൂ, അയാൾ ഉത്തരവ് കൊടുത്തു. കൽപ്പന കിട്ടേണ്ട താമസം 2 പേരും ഫിർഔൻ്റെ സന്നിധിയിലെത്തി. നാട്ടുകാർക്കൊന്നും മൂസാ നബി അലൈഹി സ്വലാമിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും ഫിർഔന് അങ്ങനെ മറക്കാൻ കഴിഞ്ഞിരുന്നില്ല. മൂസാ നബി അലൈഹി സ്വലാമിനെ അയാൾ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. നീയായിരുന്നോ? 10-30 കൊല്ലക്കാലം സ്വന്തം മകനെപ്പോലെ നിന്നെ ഞാൻ തീറ്റിപ്പോറ്റി. അവസാനം ചോറിന് നന്ദി കാണിക്കാതെ പോയി. എൻ്റെ ഒരു ഭൃത്യനെ നീ വധിച്ചു. പാല് തന്ന കൈക്ക് കൊത്തിയ വിഷസർപ്പമാണ് നീ.
മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്നിൽ നിന്നും അങ്ങനെ ഒരു അബദ്ധം വന്നത് ശരിയാണ്. അതിൽ ഞാൻ പശ്ചാത്തപിച്ചത് കാരണം എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നിരിക്കുന്നു. ഏതാണ് നിൻ്റെ റബ്ബ്? ഫിർഔൻ കോപാകുലനായി ചോദിച്ചു. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ആകാശഭൂമികളെയും സൂര്യചന്ദ്ര നക്ഷത്രാദികളെയും മനുഷ്യരെയും ജിന്നുകളെയും പക്ഷിപ്പറവകളെയും സർവത്ര ചരാചരങ്ങളെയും സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന ഏകനായ അരൂപിയ റബ്ബുൽ ആലമീനാണ് എൻ്റെ രക്ഷിതാവ്. ആ രക്ഷിതാവിനെ കൊണ്ട് നീയും പ്രജകളും വിശ്വസിക്കണം. ഫിർഔൻ ആകെ കോപാകുലനായി. അയാൾ അവിടെ കൂടിയിരിക്കുന്ന പ്രജകളെ നോക്കി പറഞ്ഞു, ഞാനല്ലേ നിങ്ങളുടെ ഏറ്റവും വലിയ റബ്ബ്? എന്നിട്ടും എന്നിലും വലിയൊരു റബ്ബുണ്ടെന്ന് പറഞ്ഞ് ഇവരിതാ വന്നിരിക്കുന്നു. ഇത് മുഴുത്ത ഭ്രാന്താണ്. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഭ്രാന്ത് ഞങ്ങൾക്കല്ല, സ്വയം റബ്ബാണെന്ന് പറയുന്ന കേവലം ഒരു സൃഷ്ടിയാ നിങ്ങൾക്കാണ്. നിങ്ങളെ അന്ധമായി അനുകരിക്കുന്ന പ്രജകൾക്കാണ്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ഏക ഇലാഹിൽ വിശ്വസിക്കണം, അവനെ ആരാധിക്കണം. സൃഷ്ടിപൂജ മഹാപാപമാണ്. വീരശൂര പരാക്രമിയായ ഫിർഔൻ്റെ മുന്നിൽ ഇങ്ങനെ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാൻ യഥാർത്ഥ പ്രവാചകന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പ്രജകളിൽ ചിലരെങ്കിലും വിശ്വസിച്ചു. എങ്കിലും ഫിർഔൻ്റെ മർദ്ദനം ഭയന്ന് അവരാരും പരസ്യമായി അത് പ്രകടിപ്പിച്ചില്ല. ഫിർഔൻ വീണ്ടും പറഞ്ഞു, നിൻ്റെ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചാൽ എനിക്കെന്ത് ഗുണമാണ് ഉണ്ടാവുക? മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, എൻ്റെ റബ്ബ് എല്ലാറ്റിനും കഴിവുള്ളവനാണ്. നിങ്ങളെ ദീർഘായുസ്സുള്ളവനാക്കാനും നിങ്ങളുടെ യൗവനം തിരിച്ചു തരാനും ഭൂലോക ചക്രവർത്തിയാക്കാനും ഇഹലോകവും പരലോകവും ക്ഷേമസമ്പുഷ്ടമാക്കാനും അവന് നിഷ്പ്രയാസം കഴിയും. എങ്കിൽ ഞാനൊന്ന് ആലോചിക്കട്ടെ. ഫിർഔൻ മെല്ലെ ഉരുവിട്ടു. അത് കേട്ട് മൂസാ നബി അലൈഹിസ്സലാമും സഹോദരനും തൽക്കാലം അവിടെ നിന്നും ഇറങ്ങി നടന്നു. തൻ്റെ യൗവനം തിരിച്ചു തരുമെന്നോ ദീർഘകാലം യൗവനയുക്തനായി ജീവിക്കാൻ കഴിയുമെന്നോ എങ്കിൽ അതൊന്ന് പരീക്ഷിച്ചാലോ? ഫിർഔൻ ആലോചിച്ചു. മന്ത്രി ഹാമാനെ വിളിച്ച് അയാൾ തൻ്റെ ഉള്ളിലിരിപ്പ് അറിയിച്ചു. ഹാമാൻ പറഞ്ഞു, ഇത്ര നാളും അങ്ങാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് പറഞ്ഞു നടന്നിട്ട് ഇപ്പോൾ മറ്റൊരു റബ്ബിൻ്റെ അടിമയാണെന്ന് അറിയുമ്പോൾ പ്രജകൾ എന്ത് ധരിക്കും? പിന്നെ അവർ അങ്ങയെ വിലവെക്കുമോ? മന്ത്രിയുടെ വാക്കുകളിൽ കഴമ്പുണ്ടെന്ന് ഫിർഔന് തോന്നി. എങ്കിലും എക്കാലവും യുവാവായിരിക്കുന്ന സിദ്ധി രാജാവിൻ്റെ സന്ദേഹം കണ്ട് ഹാമാൻ പറഞ്ഞു, അങ്ങ് അല്പം ശങ്കിക്കേണ്ട. ചെറുപ്പക്കാരനാകാനുള്ള വിദ്യ എനിക്കുമറിയാം. അയാൾ അപ്പോൾ തന്നെ ഭടന്മാരെ വിളിച്ചപ്പോൾ ചില പച്ചമരുന്നുകളുടെ പേർ പറഞ്ഞ് അവ ഉടൻ ശേഖരിച്ചു കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവർ വനത്തിൽ പോയി മരുന്നുകളെല്ലാം പറിച്ചെടുത്ത് കൊണ്ടുവന്നു. അവയെല്ലാം കൊത്തിപ്പിഴിഞ്ഞ് രാത്രി കിടക്കാൻ നേരത്തെ രാജാവിൻ്റെ തലമുടിയിലും താടിയിലും ശരീരഭാഗങ്ങളിലും പുരട്ടാൻ ഏർപ്പാട് ചെയ്തു. മരുന്ന് പുരട്ടി കിടന്നുറങ്ങിയ ഫിർഔൻ നേരം പുലർന്ന ഉടനെ കണ്ണാടിയിൽ നോക്കി. നലച്ച മുടിയും താടിയും കറുത്തിരിക്കുന്നു. ശരീരത്തിൻ്റെ യൗവനം തിരിച്ചു വന്ന പ്രതീതിയുണ്ടായി. രാജാവ് ഹാമാനെ അഭിനന്ദിച്ചു. അയാളുടെ അഹങ്കാരം 10 മടങ്ങ് വർദ്ധിച്ചു. അടുത്ത ദിവസം രാജസദസ്സ് കൂടി. വളരെ പ്രതീക്ഷയോടുകൂടി മൂസാ നബി അലൈഹിസ്സലാമും സഹോദരനും അവിടെ എത്തിച്ചേർന്നു. മൂസാ നബി അലൈഹിസ്സലാം അന്നും രാജാവിനെയും പരിവാരങ്ങളെയും സത്യമതത്തിലേക്ക് ക്ഷണിച്ചു. കഴിഞ്ഞ ദിവസം കണ്ട ശാന്തതയൊന്നും ഫിർഔനിൽ ദൃശ്യമായില്ല. അയാൾ വളരെ ഗൗരവത്തോടുകൂടി പറഞ്ഞു, നീ എന്നെ വ്യാജ പ്രസ്താവനകളുമായി തെറ്റിദ്ധരിപ്പിക്കാനാണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. വെറുതെ നീ പ്രവാചകനാണെന്ന് വീമ്പുളക്കുമ്പോഴേക്ക് വിശ്വസിച്ചു കളയാൻ അത്ര കണ്ട് വിഡ്ഢികളൊന്നുമല്ല ഞങ്ങളാരും. നിൻ്റെ കയ്യിൽ വല്ല തെളിവുകളുമുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഹാജരാക്കൂ, എന്നിട്ടാവാം മറ്റു കാര്യങ്ങൾ. അതൊരു വെല്ലുവിളിയായി മൂസാ നബി അലൈഹിസ്സലാം സ്വീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, വേണ്ടത്ര ദൃഷ്ടാന്തങ്ങളോടുകൂടി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതാ നോക്കൂ. മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ സന്തത സഹചാരിയായ വടി താഴെയിട്ടു. അവിടെ കൂടിയിരുന്നവരെല്ലാം അത്ഭുതപ്പെട്ടു, അമ്പരന്നു, ഭയപ്പെട്ട് പരക്കം പാഞ്ഞു. ഉണ്ടായതെന്താണെന്നോ? മൂസാ നബി അലൈഹിസ്സലാം വടി താഴിട്ട ഉടനെ അതൊരു ഉഗ്രസർപ്പമായി മാറി. സാധാരണ പാമ്പല്ല, 80 അടിയോളം വലിപ്പമുള്ള ഒരു ഉഗ്രൻ സർപ്പം. പാറക്കല്ലുകൾ പോലെയുള്ള ദന്തനിരകൾ. ഫിർഔൻ വേവലാതിയോടുകൂടി മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, മൂസ, എൻ്റെ പ്രജകളെ ഇങ്ങനെ ഭയപ്പെടുത്തുന്നതിൽ കാര്യമില്ല. നിൻ്റെ തെളിവ് കണ്ടു കഴിഞ്ഞു. ഇനി പിൻവലിച്ചേക്കൂ. അത് കേട്ട മൂസാ നബി അലൈഹിസ്സലാം ഒരു പുഞ്ചിരിയോടുകൂടി പാമ്പിൻ്റെ മുതുകിൽ കൈവച്ചു. അത് പഴയ വടിയായി. അപ്പോഴാണ് രാജാവിനും അവിടെ കൂടിയിരുന്നവർക്കും ശ്വാസം നേരെ വീണത്. ഇനിയും കാണണോ എന്ന് ചോദിച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ കുപ്പായക്കീശയിൽ കൈയിട്ടു. പരിസരം മുഴുവൻ പ്രകാശിതമാകുന്ന രൂപത്തിലുള്ള കിരണങ്ങൾ ആ കൈക്കിടയിൽ നിന്നും ഉത്ഭവിച്ചു. അവിടെ കൂടിയിരുന്നവരെല്ലാം അത്ഭുത പരതന്ത്രരായി മിഴിച്ചു നിന്നു. ഇത്രയെല്ലാം കണ്ടിട്ടും ഫിർഔൻ്റെ ശിലാഹൃദയത്തിൽ ഒരു ചലനവും സൃഷ്ടിച്ചില്ല. അയാൾ പറഞ്ഞു,
ഇതെല്ലാം മൂസയുടെ മന്ത്രവിദ്യകളാണ്. ഈ രാജ്യത്ത് നിന്ന് പോയതിന് ശേഷം ഏതോ പ്രഗത്ഭമതിയായ ഒരു ഗുരുവിൽ നിന്ന് അവൻ മന്ത്രവാദം പഠിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവൻ്റെ മന്ത്രവാദത്തെ പരാജയപ്പെടുത്തണം. രാജ്യത്തുള്ള സകല മന്ത്രവാദികളോടും ഞാനിതിന് ആഹ്വാനം ചെയ്യുകയാണ്. രാജാവിൻ്റെ കൽപ്പന കേട്ട് മന്ത്രവാദികളെല്ലാം തങ്ങളുടെ വിദ്യകൾ പ്രകടിപ്പിക്കുവാനുള്ള ഉപകരണങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. മൂസാ നബി അലൈഹി സ്വലാമും മന്ത്രവാദികളും തമ്മിൽ ഏറ്റുമുട്ടുന്നതിന് ഒരു പ്രത്യേക ദിവസം നിശ്ചയിച്ചു. ദിവസം അടുക്കും തോറും വേവലാതി പൂണ്ട മന്ത്രവാദികൾ തങ്ങളുടെ നാഴിയിലെ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടേയിരുന്നു. എന്നാൽ നബി സഹോദരന്മാരാകട്ടെ ഏക ഇലാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തങ്ങളുടെ സമയം തള്ളി നീക്കി. മത്സരത്തിനുള്ള ദിവസം വന്നണഞ്ഞു. ആയിരക്കണക്കിന് മന്ത്രവാദികൾ ഫിർഔന്റെ കൊട്ടാരത്തിൽ അണിനിരന്നു. മാന്ത്രിക വേലകൾ കാണാനായി വന്നെത്തിയ ജനങ്ങളോ ലക്ഷക്കണക്കിനും. രാജകൊട്ടാരത്തിൽ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയുണ്ടായി. ഫിർഔനും മന്ത്രി ഹാമാനും പ്രത്യേക ഇരിപ്പിടങ്ങളിൽ ഉപവിഷ്ടരായി. രാജ്യത്തുള്ള മഹാമാന്ത്രികരെല്ലാം എത്തിയിരിക്കുന്നത് കണ്ട് രാജാവ് വളരെയധികം സന്തുഷ്ടനായി. അവരുടെ ഉപകരണങ്ങൾ കൊണ്ട് വിശാലമായ ആ മൈതാനം നിറഞ്ഞു. ജനങ്ങളെല്ലാം അവിടെ നടക്കാനിരിക്കുന്ന അസുലഭ കാഴ്ച കാണുവാൻ വേണ്ടി മരച്ചില്ലകളിലും കെട്ടിടങ്ങൾക്ക് മുകളിലും കയറിയിരുന്നു. തിക്കും തിരക്കും കൂടി. എല്ലാവരും എത്തിച്ചേർന്നതിൻ്റെ ശേഷമാണ് മൂസാ നബി അലൈഹി സ്വലാമും സഹോദരനും വന്നത്. അവരുടെ കയ്യിൽ ഉപകരണമെന്ന് പറയണമെങ്കിലോ ഒരു വടി മാത്രം. മന്ത്രവാദികൾ പലർക്കും അത്ഭുതം തോന്നി. ഇതെന്ത് കഥ? ഇത്രയധികം മഹാമാന്ത്രികരെ വെല്ലുവിളിച്ചുകൊണ്ട് മന്ത്രവാദത്തിനൊരുങ്ങുകയും ഒരു ഉപകരണവുമില്ലാതെ അല്പം ചാഞ്ചല്യമില്ലാതെ എതിരിടാനൊരുങ്ങുകയും ചെയ്യുന്ന ഇവർ ഒരിക്കലും സാധാരണക്കാരായിരിക്കുകയില്ല. അമാനുഷികമായ എന്തെങ്കിലും ശക്തി അവരിൽ ഒളിഞ്ഞുകിടപ്പുണ്ടാകും. എന്തായാലും കണ്ടറിയുക തന്നെ. അവർ തങ്ങളുടെ തയ്യാറെടുപ്പിൽ ജാഗ്രത പുലർത്തി. മന്ത്രവാദികളിൽ ഏറ്റവും പ്രഗത്ഭൻ ഒരു അന്ധനായിരുന്നു. അയാൾ തൻ്റെ സകല അടവുകളും വിനിയോഗിക്കുവാൻ വേണ്ടി തയ്യാറെടുപ്പ് തുടങ്ങി. എതിരാളികളെക്കുറിച്ച് അവരുടെ ശക്തിയെക്കുറിച്ച് കൂട്ടുകാരോട് അയാൾ ആരാഞ്ഞു. അവർ രണ്ടുപേരും മാത്രം. ഉപകരണമെന്ന് പറയാൻ കുത്തി നടക്കുന്ന ഒരു വടിയും. അവരുടെ എളിമയാണ് മാന്ത്രികരെ കുഴക്കിയത്. അവരുടെ ഹൃദയത്തിൽ ഭീതിയുടെ നിഴലാട്ടമുണ്ടായി. അവരിൽ ചിലർ രാജാവിനോട് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, വിജയപരാജയങ്ങളെക്കുറിച്ചൊന്നും ഞങ്ങളിപ്പോൾ പറയുന്നില്ല. ഞങ്ങൾ ജയിച്ചാലും തോറ്റാലും ഞങ്ങളുടെ പ്രതിഫലം തരണം. അഥവാ പരാജയപ്പെട്ടാൽ ഞങ്ങളോട് വെറുപ്പ് തോന്നരുത്. ഫിർഔന് ചിരിക്കാനാണ് തോന്നിയത്. ഇത്രയധികം മഹാമാന്ത്രികരുണ്ടായിട്ട് ആ രണ്ട് മനുഷ്യരോട് പരാജയപ്പെടുകയില്ലെന്ന കാര്യത്തിൽ ഫിർഔന് നേരിയ സംശയം പോലും ഉണ്ടായിരുന്നില്ല. അയാൾ ഒന്നുകൂടി ഞെളിഞ്ഞിരുന്ന് ഹാമാനെ നോക്കി അർത്ഥഗർഭമായി പുഞ്ചിരിച്ചു. മന്ത്രവാദികളിൽ ചിലർ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ അടുത്ത് വന്നു. അദ്ദേഹത്തെ അടിമുടി വീക്ഷിച്ചു. ആ വടി പിടിച്ചു നോക്കി. എന്നിട്ടും അവരുടെ സംശയം തീരുന്നില്ല. ഇയാൾ ഇത്ര വലിയ സാഹസത്തിനൊരുങ്ങാൻ കാരണമെന്താണ്? വെറും കുട്ടിക്കളിയോ? അല്ല, ഒരിക്കലുമല്ല. ഇയാൾ ഒരുപക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകനായിരിക്കുമോ? ആ മാന്ത്രികർ മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളോട് ശക്തി പരീക്ഷിക്കാൻ ഒരുങ്ങിപ്പുറപ്പെട്ടിരിക്കുകയാണല്ലോ. ഈ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ ഞങ്ങളൊന്നടങ്കം നിങ്ങളുടെ മാർഗത്തിൽ വരുന്നതാണ്. അഥവാ ഞങ്ങളാണ് വിജയിക്കുന്നതെങ്കിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം വരണം. തീർച്ചയായും മൂസാ നബി അലൈഹി സ്വലാം സംശയലേശമന്യേ പറഞ്ഞു. നിർണായകമായ ആ നിമിഷം വന്നണഞ്ഞു. ആര് ആദ്യം തുടങ്ങണം? മന്ത്രവാദികൾ മൂസാ നബി അലൈഹി സ്വലാമിനോട് ആദ്യം തുടങ്ങാൻ പറഞ്ഞു. രാജാവും അതിനെ പിന്താങ്ങി. ആദ്യം മഹാമാന്ത്രികർ തുടങ്ങിയാൽ അവരുടെ വിദ്യകൾ കണ്ട് അമ്പരന്ന് മൂസക്ക് ഒന്നിനും സാധിക്കുകയില്ല. അതുകൊണ്ട് നീ തന്നെ ആദ്യം തുടങ്ങുന്നതാണ് നല്ലത്. രാജാവിൻ്റെ വാക്കുകൾ കേട്ട് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, കൂടുതൽ പ്രയോഗങ്ങളും ആളുകളും മറുപക്ഷത്താണല്ലോ, അവർ തന്നെ ആദ്യം തുടങ്ങട്ടെ. അവസാനം അങ്ങനെ തന്നെയാവാമെന്ന് അവർ സമ്മതിച്ചു. മാന്ത്രികന്മാർ അവർ കൊണ്ടുവന്ന കയറുകൾ, മരക്കഷ്ണങ്ങൾ, വടികൾ എല്ലാം ഓരോന്നായി അവർ നിലത്തേക്കിട്ടു. നിമിഷങ്ങൾക്കകം അവിടെ നിരവധി വിഷജന്തുക്കളുടെ പ്രളയമായി മാറി. വലുതും ചെറുതുമായ അനവധി സർപ്പങ്ങൾ, തേളുകൾ, മറ്റു വിഷജന്തുക്കൾ എല്ലാം നാലുപാടും പരക്കം പാഞ്ഞു. ഭയാനകമായ കാഴ്ച കണ്ട് കൂടി നിന്നവരെല്ലാം ഭയവിഹ്വലരായി. ഫിർഔൻ അതെല്ലാം കണ്ട് അഭിമാനം കൊണ്ടു. തൻ്റെ രാജ്യത്തെ മാന്ത്രികരുടെ ശക്തി അപാരം തന്നെ. അയാൾ മന്ത്രിയോട് പറഞ്ഞു. മന്ത്രി അത് തല കുലുക്കി സമ്മതിച്ചു. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഹൃദയത്തിൽ ഒരു ഭയത്തിൻ്റെ നേരിയ ലാഞ്ചനയുണ്ടായി. തൻ്റെ കൈവശമാകെയുള്ളത് ഒരു വടി മാത്രം. ലക്ഷക്കണക്കിന് മാന്ത്രിക ജീവികളെ അതൊറ്റക്ക് എന്തു ചെയ്യാനാണ്? അതായിരുന്നു മൂസാ നബി സ്വലാമിൻ്റെ മനസ്സിൽ. പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹയുണ്ടായി. മൂസാ നബിയെ താങ്കൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. അതെല്ലാം വെറും മാന്ത്രിക വിരകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മന്ത്രവാദികളെയും പരാജയപ്പെടുത്തുന്നതാണ്. നിങ്ങൾ സംശയം കൂടാതെ വടി താഴേക്കിടൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന കേട്ട് മൂസാ നബി സ്വലാമിന് ധൈര്യമായി. അദ്ദേഹം വടി താഴേക്കിട്ടു.
തങ്ങളുടെ എല്ലാ പ്രയോഗങ്ങളും അവസാനിച്ചിരിക്കുന്നു. ഇതിനെതിരിൽ മൂസയ്ക്ക് എന്തു ചെയ്യാനുണ്ട് എന്ന ചോദ്യഭാവനയിൽ മാന്ത്രികർ ഇരിക്കുമ്പോഴാണ് മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ വടി താഴേക്കിട്ടത്. തൽക്ഷണം ആ വടി ഒരു ഉഗ്രരൂപിയായ പർവ്വതാകാരനായ വിഷസർപ്പമായി മാറി. മാന്ത്രികന്മാരുടെ നിർമ്മിതികളായ പാമ്പുകളെയും തേളുകളെയും മറ്റു ഇഴജന്തുക്കളെയും നിമിഷങ്ങൾക്കകം അത് വിഴുങ്ങിക്കളഞ്ഞു. കണ്ടുനിന്നവരെല്ലാം അത്ഭുതത്തോടെ മുഖത്തോട് മുഖം നോക്കി. കാണികൾ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കഴിവിനെ വാഴ്ത്തി. ഫിർഔൻ ഊരിയാട്ടമില്ലാതെ തലകുനിച്ചിരുന്നു. മന്ത്രവാദികൾക്ക് കാര്യം മനസ്സിലായി. വെറും ഒരു മാന്ത്രികനെക്കൊണ്ട് തങ്ങളെ ഇങ്ങനെ പരാജയപ്പെടുത്താൻ കഴിയുകയില്ലെന്നവർക്ക് ഉറപ്പായിരുന്നു. സംശയമില്ല, ഇത് ദൈവികം തന്നെ. അവർ ഒന്നടങ്കം മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞു. ആ മന്ത്രവാദികൾ മുഴുവൻ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ച് തൗഹീദിൻ്റെ മാസ്മര ലഹരിയിൽ അവരുടെ കരളുകൾ ആനന്ദ നൃത്തം ചവിട്ടി. മാന്ത്രികരുടെ ഭാവമാറ്റം ഫിർഔനെ വല്ലാതെ രോഷാകുലനാക്കി. അയാൾ ആക്രോശിച്ചു, നിങ്ങളെല്ലാവരും മൂസയെ കൊണ്ട് വിശ്വസിച്ചെന്നോ? സംശയമില്ല, അവൻ ഏറ്റവും വലിയ മാരണക്കാരനാണ്. നിങ്ങളുടെ നേതാവാണ്. നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ ചതിക്കുകയായിരുന്നു. അവൻ്റെ മാർഗത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞില്ലെങ്കിൽ ഭയാനകമായ ശിക്ഷ നിങ്ങൾക്കു ഞാൻ നൽകുന്നതാണ്. നിങ്ങളുടെ കൈകാലുകൾ പരസ്പര വിരുദ്ധമായി മുറിച്ചു കളയുന്നതാണ്. ഫിർഔൻ്റെ ഭീഷണികളൊന്നും അവരെ സത്യവിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാവുകയില്ല. അവർ ഒന്നടങ്കം പറഞ്ഞു, സർവ്വലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ആരാധനയ്ക്ക് മറ്റൊരു അർഹനില്ല. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിൻ്റെ പ്രവാചകനാണ്. ഇവരുടെ കൈകാലുകൾ വെട്ടിക്കളയുക. ക്രുദ്ധനായ ഫിർഔൻ ഉത്തരവിട്ടു. നിമിഷങ്ങൾക്കകം ആ കൽപ്പന നിറവേറ്റപ്പെട്ടു. ഫിർഔൻ്റെ ക്രൂരതകൾ പെരുകുകയായിരുന്നു. ഫിർഔൻ്റെ ആളുകളിൽ പലരും മൂസാ നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന സത്യമാർഗത്തിൽ വിശ്വസിച്ചു. ജനങ്ങൾ സത്യവിശ്വാസത്തിലേക്ക് നീങ്ങുന്നത് ഫിർഔന് ക്ഷമിക്കാനായില്ല. കഠിനമായ ശിക്ഷകൾക്ക് അയാൾ വിശ്വാസികളെ പാത്രീഭൂതരാക്കി. ശരീരം മുഴുവൻ ആണിയടിച്ച് കൊലപ്പെടുത്തുക, ശരീരത്തിലെ മാംസങ്ങൾ അരിഞ്ഞെടുക്കുക, ഇരുമ്പുദണ്ടുകൾ പഴുപ്പിച്ച് ശരീരത്തിൽ വെക്കുക, പഴുപ്പിച്ച് ഇരുമ്പ് പെട്ടിയിൽ കിടത്തുക, 2 കാലുകളും പിടിച്ച് ചീന്തിക്കളയുക, ഈർച്ചവാളുകൊണ്ട് പൊള്ളിച്ച് കളയുക. അങ്ങനെ 100 കൂട്ടം മാരക ശിക്ഷകൾക്ക് സത്യവിശ്വാസികളെ അയാൾ ഇരയാക്കി. എന്നാൽ ഈ നിഷ്ഠൂര മർദ്ദനങ്ങളൊന്നും അവരുടെ ഈമാനിനെ തളർത്താനായില്ല. ഫിർഔൻ്റെ കൊട്ടാരത്തിലെ ഭണ്ഡാര സൂക്ഷിപ്പുകാരൻ, അദ്ദേഹത്തിൻ്റെ അരമനയിലെ പരിചാരിക തുടങ്ങിയ പലരും മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചു. അവരെല്ലാം അതികഠിനമായ പരീക്ഷണങ്ങൾക്കും ശിക്ഷകൾക്കും വിധേയമാകേണ്ടി വന്നു. ആ പരിചാരികയുടെ കുട്ടികളെ ഓരോന്നോരോന്നായി അവരുടെ മുമ്പിൽ അരിഞ്ഞു വീഴ്ത്തി. രാജകുമാരിയുടെ മുടി ചീകുന്നതിനിടയിൽ വീണ ചീർപ്പ് ആ പരിചാരിക ബിസ്മി ചൊല്ലി എടുക്കുന്നത് കുമാരി കണ്ടു. അവൾ ഉടനെ പിതാവിന് ഒറ്റുകൊടുത്തു. ഓരോ കുഞ്ഞിനെ വധിക്കുമ്പോഴും നീ നിൻ്റെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറുണ്ടോ എന്ന് ഫിർഔൻ ചോദിച്ചു കൊണ്ടിരുന്നു. ക്ഷണികമായ ഐഹിക ജീവിതത്തേക്കാൾ സുഖസമ്പൂർണമായ പാരത്രിക ജീവിതമാണ് താൻ കാംക്ഷിക്കുന്നതെന്ന് ആ മഹിളാരത്നം മറുപടി പറഞ്ഞു. ഫിർഔൻ അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ ഓരോന്നോരോന്നായി വെട്ടിനുറുക്കി. ശേഷം ആ സ്ത്രീയെയും പലവിധ മർദ്ദനങ്ങളേൽപ്പിച്ച് ഇഞ്ചിഞ്ചായി വധിച്ചു. നിരപരാധികളെ ഏകദൈവത്തിൽ വിശ്വസിച്ചു എന്ന ഏക കാരണത്താൽ ഫിർഔൻ കൊന്നൊടുക്കി. വിശ്വാസികളുടെ ദയനീയമായ കരച്ചിൽ കേട്ട് അയാൾ പൊട്ടിച്ചിരിച്ചു. അത് അയാളുടെ ക്രൂര വിനോദമായി മാറി. ബനു ഇസ്രായേലുകാർ മുഴുവൻ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ മാർഗം അവലംബിച്ചുവെന്ന് മാത്രമല്ല, ഖിബ്തുകളിലും നല്ലൊരു ഭാഗം സത്യമാർഗം സ്വീകരിച്ചു. ഫിർഔൻ തന്നെ മർദ്ദനങ്ങൾക്ക് മൂർച്ച കൂട്ടി. വിശ്വാസികളുടെ ഗൃഹങ്ങളിൽ ചെന്ന് അവരുടെ പുരുഷന്മാരെ പിടിച്ച് വധിക്കാൻ കൽപ്പന കൊടുത്തു. എന്തെല്ലാം കുതന്ത്രങ്ങൾ അയാൾ കാണിച്ചിട്ടും വിശ്വാസികളുടെ എണ്ണം കൂടുകയല്ലാതെ കുറഞ്ഞു കണ്ടില്ല. അത് ഫിർഔനെ നിരാശനും ഭയവിഹ്വലനുമാക്കി തീർത്തു. മൂസാ നബി അലൈഹിസ്സലാമിനോട് ആസിയ ബീവിക്ക് അളവറ്റ സ്നേഹം ബഹുമാനവും ഉണ്ടായിരുന്നു. ആ സ്നേഹത്തിൻ്റെ ഒഴുക്കു കാരണമാണല്ലോ മൂസാ നബി അലൈഹിസ്സലാം ജീവിക്കാനും വളർന്നു വലുതാകാനും ഇടയായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിനോടുള്ള ബഹുമാനവും സ്നേഹവും ഇട്ടുകൊടുത്തു. അത് കാരണം ആ പിഞ്ചോമനെ വധിക്കുന്നതിൽ നിന്നും അവർ തടഞ്ഞു. നബിയെ സ്വന്തം പുത്രനെ പോലെ ലാളിച്ചു താലോലിച്ചു വളർത്തി. അദ്ദേഹം ഈജിപ്ത് വിട്ടുപോയെങ്കിലും ബീവിക്കുണ്ടായിരുന്ന സ്നേഹത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നറിഞ്ഞതിൽ അവർ ഒന്നുകൂടി സന്തോഷിച്ചു. ആ വാർത്ത കേട്ടപാടെ വിശ്വസിച്ചു. സത്യവിശ്വാസികളെ ഓരോരുത്തരായി വകവരുത്തുന്ന കാഴ്ച കണ്ട് ബീവിയുടെ ഹൃദയം നൊന്തു. തനിക്കിത് കാണാനുള്ള കഴിവില്ല, താങ്ങാനുള്ള കരുത്തില്ല. എൻ്റെ ഹൃദയത്തിന് ക്ഷമയെ പ്രദാനം ചെയ്യണം എന്ന് അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിച്ചു. ജീവിതത്തിൻ്റെ ബാക്കി ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധിക്കുവാനും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുവാനും ബീവി തീരുമാനിച്ചു. അതിനെതിരിൽ വരുന്ന പ്രതിബന്ധങ്ങളെ സഹനശക്തിയോടുകൂടി തരണം ചെയ്യാനുള്ള കരുത്തിനായി അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരുന്നു.
ദിവസങ്ങൾ അടർന്നു വീണുകൊണ്ടിരുന്നു. ഫിർഔന്റെ രോഷാഗ്നി മൂർധന്യ ദശയിൽ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന കാലം. തൻ്റെ സ്വന്തക്കാരും അനുചരന്മാരും അടർന്നു പോകുന്നത് കാണുമ്പോൾ എരുതിയിൽ എണ്ണൊഴിച്ച പ്രതീതിയാണ് അനുഭവപ്പെട്ടത്. ശത്രുക്കളെ എങ്ങനെയൊക്കെ ദ്രോഹമേൽപ്പിച്ചിട്ടും അയാൾക്ക് മതിവരുന്നില്ല. ഇങ്ങനെ കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആസിയ ബീവിയുടെ വിശ്വാസവാർത്ത അയാളുടെ കാതുകളിലെത്തിയത്. പിന്നെ അയാൾ പൊട്ടിത്തെറിച്ചതിന് പറയാനുണ്ടോ? ആസിയ, നീയും എൻ്റെ ശത്രുപക്ഷത്ത് ചേർന്നു കഴിഞ്ഞോ? ആസിയ ബീവി പറഞ്ഞു, ഞാൻ സത്യത്തിൻ്റെ പക്ഷത്താണ്. സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ആരാധനക്കർഹൻ മറ്റൊരാളില്ലെന്നും മൂസാ നബി അലൈഹി സ്വലാം അവൻ്റെ പ്രവാചകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, സാക്ഷ്യം വഹിക്കുന്നു. ഫിർഔൻ പറഞ്ഞു, ഇത്രകാലം എൻ്റെ കൂടെ ജീവിച്ച് സുഖദുഃഖങ്ങളിൽ പങ്കുകൊണ്ടവളാണ് നീ. ഇപ്പോൾ ഈ പ്രതിസന്ധിയിൽ എന്നെ വേർപെടുകയാണോ? ആസിയ ബീവി പറഞ്ഞു, ഞാൻ കൈക്കൊണ്ട മാർഗം മോക്ഷത്തിൻ്റേതാണെന്ന് എനിക്കുറപ്പുണ്ട്. ആ മാർഗത്തിൽ പ്രവേശിക്കുവാൻ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഫിർഔൻ പറഞ്ഞു, മൂസയുടെ ആഭിചാരി വിദ്യകൾ കണ്ട് നീ മയങ്ങിയതുപോലെ എന്നെ മയക്കാനാണ് ഭാവം. ഇല്ല, ഞാൻ ഒരിക്കലും അതിന് തയ്യാറല്ല. ഒന്നുകൂടി പറയുന്നു, ഞാനാണ് പടച്ചവൻ. എന്നെ മാത്രമേ ആരാധിക്കാവൂ, എന്നെ മാത്രമേ അനുസരിക്കാവൂ. ആസിയ ബീവി പറഞ്ഞു, നീ പടച്ചവനല്ല, വെറും പടപ്പ്. കണ്ണിൽ ചോരയില്ലാത്തവനായ ക്രൂരനായ വെറും ഒരു മനുഷ്യൻ. നിന്നെയും എന്നെയും പടച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമേ ഞാൻ ആരാധിക്കൂ, അവരെ മാത്രമേ അനുസരിക്കൂ. നിൻ്റെ ഒരു ആജ്ഞയും അനുസരിക്കാൻ ഇനി മേലിൽ ഞാൻ സന്നദ്ധമല്ല. ഫിർഔൻ പറഞ്ഞു, ഇനിയും നിൻ്റെ വിശ്വാസത്തിൽ നിന്ന് പിൻവാങ്ങാൻ തയ്യാറില്ലെങ്കിൽ ശിക്ഷകൾക്ക് നിന്നെ ഞാൻ വിധേയമാക്കും. ആസിയ ബീവി പറഞ്ഞു, പ്രലോഭനങ്ങൾ കൊണ്ടും ശിക്ഷകൾ കൊണ്ടും എന്നെ പിന്തിരിപ്പിക്കാനാവില്ല. കോപം കൊണ്ട് ആലില പോലെ വിറച്ച ഫിർഔൻ ആ അബലയെ കൊണ്ടുപോയി കഠിനമായ മർദ്ദനങ്ങൾക്ക് വിധേയമാക്കാൻ ആജ്ഞാപിച്ചു. കൽപ്പന കിട്ടേണ്ട താമസം ഭടന്മാർ ബീവിയെ വലിച്ചേച്ചു കൊണ്ടുപോയി. ആസിയ ബീവിയെ കൊണ്ട് അവർ പലവിധ പരീക്ഷണങ്ങളും നടത്തി. ഇരുമ്പു ചങ്ങലകളിൽ അവരെ ബന്ധിച്ചു. ചാട്ടവാറുകൊണ്ട് രക്തവും മാംസവും തെറിച്ചു പോകത്തക്ക വിധത്തിൽ അടിച്ചു. കൂർത്ത ആണികൾ ശരീരത്തിൽ അടിച്ചു താഴ്ത്തി. ചുട്ടുപൊള്ളുന്ന മണലിൽ മലർത്തിക്കിടത്തി. ഭാരമേറിയ പാറക്കല്ലുകൾ കയറ്റിവെച്ചു. ഈമാനിൻ്റെ മാസ്മര ശക്തിയിൽ എല്ലാ മർദ്ദനങ്ങളെയും ബീവി സഹിച്ചു. അവർ അല്ലാഹു അഹദ് അല്ലാഹു അഹദ് മന്ത്രം ഉരുവിട്ടു. ഓരോ മർദ്ദനം സഹിക്കുമ്പോഴും ബിബിയുടെ ചുണ്ടിൽ പുഞ്ചിരിയായിരുന്നു തത്തിക്കളിച്ചിരുന്നത്. അവസാനം ഭടന്മാർ തളർന്നു. ഒരു സ്ത്രീക്ക് ഇത്രയും കരുത്തോ? ആ ശിലാഹൃദയുടെ മനസ്സിൽ പോലും ഇളക്കം തട്ടിപ്പോയി. ബിബിയുടെ അചഞ്ചലത അത്ര കണ്ട് ശക്തമായിരുന്നു. മർദ്ദനങ്ങൾ അവസാനിച്ചു. ബീവിയുടെ ആത്മാവ് കൂടുവിട്ട് പറക്കാറായി. ലോകരക്ഷിതാവിനോട് അവർ ആത്മാർത്ഥമായി ദുആ ചെയ്തു. രാജാധിരാജനായ തമ്പുരാനെ, നിൻ്റെ സ്വർഗത്തിൽ എനിക്കൊരു മണിമാളിക പ്രദാനം ചെയ്യണമേ. ഫിർഔൻ്റെയും അവൻ്റെ കിങ്കരന്മാരുടെയും ദുഷ്ടതകളിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കണമേ. അവരുടെ പ്രാർത്ഥന അവസാനിച്ചില്ല. കൺമുമ്പിൽ മുത്തുമാണിക്യ മരതകങ്ങൾ കൊണ്ട് നിർമ്മിതമായ വർണ്ണനാതീതമായ മനോഹാരിതയുള്ള ഒരു മണിമന്ദിരം ബീവിക്ക് ദൃശ്യമായി. ആ വദനത്തിൽ സംതൃപ്തിയുടെ പാൽപുഞ്ചിരി തത്തിക്കളിച്ചു. അവരുടെ റൂഹ് ആകാശത്തേക്ക് പറന്നുയർന്നു. ആ പുഞ്ചിരി കണ്ട് മർദ്ദകർ അമ്പരം നിന്നു. ഫിർഔനിൻ്റെ ആക്രമണങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ വിശ്വാസികൾ മൂസാ നബി അലൈഹി സ്വലാമിനോട് തങ്ങളുടെ അവസ്ഥകൾ ബോധിപ്പിക്കും. മുമ്പ് തന്നെ ബനൂ ഇസ്രായേൽക്കാരെ ഫിർഔൻ സ്വൈരജീവിതത്തിന് അനുവദിച്ചിരുന്നില്ല. ഇപ്പോൾ സത്യവിശ്വാസത്തിൻ്റെ പേരിൽ അവൻ്റെ വൈരം കൂടുകയും എല്ലാവിധ ആക്രമണങ്ങളും അയച്ചുവിടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ അങ്ങ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കണം. അങ്ങനെ ജനങ്ങൾ വന്ന് സങ്കടം ബോധിപ്പിക്കുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പറയും, നിങ്ങൾ സഹനശക്തി കൈക്കൊള്ളുകയും ഫിർഔൻ്റെ ഹുങ്ക് അധികകാലം ഇനി നിലനിൽക്കുകയില്ല. അന്തിമ വിജയം നമുക്കായിരിക്കും. ഈജിപ്തിലെ സിംഹാസനം തന്നെ നമ്മുടെ കരങ്ങളിൽ എത്തിച്ചേരാൻ അടുത്തിരിക്കുകയാണ്. ഈ വിഷമതകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങളാണ്. അവയിൽ പതറാതെ പൊറുതികേട് കാണിക്കാതെ ക്ഷമിച്ച് സഹിച്ച് കഴിയുകയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ സാന്ത്വനം കേട്ട് ജനങ്ങൾ പിരിഞ്ഞു പോകും. പിന്നെയും മർദ്ദനങ്ങൾ അസഹ്യമാകുമ്പോൾ അവർ സങ്കടം കൊണ്ടുവരും. അപ്പോഴും നബി സമാശ്വസിപ്പിച്ചു വിടും. അങ്ങനെ സഹനശക്തിയുടെ അതിർവരമ്പെത്തി നിൽക്കുകയാണ് സത്യവിശ്വാസികൾ. എന്തെല്ലാമായിട്ടും വലിയൊരു വിഭാഗം ജനങ്ങൾ ഇനിയും ഫിർഔന്റെ കൂടെ അടിയുറച്ചു നിൽക്കുന്നുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അമാനുഷിക കൈകളൊന്നും അവരിൽ ചലനം സൃഷ്ടിച്ചില്ല. മൂസാ നബി അലൈഹി ഇസ്ലാം തൻ്റെ അനുയായികളുടെ വിഷമതകൾ കണ്ട് മനം നൊന്ത് ഒരവസരത്തിൽ ഏക ഇലാഹിനോട് പ്രാർത്ഥിച്ചു. ഫിർഔനും അവിശ്വാസികളായ കിബത്തുകളും ആകെ വലഞ്ഞു. ആകാശം കോരിച്ചൊരിയുകയാണ്. അവരുടെ എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ടു. അടുപ്പിൽ തീ പുകയാതെ ആയി. ദിവസങ്ങൾ നീളും തോറും മരണസംഖ്യ കൂടിക്കൂടി വന്നു. ഇനി എന്ത് ചെയ്യും? ഈ ദുരിതങ്ങളിൽ നിന്ന് ആര് രക്ഷ നൽകും? അവർ ചിന്തിച്ചു.
അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അവർക്ക് ബോധമുണ്ടായത്. അദ്ദേഹത്തോട് ചെന്ന് സഹായം അഭ്യർത്ഥിച്ചാലോ, ഒരുപക്ഷെ തങ്ങളെ ഈ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചെന്ന് വരും. അസാൻമാർഗികളായ ആ ജനവിഭാഗങ്ങൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ സമീപിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ മൂസ, വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതികൾക്കിടയിൽ ഈ രാജ്യം പിഴയുകയാണ്. ഞങ്ങളെ നല്ലൊരു ശതമാനത്തിൻ്റെ ജീവൻ അതപഹരിച്ചു. ഇനിയുള്ളവർ ജീവച്ഛവങ്ങളായാണ് കഴിഞ്ഞുകൂടുന്നത്. അതുകൊണ്ട് നിന്റെ രക്ഷിതാവിനോട് ഈ ദുരിതത്തിൽ നിന്ന് കരകയറ്റുവാൻ വേണ്ടി പ്രാർത്ഥിച്ചാലും ഞങ്ങൾ രക്ഷപ്പെടുകയാണെങ്കിൽ നിന്റെ നാഥനിൽ വിശ്വസിക്കാൻ ഒരുക്കമാണ്. അവരുടെ അഭ്യർത്ഥന മാനിച്ച് മൂസാ നബി അലൈഹി സ്വലാം സർവശക്തനായ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. നിമിഷങ്ങൾക്കകം അന്തരീക്ഷം തെളിഞ്ഞു, മഴ ഇല്ലാതായി, വെള്ളം വറ്റി, സാധാരണ നിലയിലായി. ജനങ്ങൾ ആഹ്ലാദിച്ചു. പക്ഷേ അവരാരും വാക്തത്വം പാലിച്ചില്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചില്ല. പിന്നെയും മർദ്ദനമുറകളുമായി അവർ മുന്നോട്ട് പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങൾ ഘട്ടം ഘട്ടങ്ങളായി ഫിർഔനെയും അനുയായികളെയും ബാധിച്ചു. ഓരോ പരീക്ഷണാവസരത്തിലും അവർ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ സമീപിച്ച് തങ്ങളെ ഈ ദുരിതത്തിൽ നിന്ന് കരകയറ്റുവാൻ നിന്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കൂ എന്ന് അപേക്ഷിക്കും. രക്ഷ പ്രാപിച്ചാൽ നിന്റെ രക്ഷിതാവിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കാം എന്നവർ കരാർ ചെയ്യും. മൂസാ നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ച് അവരിൽ ഇറങ്ങിയ ആപത്തിനെ നീക്കിക്കൊടുത്താൽ ജനങ്ങൾ നബിയോട് ചെയ്ത വാഗ്ദത്തം പാലിക്കുകയില്ല. അവർ പഴയ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങും. ഇങ്ങനെ നിരവധി പരീക്ഷണങ്ങൾ അവരിൽ ഉണ്ടായിക്കൊണ്ടിരുന്നു. രണ്ടാമതിറങ്ങിയത് ഒരു കൂട്ടം വെട്ടുകിളികളാണ്. അവ കൂട്ടം കൂട്ടമായി വന്ന് ഈജിപ്തിനെ ആക്രമിച്ചു. ഒരു കൃഷിയും അവശേഷിപ്പിച്ചില്ല. എല്ലാം കിളികൾ തിന്നു നശിപ്പിച്ചു. വിളവുകളെല്ലാം നശിച്ചപ്പോൾ ജനം പട്ടിണിയായി. പുതിയ വിളവുകളൊന്നും ഇറക്കാനും കിളികൾ സമ്മതിച്ചില്ല. ജനങ്ങൾ ആകെ ധർമ്മസങ്കടത്തിലായി. അവർ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ സങ്കടം ബോധിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ഫലമായി കിളികളുടെ ശല്യം അവസാനിച്ചു. പക്ഷേ അവർ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. വീണ്ടും ജനങ്ങൾ പഴയപടി ആക്രമണ ജീവിതത്തിൽ മുഴുകിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ശിക്ഷ ഇറക്കി. ജനങ്ങളുടെ ശരീരത്തിലും വസ്ത്രത്തിലും ഭക്ഷണ സാധനങ്ങളിലും മറ്റും എല്ലാം ഒരു തരം പ്രാണികൾ, പേനുകളെപ്പോലെ തോന്നിക്കുന്ന ആ ജീവികളുടെ ഉപദ്രവം അസഹ്യമായിരുന്നു. അവ ശരീരത്തിൽ കയറിയാൽ തീരാത്ത ചൊറിച്ചിൽ. പേനില്ലാത്ത ഒരിഞ്ച് സ്ഥലം പോലും ബാക്കിയില്ല. എല്ലായിടത്തും അവർ കയ്യേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫിർഔനും അനുയായികളും ആകെ വിഷമിച്ചു. അവിശ്വാസികളായ ജനങ്ങൾ പഴയ പോലെ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ സമീപിച്ചു. മൂസാ നബി അലൈഹി ഇസ്ലാം വീണ്ടും പ്രാർത്ഥിച്ചു. ആപത്തു നീങ്ങി. പക്ഷേ കിബുത്തികളുടെ മനസ്സ് മാറിയില്ല. അവർ എല്ലാം മറന്ന് അഹങ്കാരികളായി ജീവിച്ചു. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണം വന്നു. ഇത്തവണ ഒരു തരം തവളകളായിരുന്നു. സഹിക്കവയ്യാതെ ദുർഗന്ധം വമിക്കുന്ന നികൃഷ്ട ജീവികൾ. വീടു നിറയെ തവളകൾ. പാകം ചെയ്ത ഭക്ഷണങ്ങളിൽ, കുടിക്കാനെടുക്കുന്ന കുടിനീരിൽ, കിടക്കാൻ നിവർത്തുന്ന പായയിൽ എവിടെയും തവളമയം. ആ വികൃത ജീവികളെ കൊണ്ട് അറപ്പും ഉറപ്പുമുണ്ടായെങ്കിലും അവക്കിടയിൽ ജീവിക്കേണ്ട ഗതികേടാണ് അവർക്കുണ്ടായത്. രക്ഷ പ്രാപിക്കാൻ ഒരു നിവൃത്തിയും കാണാതെ വന്നപ്പോൾ അവർ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ തന്നെ സന്ദർശിച്ച് തവളകളിൽ നിന്ന് മോചനം നേടി. ഇത്രയും നന്ദിയില്ലാത്ത വർഗം ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്ന് സംശയമാണ്. തങ്ങൾക്ക് മൂസാ നബി അലൈഹി ഇസ്ലാം ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ മുഴുവൻ മറന്നുകൊണ്ട് വീണ്ടും ഈജിപ്തുകാർ ജീവിച്ചു. അവർ ബനു ഇസ്രായേൽക്കാരെ വീണ്ടും ദ്രോഹിക്കാൻ തുടങ്ങി. ബനു ഇസ്രായേൽ സന്തതികൾ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്നിധിയിൽ വന്ന് സങ്കടം ബോധിപ്പിച്ചു. നബിക്ക് ക്ഷമിക്കാവുന്നതിൻ്റെ പരമാവധിയായി കഴിഞ്ഞിരുന്നു. അദ്ദേഹം മനംനൊന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചു: സർവലോകരക്ഷിതാവായ അല്ലാഹുവേ, നിന്റെ അനുഗ്രഹങ്ങൾക്കെല്ലാം ഈ ജനങ്ങൾ നന്ദികേട് കാണിച്ചിരിക്കുകയാണ്. സത്യവിശ്വാസികളോട് ഫിർഔനും അനുയായികൾക്കുമുള്ള മനോഭാവം കൂടുതൽ ക്രൂരമായിരിക്കുകയാണ്. അതുകൊണ്ട് നിന്റെ ഒരു കടുത്ത പരീക്ഷണം കൊണ്ട് അവരെ നേർവഴിക്ക് നീ നടത്തണമേ. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അപേക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു. ഇത്തവണ പരീക്ഷണം കൂടുതൽ മാരകമായിരുന്നു. ഈജിപ്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളെയും കുടിനീർ നൈൽ നദിയിലെ ജലമായിരുന്നു. ആ വെള്ളം അവരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വെള്ളം രക്തമയമാക്കി. കോരിയെടുത്താൽ തനി രക്തം. അത് കുടിക്കാൻ പറ്റില്ല. ഭക്ഷണം പാകം ചെയ്യാൻ പറ്റില്ല. വസ്ത്രം അലക്കാനും ജീവികൾക്ക് കൊടുക്കാനും കൊള്ളില്ല. കൃഷി നനയ്ക്കാൻ പോലും കൊള്ളില്ല. അഥവാ ആരെങ്കിലും ദാഹപരവശനായതുകൊണ്ട് അതിൽ നിന്ന് അല്പം കുടിച്ചു പോയാൽ ദേഹമാകെ ചൊറിഞ്ഞു കീറും. ഒരു തരം പകർച്ചവ്യാധി പിടിപെടും. രക്തത്തിൻ്റെ നാറ്റമുള്ള ആ വെള്ളം വായിലേക്ക് അടുപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ഒരു വിധക്കാരെല്ലാം ഛർദ്ദിക്കും.
ദാഹജലം പോലും കിട്ടാത്ത ആ ജനത കഷ്ടപ്പാടിൻ്റെ കൊടുമുടി കയറി. സത്യവിശ്വാസികൾക്ക് ഈ പരീക്ഷണങ്ങളൊന്നും ഇതിൽ ഏൽക്കേണ്ടി വന്നിരുന്നില്ല. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിൽ നിന്നും രക്ഷ നൽകി. സത്യവിശ്വാസികൾ നൈൽ നദിയിലെ വെള്ളം കോരിയെടുത്താൽ അതിന് നിറമാറ്റമില്ല, രുചിഭേദമില്ല, അസൽ ശുദ്ധജലം. അതുകൊണ്ട് അവർക്ക് ഫിർഔനും അനുയായികളും അനുഭവിക്കുന്ന ദുരിതത്തിൻ്റെ ഊക്ക് മനസ്സിലാക്കാനായില്ല. അവിശ്വാസികൾ ഫിർഔന്റെ രാജസന്നിധിയിലെത്തി തങ്ങളുടെ സങ്കടമുണർത്തി. ഫിർഔൻ എന്തു ചെയ്യാനാകും? ദാഹത്തിൻ്റെ പച്ചവെള്ളം പോലും കുടിച്ചിട്ട് ദിവസങ്ങളായി. അങ്ങനെ സ്വയം ദുരിതം അനുഭവിക്കുന്ന ദൈവത്തിന് എങ്ങനെ മറ്റുള്ളവരെ രക്ഷിക്കാനാവും? അയാൾ നിസ്സഹായതയോടെ കൈമലർത്തുകയാണ് ചെയ്തത്. ഫിർഔന്റെ ജനവിഭാഗങ്ങളിൽ ബഹുഭൂരിഭാഗത്തിനും ബോധോദയമുണ്ടാകാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. തങ്ങൾ ഇതുവരെ ആരാധിച്ച ദൈവത്തിനെ കൊണ്ട് ആപൽ ഘട്ടങ്ങളിലൊന്നും ഒരു സഹായം ചെയ്യാനാവുകയില്ല. എന്നാൽ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥന കാരണം അയാളുടെ റബ്ബ് എല്ലാം നിറവേറ്റിത്തരുന്നു. നമുക്കൊന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ സമീപിക്കാം. അദ്ദേഹത്തോട് ആത്മാർത്ഥമായി തന്നെ ഈ ദുരിതത്തിൽ നിന്ന് മോചനം നൽകാൻ അഭ്യർത്ഥിക്കാം. ജനങ്ങളിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു, അത് ശരിയാണ്, ഇനി അദ്ദേഹത്തെ വഞ്ചിക്കാൻ പാടില്ല. അവരിൽ ബഹുഭൂരിഭാഗവും വിളിച്ചു പറഞ്ഞു. എല്ലാം ഫിർഔൻ കേൾക്കുന്നുണ്ടായിരുന്നു. അയാൾക്ക് മറുത്തൊന്നും പറയാനുള്ള ശേഷിയുണ്ടായിരുന്നില്ല. ജനങ്ങൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ സമീപിച്ചു. അദ്ദേഹം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. രക്തമയമായ നൈൽ നദി സ്ഫടിക സമാനമായി മാറി. അത് കണ്ടുനിന്ന ജനങ്ങളിൽ ബഹുഭൂരിഭാഗവും സത്യവിശ്വാസികളായി. അവിശ്വാസികൾ വളരെ ന്യൂനപക്ഷമായി മാറി. ഫിർഔൻ അവൻ്റെ ക്രൂരതകൾ പൂർവ്വവലി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അവൻ്റെ മർദ്ദനങ്ങൾ എൻ്റെ ജനവിഭാഗങ്ങൾക്ക് സഹിക്കാവുന്നതിൻ്റെ അപ്പുറമായി ജനങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ ആധിക്യം മനസ്സിലാക്കി മോചനത്തിനുള്ള മാർഗം സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. മലക്കുൽ ജബ്ബാറായ സയ്യിദായ തമ്പുരാനെ ഞങ്ങളെ രക്ഷിക്കാനുള്ള ദൃഷ്ടാന്തങ്ങൾ ജനവിഭാഗങ്ങൾക്ക് കാണിച്ചു കൊടുത്താൽ ഇപ്രകാരം വിഭാഗത്തിൻ്റെ മനസ്സിനെ സൃഷ്ടിക്കാനായില്ല. ന്യായകോടത്തെ ഈ നാട്ടിൽ നിന്നും രക്ഷപ്പെട്ടുകൊള്ളുക. യാത്ര ഒരു രാത്രിയിലാവട്ടെ. പുറപ്പെടുന്നതിൻ്റെ മുമ്പ് എല്ലാ സത്യവിശ്വാസികളെയും സംഘടിപ്പിക്കണം. ഒരാളും ഒറ്റപ്പെടരുത്. യാത്രക്കുള്ള സജ്ജീകരണങ്ങൾ ഉടൻ തുടങ്ങുക. അപ്പോഴേക്കും കഴിയുന്നത്ര സമ്പത്ത് ശേഖരിക്കുക. ഫിർഔന്റെയും അനുചരന്മാരുടെയും അന്ത്യം അടുത്തു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞപ്രകാരം നബിയും സത്യവിശ്വാസികളും യാത്രക്കുള്ള പുറപ്പാടായി. സത്യവിശ്വാസികൾ കഴിയുന്നത്ര സ്വർണവും വെള്ളിയും മറ്റു സമ്പത്തുകളും ശേഖരിച്ചു. അവസാനം യാത്രക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതിയുണ്ടായി. 6 ലക്ഷത്തിൽ പരം വരുന്ന ആ യാത്രാസംഘം തങ്ങളുടെ പിറന്ന നാടും വീടും പരിസരവും ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഉപേക്ഷിച്ച് പോവുകയാണ്. അവർ നടന്നു ദീർഘനേരം. എത്ര യാത്ര ചെയ്തിട്ടും കറങ്ങിത്തിരിഞ്ഞവർ പുറപ്പെട്ടിടത്തു തന്നെ എത്തുകയാണുണ്ടായത്. ഇതെന്ത് മറിമായം! എല്ലാവരും അത്ഭുതത്തോടെ ചോദ്യമായി. മൂസാ നബി അലൈഹി ഇസ്ലാം കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള ഒരാളോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, യൂസുഫ് നബി അലൈഹി ഇസ്ലാം തൻ്റെ സന്തതികളോട് ഒരു വസിയത്ത് ചെയ്തിരുന്നു. ബനു ഇസ്രായേൽക്കാർ ഈ രാജ്യം ഉപേക്ഷിക്കുകയാണെങ്കിൽ കൂട്ടത്തിൽ എൻ്റെ മയ്യത്ത് കൂടി കൊണ്ടുപോകണം. അത് പിതാവിനെയും മറ്റും സംസ്കരിച്ച സിറിയയിൽ സംസ്കരിക്കണം. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് എവിടെയാണ് മറവ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് അവർദ്ധനും അറിയില്ലായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ നബി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരി മറിയം ഇപ്രകാരം ഉണർത്തിച്ചു. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ നൈൽ നദിയിൽ ഒരു പെട്ടിയിലാക്കി അടക്കം ചെയ്തിരിക്കുകയാണെന്ന് പിതാവിൽ നിന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഉടനെ നൈൽ നദിയിൽ അവർ മയ്യത്ത് പരതി. ആ പെട്ടി അവർക്ക് കിട്ടി. അതുമായി യാത്ര തുടർന്നു. അത്ഭുതം! പിന്നീട് അവർക്കൊരു പ്രതിബന്ധവും ഉണ്ടായില്ല. മുഹറം 10 സൂര്യോദയത്തിന് മുമ്പായി അവർ ചെങ്കടലിൻ്റെ തീരത്തെത്തിച്ചേർന്നു. യാത്ര വഴിമുട്ടിയിരിക്കുകയാണ്. ഇനി എങ്ങോട്ട് പോകും എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ കടൽ തീരത്ത് നിൽക്കുകയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെയും ജനങ്ങളുടെയും ഒളിച്ചോട്ടത്തെക്കുറിച്ച് ഫിർഔന് അറിവ് കിട്ടി. മൂസാ നബി അലൈഹി ഇസ്ലാം തന്നെ ഭയന്നാണ് ഒളിച്ചോടുന്നതെന്ന് അയാൾ തെറ്റിദ്ധരിച്ചു. തന്നെയുമല്ല, കണക്കിലധികം സമ്പത്ത് പലരിൽ നിന്നും ശേഖരിച്ചാണ് അവർ പോയതെന്നറിഞ്ഞപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നു. അവരെ പിന്തുടർന്ന് പിടിക്കണം. അതായിരുന്നു ആ അധർമ്മൻ്റെ ചിന്ത. പിന്നെ പുറപ്പാടായി. 10,000-കണക്കിൽ അശ്വഭടന്മാർ, ലക്ഷക്കണക്കിന് കാലാൾപ്പട, വില്ലാളി വീരന്മാർ, അങ്ങനെ ഏതൊരു സംഭിച്ച സൈന്യ വ്യൂഹത്തെയും പരാജയപ്പെടുത്താനുള്ള ശക്തിയുമായി ഫിർഔനും തൻ്റെ അനുചരന്മാരും മൂസാ നബി ഇസ്ലാമിനെയും സംഘത്തെയും തേടി പുറപ്പെട്ടു. ചെങ്കടലിന് സമീപമെത്തി. ഇനി എന്ത് എന്ന് ചിന്തിച്ചുകൊണ്ട് നബിയും അനുചരന്മാരും നിൽക്കുമ്പോഴാണ് ഫിർഔന്റെയും സൈന്യത്തിൻ്റെയും വരവ്. ദൂരെ നിന്ന് തന്നെ ബനു ഇസ്രായേൽക്കാർ കുതിരക്കുളമ്പടിയും ആരവവും കേട്ടു. ആകാശത്തിൽ പൊടിപടലങ്ങൾ ഉയർന്നു വരുന്നത് അവർ കണ്ടു. പിടികൂടാൻ വരുന്നു. അത് ഫിർഔനും സംഘവുമായിരിക്കും. പലരും പേടിച്ചരണ്ടുപോയി.
മൂസാ നബിക്ക് മാത്രം യാതൊരു ചാഞ്ചല്യവും ഉണ്ടായിരുന്നില്ല. ഫിർഔനും പട്ടാളവും തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ അടുത്തെത്തി. നബിയെ താങ്കളുടെ വടി കൊണ്ട് ചെങ്കടലിൽ അടിക്കുക, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനയുണ്ടായി. ഒരുപാട് അത്ഭുത സിദ്ധിയുള്ളതായിരുന്നു മൂസാ നബി ഇസ്ലാമിൻ്റെ കയ്യിലുള്ള വടി. അത് താഴെയിട്ടാൽ പാമ്പായി മാറുന്ന കഥ മുമ്പ് വായിച്ചല്ലോ. കൂടാതെ രാത്രി സഞ്ചരിക്കുമ്പോൾ വടിയിൽ നിന്ന് പ്രകാശമുതിരും. മറ്റു പലവിധ പ്രയോജനങ്ങളും ആ വടിയിൽ നിന്നും വിവിധ സന്ദർഭങ്ങളിൽ ഉണ്ടായതായി ചരിത്രത്തിൽ കാണുന്നു. അലകൾ ഉയർത്തി അലമുറയിട്ടുകൊണ്ടിരിക്കുന്ന ചെങ്കടൽ മൂസാ നബി ഇസ്ലാമിൻ്റെ വടിയുടെ ദിവ്യസ്പർശനമേറ്റ ഉടനെ പിളർന്നു. ആ ജനസഞ്ചയങ്ങൾക്ക് നടന്നു പോകത്തക്കവണ്ണം വിശാലമായ ഒരു പാത തെളിഞ്ഞു. കടലിന് നടുവിലൂടെയുള്ള വഴി. അതിൽ ഇറങ്ങി നടക്കുന്നതിന് ജനം മടിച്ചു നിൽക്കുമ്പോൾ മറിയമിൻ്റെ മകൻ യൂസൈ തൻ്റെ കുതിരപ്പുറത്ത് കയറി ആദ്യമായി ഓടിച്ചുപോയി. പിന്നീട് ഇറങ്ങിയത് ഹാറൂൻ നബി അലൈഹി ഇസ്ലാമാണ്. അദ്ദേഹത്തിന് പിറകിൽ ബനൂ ഇസ്രായേലിയർ മുഴുവനും കടലു കടന്നു. മൂസാ നബി അലൈഹി ഇസ്ലാം ഏറ്റവും പിറകിലായാണ് നടന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാമും അനുയായികളും കടൽ കടന്നു പോകുന്ന കാഴ്ച ഒരു വേണം ഫിർഔനെ അമ്പരപ്പിക്കാതിരുന്നില്ല. അയാൾ കടലിൽ കണ്ട വഴിയിലൂടെ ഇറങ്ങാനൊരുങ്ങിയപ്പോൾ ഹാമാൻ തടഞ്ഞു. മഹാരാജാവെ, അവിവേകം കാണിക്കല്ലേ. മൂസയുടെ മാന്ത്രിക സിദ്ധി കൊണ്ടുണ്ടായതാണ് ആ വഴി. അതിലൂടെ ഇറങ്ങിയാൽ ആപത്താണ്. ജനങ്ങളെല്ലാം ഹാമാന്റെ പക്ഷത്തായിരുന്നു. ഫിർഔനും അത് ശരിയാണെന്ന് തോന്നി. പെട്ടെന്ന് മനോഹരമായ ഒരു പെൺകുതിരപ്പുറത്ത് അരോജ് ഓടിയിറങ്ങി. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന പ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപം കൊണ്ട് വന്നതായിരുന്നു. ആ പെൺകുതിരയുടെ അഴകിൽ ആകൃഷ്ടരായി ഫിർഔൻ കയറിയിരുന്ന കുതിര അതിന് പിറകെ കുതിച്ചു. രാജാവ് പോയതുകൊണ്ട് പിന്തുടരുകയില്ലാതെ നിവൃത്തിയില്ലാത്തതിനാൽ ഹാമാനും അനുയായികളും അയാൾക്ക് പിന്നാലെ യാത്ര തുടർന്നു. മുഴുവൻ ജനങ്ങളും കടലിലിറങ്ങിക്കഴിഞ്ഞു. ഫിർഔൻ മധ്യവഴി കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കൽപ്പന പുറപ്പെടുവിച്ചത്. നിമിഷങ്ങൾക്കകം ചെങ്കടൽ പൂർവ്വസ്ഥിതിയിലായി. ആകാശം മുട്ടയുള്ള തിരമാലകൾ, പേടിപ്പെടുത്തുന്ന ആക്രോശം. ഫിർഔൻ വെള്ളത്തിൽ മുങ്ങിത്താഴുകയാണ്. അയാൾക്ക് ബോധ്യമായി തൻ്റെ പോക്ക് പിഴച്ചതായിരുന്നുവെന്ന്. ഫിർഔൻ വല്ല രക്ഷയും കിട്ടിയാലെങ്കിലോ എന്നുള്ള ചിന്തയിൽ വിളിച്ചു പറഞ്ഞു, ബനൂ ഇസ്രായേൽക്കാർ വിശ്വസിച്ച റബ്ബിനെ കൊണ്ട് ഞാനും വിശ്വസിച്ചിരിക്കുന്നു. അവൻ വിശ്വസിക്കാൻ കണ്ട സമയം മരണം തൊണ്ടക്കുഴിയിലെത്തിയപ്പോഴാണ് ബോധോദയമുണ്ടായത്. ജിബ്രീൽ അലൈഹിസ്സലാം അവൻ്റെ തൊണ്ടക്ക് പിടിച്ചു പറഞ്ഞു, മിണ്ടാതിരിക്ക്. അങ്ങനെ 1000 ദുഷ്ടതകളുടെ അവതാരമായി ഭൂമിയിൽ ജീവിച്ച ഫിർഔനും അയാളുടെ സന്തത സഹചാരികളും അവിശ്വാസികളായ ജനങ്ങളും ചെങ്കടലിൽ മുങ്ങി നശിച്ചു. മൂസാ നബി അലൈഹി സ്വലാം 40 ദിവസം നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ഉദ്ദിഷ്ട കാര്യം അല്ലാഹു സുബ്ഹാനഹു വതആലയെ അറിയിച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആല തൗറാത്ത് എന്ന വിശുദ്ധ ഗ്രന്ഥം മൂസാ നബിക്ക് നൽകി ആദരിച്ചു. നിരവധി തത്വോപദേശങ്ങളും സാരോപദേശങ്ങളും ഉൾക്കൊള്ളുന്ന അള്ളാഹുവിൻ്റെ കലാമായ തൗറാത്ത് അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തെ ബനൂ ഇസ്രായേലിയരുടെ വേദഗ്രന്ഥമായി മാറി. തൗറാത്ത് കിട്ടിയെങ്കിലും കൂടെയുള്ള പണ്ഡിതന്മാർ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അപേക്ഷിച്ചു, മൂസാ നബി, അള്ളാഹുവിനെ നേരിൽ കാണിച്ചു തരുവാൻ വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം. മൂസാ നബി അലൈഹി ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല നേരിൽ കാണുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ലിഖാ ദുനിയാവിൽ വെച്ച് പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു തങ്ങൾക്ക് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉള്ളിൽ അടങ്ങാത്ത ആഗ്രഹം നിറഞ്ഞു പൊന്തുകയായിരുന്നു. അദ്ദേഹം സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അവസാനം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കോടാനുകോടി പ്രകാശധാരയിലെ നേരിയൊരംശം പർവ്വതത്തിൽ പ്രത്യക്ഷമായി. പർവ്വതം തകർന്നു തരിപ്പണമായി. മൂസാ നബി അലൈഹി ഇസ്ലാം ബോധരഹിതനായി നിലംപതിച്ചു. മോഹാത്സ്യത്തിൽ നിന്നും ഉണർന്നപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം തൻ്റെ അവിവേകത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് മാപ്പപേക്ഷിച്ചു. ആ പ്രകാശധാര കണ്ട അനുയായികൾ മോഹാലസ്യത്തിൽ നിന്നും ഉണരാൻ പിന്നെയും സമയം വേണ്ടിയിരുന്നു. ഉണർന്ന ഉടനെ മൂസാ നബി അലൈഹി ഇസ്ലാമും അനുയായികളും യാത്ര തിരിച്ചു. ജനങ്ങൾക്ക് സന്മാർഗം കാണിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമാണ് അവിടെ വെച്ച് മൂസാ നബി അലൈഹി ഇസ്ലാമിന് ലഭിച്ച തൗറാത്ത്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകളും നിരോധനങ്ങളും മറ്റു കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ബൃഹത്തായ ഒരു ഗ്രന്ഥമായിരുന്നു തൗറാത്ത്. ഇന്ന് തൗറാത്തിന് പ്രസക്തിയില്ല. വിശുദ്ധ ഖുർആന്റെ ആവിർഭാവത്തോടെ മറ്റ് വേദഗ്രന്ഥങ്ങളെല്ലാം ദുർബലപ്പെട്ടു പോയിരിക്കുന്നു. മൂസാ അലൈഹി ഇസ്ലാം തൗറാത്തിലെ ഹുക്കുമുകളെ ജനങ്ങൾക്ക് പഠിപ്പിക്കുകയും അതനുസരിച്ച് അവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്തു. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മാർഗത്തിൽ വിശ്വസിച്ച ജനങ്ങളിൽ പലരും ചഞ്ചല മാനസരായിരുന്നുവെന്ന് മുമ്പ് പ്രസ്താവിച്ചുവല്ലോ. എന്തു കണ്ടാലും അതിൻ്റെ പിറകെ തിരിയുന്ന പ്രകൃതം ദിവ്യമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പറയാനുമില്ല. ആ ജനവിഭാഗങ്ങളെ നേർവഴിയിൽ നയിക്കാൻ മൂസാ നബി അലൈഹി ഇസ്ലാം തൻ്റെ സഹോദരൻ ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനെ ചുമതലപ്പെടുത്തിയിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആജ്ഞകളൊന്നും അവർ ശ്രദ്ധിച്ചിരുന്നില്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബത്തിൽപ്പെട്ട സാമിരി എന്നൊരുത്തനുണ്ടായിരുന്നു. സത്യവിശ്വാസം അയാളിൽ ഏശിയിരുന്നില്ല.
സ്വർണം കൊണ്ടും മറ്റു ലോഹങ്ങൾ കൊണ്ടും വിഗ്രഹങ്ങളും പ്രതിമകളും നിർമ്മിക്കാൻ സാമിരി മിടുക്കനായിരുന്നു. മൂസാ നബി ഇസ്ലാമിൻ്റെ പ്രവാചകത്വ പദവിയൊന്നും അയാൾക്ക് രസിച്ചില്ല. അതിനെതിരെ എപ്പോഴെങ്കിലും നീങ്ങണമെന്ന് അയാൾ കൊതിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവസരം വീണ് കിട്ടിയത്. മൂസാ നബി ഇസ്ലാം തുരിസീന മലയിലേക്ക് പോയ സന്ദർഭം. ഫിർഔനെ ചെങ്കടലിലേക്ക് നയിക്കാനായി ജിബ്രീൽ അലൈഹി ഇസ്ലാം കുതിരപ്പുറത്ത് സഞ്ചരിച്ച വിവരം മുമ്പ് പ്രസ്താവിച്ചുവല്ലോ. ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ കുതിരയുടെ പാദങ്ങൾ പതിഞ്ഞയിടം അസാധാരണമായി പുൽച്ചെടികൾ വളരുന്നത് എങ്ങനെയോ സാമിരി മനസ്സിലാക്കി. ആ മണ്ണിന് അത്ഭുത ശക്തിയുണ്ടെന്ന് അയാൾ അറിഞ്ഞു. ആ സ്ഥലത്തിൽ നിന്നും മണ്ണുവാരി അയാൾ ശേഖരിച്ചു. അനന്തരം സ്വർണം കൊണ്ടും മറ്റു പലവിധ ലോഹങ്ങൾ കൊണ്ടും അഴകാർന്നൊരു പശുക്കുട്ടിയെ രൂപപ്പെടുത്തിയെടുത്തു. പശുക്കുട്ടിയുടെ വായിൽ അത്ഭുത സിദ്ധിയുള്ള ആ മണ്ണിൽ നിന്ന് അല്പം വാരിയിട്ടു. ആശ്ചര്യം, പശുക്കുട്ടിക്ക് ജീവനുണ്ടായി. അത് സാമിരിയുടെ ഇഷ്ടാനുസരണം സംസാരിക്കാൻ തുടങ്ങി. സാമിരി തൻ്റെ അത്ഭുത സിദ്ധിയുള്ള പശുക്കുട്ടിയെ ഒരു സ്ഥലത്ത് ദൈവമാക്കി പ്രതിഷ്ഠിച്ചു. ജനങ്ങളോട് അയാൾ വിളിച്ചു പറഞ്ഞു, മൂസയുടെ റബ്ബിനെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇതാ എൻ്റെ പ്രതിഷ്ഠയിരിക്കുന്നിടത്ത് വരൂ. റബ്ബിനെ ഞാൻ കാണിച്ചു തരാം. കണ്ണിൽ കാണുന്ന ദൈവങ്ങളെ ആരാധിച്ചായിരുന്നു ആ ജനങ്ങൾക്ക് ശീലം. മൂസാ നബി ഇസ്ലാം പറയുന്ന കാണാത്ത റബ്ബിനെ കുറിച്ച് ഇനിയും അവർക്കൊരു പിടിപാടുണ്ടായിരുന്നില്ല. സാമിയുടെ വർത്തമാനവും അവർ കാണിച്ചു തന്ന പശുക്കുട്ടിയുടെ സംസാരവും അതിൻ്റെ പ്രത്യേകതയും കണ്ട് ബുദ്ധിക്ക് പക്വത വരാത്ത ആ ജനങ്ങൾ അതുതന്നെയാണ് റബ്ബെന്ന് വിശ്വസിച്ചു. പലരും അതിനെ ആരാധിക്കാൻ തുടങ്ങി. എന്നാൽ യഥാർത്ഥ വിശ്വാസികൾ ഇതിലൊന്നും പങ്കുചേർന്നിരുന്നില്ല. അവർ ഏക ഇലാഹിനെ മാത്രം ആരാധിച്ചു കഴിച്ചുകൂട്ടി. മൂസാ നബി അലൈഹി ഇസ്ലാം തിരിച്ചു വന്നപ്പോൾ തൻ്റെ ജനങ്ങളിൽ വന്ന വ്യതിയാനമോർത്ത് രോഷാകുലനായി. അദ്ദേഹം സഹോദരൻ്റെ നേരെ കയർത്തു. ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ താടിക്ക് കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ എന്തെടുക്കുകയായിരുന്നു? ജനങ്ങൾ ഇത്രയും വൃത്തികേടുകൾ കാണിച്ചിട്ടും മൗനം അവലംബിച്ചുവെന്നോ? നിങ്ങൾക്ക് അവരെ തടയാനായിരുന്നില്ലെന്നോ? ഹാറൂൻ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, എൻ്റെ സഹോദര, ദയവ് ചെയ്ത് എൻ്റെ താടി വിടൂ, ഞാൻ പറയുന്നതെന്ന് കേൾക്കൂ. ജനങ്ങൾ സാമിരിയുടെ വക്രബുദ്ധിയിൽ കുടുങ്ങിപ്പോയി. എൻ്റെ ഉപദേശങ്ങളൊന്നും സ്വീകരിക്കാനുള്ള സന്മനസ് ഇവർ കാണിച്ചില്ല. മൂസാ നബി അലൈഹി ഇസ്ലാം സാമിരിയെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്താണ് ഈ കാണിച്ചത്? എൻ്റെ ജനങ്ങളെ വഴിതെറ്റിച്ചതെന്തിന്? മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വാക്കുകൾ കേട്ട് അയാൾ പേടിച്ചു വിറച്ചു. എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്ന് തോന്നിപ്പോയി എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞു. മൂസാ നബി അലൈഹി ഇസ്ലാം തൻ്റെ ജനങ്ങളോട് ചോദിച്ചു, ഞാൻ കുറച്ചു ദിവസം അകന്നു നിന്നപ്പോഴേക്കും നിങ്ങൾ മറ്റൊരു ദൈവത്തെ തേടിയെന്നോ കേവലം ഒരു വിഗ്രഹത്തെ പൂജിക്കാൻ തുടങ്ങിയെന്നോ? കഷ്ടം തന്നെ. മൂസാ നബി ഇസ്ലാമിൻ്റെ വാക്കുകൾ കേട്ട് അവരെല്ലാം പശ്ചാത്തപിച്ചു. ചിലർ പിന്നെയും പശുവിനെ ദൈവമാക്കി ആരാധിച്ചു. മൂസാ നബി അലൈഹി ഇസ്ലാം ജനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗറാത്തിനെ കുറിച്ച് അറിവ് കൊടുത്തു. അത് വായിച്ച് പഠിക്കുവാനും അതിലടങ്ങിയിരിക്കുന്ന വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുവാനും ഉപദേശിച്ചു. സാമിരിയുടെ പശുബിംബം തകർത്ത് നദിയിലൊഴുക്കി. പശുവിനെ ആരാധിച്ചവർ തങ്ങൾ ചെയ്ത് തെറ്റിന് തക്കതാ ശിക്ഷ നൽകുവാൻ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അപേക്ഷിച്ചു. നിങ്ങൾ പരസ്പരം വെട്ടിമരിക്കുക, ഇതായിരുന്നു കൽപ്പന. അങ്ങനെ ആ ജനങ്ങൾ പരസ്പരം വെട്ടിമരിച്ചു. മൂസാ നബി അലൈഹി ഇസ്ലാം ശേഷിച്ച ജനവിഭാഗങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ പിതൃ സഹോദരപുത്രനായിരുന്നു ഖാറൂൻ. മൂസാ നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിക്കുകയും നബിയിൽ നിന്നും തൗറാത്ത് പഠിക്കുകയും ചെയ്ത ഖാറൂൻ ഇസ്രായേൽ വംശത്തിൻ്റെ പണ്ഡിതനായി തീർന്നു. മനോഹരമായി തൗറാത്ത് പാരായണം ചെയ്യുക നിമിത്തം മുനവ്വിർ എന്ന സ്ഥാനപ്പേര് ലഭിച്ചു. അറിവിലൂടെ ഉന്നതി ഉണ്ടായപ്പോഴും തൻ്റെ ദാരിദ്ര്യം അയാളെ അസ്വസ്ഥനാക്കി. തനിക്കു സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാൻ പ്രാർത്ഥിക്കണമെന്ന് അയാൾ പലതവണ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അപേക്ഷിച്ചു. സമ്പത്ത് കുന്നുകൂടുന്നത് നീ പിഴക്കാനുള്ള കാരണമായേക്കും എന്ന് പറഞ്ഞ് മൂസാ നബി അലൈഹി ഇസ്ലാം ഖാറൂനെ നിരുത്സാഹപ്പെടുത്തി. പക്ഷേ അയാൾ പിന്മാറിയില്ല. നിരന്തരമായി അപേക്ഷിച്ചപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി സമ്പത്ത് കുന്നുകൂടിയപ്പോൾ അയാളുടെ സ്വഭാവത്തിലും ജീവിത രീതിയിലും മാറ്റം പ്രകടമായി. എപ്പോഴും മൂസാ നബിക്കൊപ്പം കാണപ്പെടാറുണ്ടായിരുന്ന അയാൾ പതുക്കെ അപ്രത്യക്ഷനായി തുടങ്ങി. അഹങ്കാരത്തിൻ്റെ ഭാഷയും ഭാവവുമെല്ലാം അയാളിൽ പ്രകടമായി. തുടർന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കാണുന്നത് പോലും ഖാറൂന് വെറുപ്പായി. സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിച്ചോടെ മൂസാ നബി അലൈഹി ഇസ്ലാം ഖാറൂനെ വിമർശിച്ചു. ഇതേ തുടർന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ജനമധ്യത്തിൽ അവഹേളിക്കാൻ അയാൾ തീരുമാനിച്ചു. ഒരു അഭിസാരികക്കു ധാരാളം പണം നൽകി ഏർപ്പാടാക്കി. അങ്ങനെ അവൾ പരസ്യമായി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ മൂസയാൽ ഗർഭിണിയാണ്. ആളുകൾ ഞെട്ടിത്തെരിച്ചു. മൂസാ നബി അലൈഹി ഇസ്ലാം 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് ആ സ്ത്രീയോട് സത്യം പറയാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അവൾ സത്യം തുറന്നു പറഞ്ഞു.
അതിനിടെ കാറൂൻ്റെ അഹങ്കാരം അതിരു കടന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കി മൂസാ നബി അലൈഹി സ്വലാം അവനെതിരെ പ്രാർത്ഥിച്ചു. അപ്പോൾ കാറൂനിനെയും അവൻ അഹങ്കാരം കാണിക്കാനായി നിർമ്മിച്ച കൊട്ടാരത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞു. അള്ളാഹുവിൽ നിന്ന് അനേകം അനുഗ്രഹങ്ങൾ ലഭിച്ച ജനതയാണ് ഇസ്രായേൽ വംശം. എന്നാൽ അവ നൽകി അള്ളാഹുവിന് നന്ദിയുള്ളവരാകുന്നതിൽ പലപ്പോഴും അവർക്ക് വീഴ്ച പറ്റുകയും അള്ളാഹുവിൻ്റെ കോപത്തിന് അവർ വിധേയരാവുകയും ചെയ്തു. ഒരിക്കൽ മൂസാ നബി അലൈഹി സ്വലാം തൻ്റെ ജനതക്കൊപ്പം ബൈത്തുൽ മുഖദ്ദസ് ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. യാത്രക്കിടെ വിഗ്രഹാരാധകരായ ഒരു സംഘത്തെ കാണാനിടയപ്പോൾ അവർക്കുള്ളതുപോലെ തങ്ങൾക്കും വിഗ്രഹങ്ങൾ വേണം എന്ന് ചിലർ മൂസാ നബി അലൈഹി സ്വലാമിനോട് ആവശ്യപ്പെട്ടു. വിഗ്രഹാരാധനയുടെ അർത്ഥശൂന്യതയും മൂസാ നബി അലൈഹി സ്വലാം അവർക്ക് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവരതിൽ നിന്നും പിന്മാറി. ഇങ്ങനെ ചാബല്യങ്ങളുടെയും നിരന്തരം മാറുന്ന മനസ്സിൻ്റെയും അടിമകളായിരുന്നു അവർ. ധിക്കാരികളും ദൈവനിഷേധികളുമായ ഒരു സംഘം ആളുകളായിരുന്നു അക്കാലത്ത് ബൈത്തുൽ മുഖദ്ദസിൻ്റെ അധികാരം കൈയടക്കി വെച്ചിരുന്നത്. ഈ വിശുദ്ധ ഗേഹം മോചിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാമിനോട് കൽപ്പിച്ചു. അതിനായി അവരോട് യുദ്ധം ചെയ്യാൻ സജ്ജരാകാൻ മൂസാ നബി അലൈഹി സ്വലാം തൻ്റെ ജനതയോട് ആവശ്യപ്പെട്ടപ്പോൾ അവർ വഴങ്ങിയില്ല. എന്നു മാത്രമല്ല, മൂസ, നീയും നിന്റെ രക്ഷിതാവും കൂടി അവരോട് യുദ്ധം ചെയ്യൂ, ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞ് കടുത്ത നന്ദികേട് പ്രകടമാക്കുകയും ചെയ്തു. ഇസ്രായേൽ വംശജരുടെ ഈ നന്ദികേടിന് അള്ളാഹു നൽകിയ ശിക്ഷ നിമിത്തം 40 വർഷക്കാലം തീഹി മരുഭൂമിയിൽ അവർക്ക് അലയേണ്ടി വന്നു. ബൈത്തുൽ മുഖദ്ദസ് ലക്ഷ്യമാക്കി അവർ യാത്ര ആരംഭിക്കും. ദീർഘദൂരം മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് വഴിതെറ്റിയവർ യാത്ര തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തിച്ചേരും. ഇപ്രകാരം 40 വർഷക്കാലം അവർ അലഞ്ഞു നടന്നു. ഇക്കാലയളവിലും മരുഭൂമിയിലെ ശക്തമായ ചൂടിൽ നിന്ന് മേഘങ്ങളുടെ തണൽ നൽകിയും ആകാശത്തു നിന്നും ഭക്ഷണം ഇറക്കിക്കൊടുത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് നന്ദി കാണിച്ചു. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും അവർ അവിവേകപരമായ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരുന്നു. കട്ടിത്തേനും കാടയിറച്ചിയുമായിരുന്നു അവർക്ക് ആകാശത്തു നിന്ന് ഇറക്കപ്പെട്ടിരുന്ന ഭക്ഷണം. എന്നാൽ അവർ മൂസാ നബിയോട് പറഞ്ഞു, ഞങ്ങൾക്കിത് മടുത്തിരിക്കുന്നു. ചീര, പയറ്, ഉള്ളി, കക്കിരി തുടങ്ങിയ ഭക്ഷണങ്ങൾ മുളപ്പിച്ചു തരാൻ രക്ഷിതാവിനോട് പറയണം. മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, നല്ല ഭക്ഷണത്തിന് പകരം താഴ്ന്നതാണോ ആവശ്യപ്പെടുന്നത്? ഇങ്ങനെ അവിവേകം പറഞ്ഞും പ്രവർത്തിച്ചും ആ സമൂഹം പലപ്പോഴും നിന്ദ്യരായിത്തീർന്നു. തീഹ് മരുഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം ബനു ഇസ്രായേൽക്കാർ ഷാമിലും അയൽ പ്രദേശങ്ങളിലുമെല്ലാം എത്തിച്ചേർന്ന് താമസം തുടങ്ങി. അവർ ഫലസ്തീനിലും എത്തിച്ചേർന്നു. പവിത്രമായ ബൈത്തുൽ മുഖദ്ദസും അവരുടെ അധീനതയിലായി. സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആരാധന ചെയ്തുകൊണ്ട് അവർ സംതൃപ്ത ജീവിതം നയിച്ചു. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ജീവിതം സംഭവ ബഹുലമായിരുന്നു. മഹാനവറുകൾ തൻ്റെ 120ാമത്തെ വയസ്സിൽ തീഹിൽ വെച്ച് വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെയും ഹാറൂൻ നബി അലൈഹി സ്വലാമിൻ്റെയും ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. എല്ലാ ന്യൂനതകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരട്ടെ. ഇത് പറയാൻ സഹായ സഹകരണങ്ങൾ ചെയ്ത എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ചരിത്രത്തിന് ഇവിടെ പരിസമാപ്തി കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.